Hello everyone, welcome back to Xylem Learning. It's me, Ncert. Today we are going to crack the +2 CBSE English. Okay, ഏതായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ആക്ച്വലി നാളെയല്ല മറ്റന്നാൾ നിങ്ങൾക്ക് എല്ലാവർക്കും CBSE English എക്സാം ആണെന്ന് അറിയാം. ഡെഫിനറ്റ്ലി നമ്മൾ അത് ക്രാക്ക് ചെയ്തിരിക്കും മക്കളെ, ഒന്നും നോക്കണ്ട. നമ്മൾ ഡെഫിനറ്റ്ലി ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും Xylem നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും. Why fear when Xylem is here? ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും ആ ഒരു കട്ട സപ്പോർട്ടോട് കൂടി ഡെഫിനറ്റ്ലി ഇന്നത്തെ ഈ ഒരു ലൈവോട് കൂടിയിട്ട് മാക്സിമം നമ്പേഴ്സ് ഓഫ് ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യും. കൂടാതെ റീഡിംഗ് പാർട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു തംബ്നെയിൽ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു നമ്മുടെ ആ ഒരു പ്രൊമോയിൽ കണ്ടിട്ടുണ്ടല്ലോ. ഏതായാലും ഇന്ന് നമ്മൾ സെറ്റ് ആക്കും. നിങ്ങൾ എല്ലാവരും സെറ്റ് ആണോ മക്കളെ? നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ടീച്ചേഴ്സിനൊക്കെ ഉണ്ടാവുന്ന ഒരു എനർജി കിട്ടുകയുള്ളൂ. നമ്മൾ ഇന്ന് പൊളിക്കാൻ പോവാണ്, തകർക്കാൻ പോവാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആക്ച്വലി we are providing the English classes for you as a free, as a service. പക്ഷെ നിങ്ങൾ നമുക്ക് ചെയ്യേണ്ട ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. എന്താണെന്ന് ഐ ഹോപ്പ് യു ഗൈസ് നോ വെരി വെൽ അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് ഏതായാലും അറിയാമെന്ന് കരുതുന്നുണ്ട്. ഏതായാലും തുടങ്ങല്ലേ. ഓക്കെ, ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നുണ്ട്. ഗുഡ് ഈവനിങ് എവരിബഡി. ഓക്കെ, നമുക്കറിയാം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആ ഒരു എക്സാക്ട് ഈ ഒരു ലൈവ് എത്തേണ്ട ആൾക്കാർ ആരാ നിങ്ങൾക്ക് അറിയില്ലേ? കാരണം നിങ്ങളുടെ എക്സാക്ട് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് ഡെഫിനറ്റ്ലി ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. +2 CBSEന്റെ ആ ഒരു കട്ട ചങ്കളും മാത്രമുള്ള ആ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. ആ ഗ്രൂപ്പിലേക്ക് ഈ ഒരു ലിങ്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കുക. നാളെ മറ്റന്നാൾ വരാനിരിക്കുന്ന എക്സാം ഇവിടെ സെറ്റ് ആക്കിയിട്ട് പുഷ്പം പോലെ സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ അതിലേക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി നിങ്ങൾ എക്സാമിൽ പാസ് ആവാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊടുക്കുകയാണ് ഡെഫിനറ്റ്ലി ഗായ്സ്. സോ മറന്നു പോവാതെ ഇപ്പൊ തന്നെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റസ് ഇടുകയാണെങ്കിൽ വളരെ സന്തോഷം. നിങ്ങളത് ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ ഇട്ടാ. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇവിടെ ഫയർ ഒക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഫയറും ഇതുപോലത്തെ ഇമോജി ഡെഫിനറ്റ്ലി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം പാസിന് ഇടുന്നതായിരിക്കും. പക്ഷേ ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന നിങ്ങളുടെ ടീച്ചേഴ്സിന് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഓക്കെ ദാറ്റ്സ് എന്താ പറയാ, ഒരിക്കലും അൺഎക്സ്പ്രസിബിൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ഏതായാലും തുടങ്ങല്ലേ. നിങ്ങൾ എല്ലാവരും ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഓക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണെങ്കിൽ ഡിഡിന്റ് ഈവൻ ടച്ച് ദ ഫിസിക്സ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് നിങ്ങൾ തൊടേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ആക്കി തരും. ഓക്കെ, ഇവിടെ ഓക്കെകളും ഫയറുകളും ഒക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ഐ എം റിയലി എന്താ പറയാ, ഭയങ്കര അൺഎക്സ്പ്രസിബിൾ ആണ്. റിയലി വെയിറ്റിംഗ് ഫോർ യുവർ അപ്കമിങ് കമന്റ്സ് വാട്ടെവർ. തുടങ്ങല്ലേ മക്കളെ? ഓക്കെ വരുന്നുണ്ട്. ഞാൻ പാസ് ആകുമോ എന്നുള്ള ഡൗട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഗൈസ്, നിങ്ങൾ എല്ലാവർക്കും പാസ് ആവാൻ മാത്രമല്ല ആ ഒരു മാക്സിമം മാർക്ക് വാങ്ങാനുള്ള A1 വാങ്ങാനുള്ള ആ ഒരു ഫുൾ സെറ്റപ്പിലാണ് Xylem ഇവിടെ സെറ്റ് ആയിരിക്കുന്നത്. നോക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്നത് ഇത്രയും പ്രോസുകളും ഇത്രയും പോയട്രികളാണ്. ആക്ച്വലി ദ ലാസ്റ്റ് ലെസൺ, ലോ സ്പ്രിംഗ്, ഡീപ് വാട്ടർ, ദ റാറ്റ് ട്രാപ്പ്, ഇൻഡിഗോ, പോയറ്റ്സ് ആൻഡ് പാൻക്രേറ്റ്സ് ആൻഡ് ദ ഇന്റർവ്യൂ ഗോയിങ് പ്ലേസസ് എന്നുള്ള പ്രോസുകളും ഫ്രം ദ ഫ്ലെമിംഗോ എന്ന് പറയുന്ന ആ ഒരു ബുക്കിലുള്ള ഇത്രയും പ്രോസുകളുണ്ട്. ആ സെയിം ബുക്കിലെ ഇത്രയും പോയട്രികളുണ്ട്. മൈ മദർ അറ്റ് 66, കീപ്പിംഗ് ക്വയറ്റ്, എ തിങ് ഓഫ് ബ്യൂട്ടി, എ റോഡ് സൈഡ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ ഓൺ ജെനിഫേഴ്സ് ടൈഗർ. ഇതാണ് നിങ്ങളുടെ ഫ്ലെമിംഗോ ബുക്കിലുള്ള 70+ മാർക്ക് കിട്ടുമെന്നുണ്ട്. പിന്നല്ല, ഞാൻ പറഞ്ഞില്ലേ, ബിലീവ് ഇൻ Xylem, സൈലത്തിൽ വിശ്വസിക്കടാ. ഏതായാലും അത്രയും പോയട്രികളും വിസ്റ്റാസിൽ ഇത്രയും ചാപ്റ്റേഴ്സും നിങ്ങൾക്കുണ്ട്. ദ തേർഡ് ലെവൽ, ദ ടൈഗർ കിങ്, ജേർണി ടു ദ എൻഡ് ഓഫ് ദ എർത്ത്, ദ എനിമി ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്, മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്കുള്ളത് ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട്. ഐ റിപ്പീറ്റ് ദാറ്റ്, ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് എല്ലാം നിങ്ങൾക്ക് സെറ്റ് ആക്കി തരികയാണ്. പോയറ്റ്സ് ആൻഡ് പാനക്കേഴ്സ് ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നു. ഡോണ്ട് വെറി ഗൈസ്, വീണ്ടും ഞാൻ പറയാണ്, വി ആർ ഗിവിംഗ് ദ 100% sure that you guys are going to crack the English subject examination in your upcoming days. വരാനിരിക്കുന്ന ഇംഗ്ലീഷ് എക്സാം നിങ്ങൾ പുഷ്പം പോലെ പാട്ടും പാടി പാസ്സാകും. അതിന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കാനുള്ള ആ ഒരു സംഭവമൊക്കെ വരുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഇനി നിങ്ങൾക്ക് മുന്നിലേക്ക് വരാനുള്ളത് നാസർ സാർ വരാനുണ്ട്, അതുപോലെ തന്നെ അൻവർ ആമിസ് വരാനുണ്ട്. പവർഫുൾ പീപ്പിൾ കമ്മിങ് ഫ്രം പവർഫുൾ പ്ലേസസ് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു Xylem എന്ന് പറയുന്ന പവർഫുൾ പ്ലേസസിൽ നിന്ന് ഇഷ്ടം പോലെ പവർഫുൾ ആൾക്കാർ വരാനിരിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി വെയിറ്റ് ചെയ്യാം സാർ.
ഓക്കെ സെറ്റ് ആകാം. ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ദ ലോസ്റ്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. കുറെ ആൾക്കാർ ഡെഫിനറ്റ്ലി കുറെ ആൾക്കാർ ഈ ഒരു ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ആക്കി പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് ആക്കി തരുന്നത് ലോസ്റ്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു ചാപ്റ്റർ ആണ്. ഏകദേശം ഈ ഒരു പിക്ചർ ഒക്കെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഓടിയിട്ടുണ്ടാവും, ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും. ഇനി ഒന്നും അറിയാത്തവർക്കും അറിയുന്നവർക്കും ഡെഫിനറ്റ്ലി അടിപൊളിയാക്കി സെറ്റ് ആക്കി തരാൻ പോവാണ്. ഓക്കെ ആണോ? ഐ ഹോപ്പ് യു ഗൈസ് ആർ റെഡി ടു റിസീവ് വാട്ട് ഐ ആം ഗോയിങ് ടു കൺവേ. ഓക്കെ, സെഷൻ എത്ര ദൂരം ഉണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് നമ്മൾ എത്ര ദൂരം വേണമെങ്കിലും പോകും മക്കളെ. whatever. ഓക്കെ ഇന്നലത്തെ ക്ലാസ്സിലെ സ്ലൈഡ് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നലത്തെ ക്ലാസ്സിന്റെ സ്ലൈഡുകളൊക്കെ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി അടിയിലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം ഇന്നത്തെ സ്ലൈഡും ഇനി വരാനിരിക്കുന്ന സ്ലൈഡുകളൊക്കെ കിട്ടും മക്കളെ. ഡോണ്ട് വറി. Then the author tells us the story of her interaction with the children from poor background. പാവപ്പെട്ട ഫാമിലി, പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഉള്ള വളരെ പാവപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള എൻകൗണ്ടർ, അവരുമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്ന് കിട്ടിയിട്ട് രണ്ട് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി നമ്മുടെ ഓതർ ഇവിടെ പങ്കുവെക്കുന്നത്. She describes their poor condition and life in an interesting manner. അവരുടെ വളരെ ദയനീയമായ അവസ്ഥ, അവരുടെ ഭാവി തുലയ്ക്കുന്ന ആ ഒരു അവസ്ഥ നമ്മുടെ മുന്നിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് നമ്മുടെ പോയറ്റ് ഇവിടെ ചെയ്യുന്നത്. നോക്കാം, പോയറ്റ് അല്ല, നമ്മുടെ ആ ഒരു നമ്മുടെ ഓതർ ചെയ്യുന്നത്. The story touches the reader and is thought provoking. ഡെഫിനറ്റ്ലി ആ ഒരു കഥ വായിക്കുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ ഡെഫിനറ്റ്ലി നല്ല അടിപൊളിയായിട്ട് കൺവേ ചെയ്യാൻ നമുക്ക് സാധിക്കും ആ ഒരു ചാപ്റ്റർ വായിക്കുന്ന സമയത്ത്. ഡെഫിനറ്റ്ലി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണെന്ന്. The author describes two of her encounter with the children from poor background. പാവപ്പെട്ട ഫാമിലിയിൽ നിന്നുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള രണ്ട് എൻകൗണ്ടർ, അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് രണ്ട് രീതിയിൽ രണ്ട് ആൾക്കാരെ അദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട് നമ്മുടെ ഓതർ. നോക്കാം ആരൊക്കെയാണത്. Through them she wants to highlight the plight of street children. വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ സ്ട്രീറ്റ് ചിൽഡ്രൻ, തെരുവിൽ കഴിയുന്ന ഈ ഒരു കുട്ടികളുടെ അവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഇത് സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോറിയിലൂടെ അദ്ദേഹം നോക്കുന്നുണ്ട്. Forced into labor early in life. ചെറുപ്പത്തിലെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചൈൽഡ് ലേബർ. ഓക്കെ, അതിലേക്ക് ഓക്കെ വിസ്റ്റാസ് വെച്ച് തുടങ്ങുന്നുണ്ട്. വിസ്റ്റാസ് വരുന്നുണ്ട്. വിസ്റ്റാസ് മാത്രമല്ല, ഫ്ലെമിംഗോ, വിസ്റ്റാസ് എല്ലാം സെറ്റ് ആക്കട്ടോ. ഓക്കെ ഇന്ന് ഫുൾ ചാപ്റ്റേഴ്സ് കവർ ചെയ്യും. മാക്സിമം ചാപ്റ്റേഴ്സ് ഇന്ന് കവർ ചെയ്യാൻ ശ്രമിക്കും. ഇനി നമുക്ക് ഒരു ദിവസം കൂടി ഒരു മാരത്തോൺ ലൈവ് നാളെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വൈഫ് ഹിയർ വെൻ സൈലം ഇസ് ഹിയർ. ഇവിടെ തന്നെ ഉണ്ടാവും മക്കളെ. ഫുൾ ചാപ്റ്റർ കവർ ചെയ്തിരിക്കും ഇന്നും നാളെയും കൂടി കേട്ടോ. ഓക്കെ, ഏഞ്ചൽ മരിയ, അഗ്നൽ മരിയ കേട്ടോ. ഓക്കെ ദെൻ അങ്ങനെ ചൈൽഡ് ലേബർ, ചെറുപ്പത്തിലെ പണിയിലേക്ക് ജോലിയിലേക്ക് നിയമിക്കപ്പെട്ട ആ ഒരു വിദ്യാർത്ഥികളുടെ അവസ്ഥ നല്ല അടിപൊളിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് നമ്മുടെ ഓതർ. ആൻഡ് ആർ ഡിനൈഡ് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് സ്കൂളിംഗ്. അവർക്ക് സ്കൂളിംഗ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്കൂളിലേക്ക് പോകാനുള്ള, വിദ്യാഭ്യാസം നേടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ട ചൈൽഡ് ലേബറിലേക്ക് പോകപ്പെട്ട രണ്ട് ആൾക്കാരുടെ ജീവിതമാണ് പറഞ്ഞിരുന്നത്. ഓൾസോ ഷീ ബ്രിങ്സ് ഔട്ട് ദ ക്രൂവാലിറ്റി ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ ആ ഒരു ക്രൂവാലിറ്റി നമ്മൾക്ക് എന്താകുന്നു, വ്യക്തമാക്കി തരുന്നു. ആൻഡ് ദ പൊളിറ്റിക്കൽ ക്ലാസ് ടുവേർഡ്സ് ദ സഫറിംഗ് ഓഫ് ദ പുവർ. അവർക്കെതിരെ പൊളിറ്റിക്സിന്റെ മീൻസ് ആക്ച്വലി ഇവിടെ പൊളിറ്റിക്സ് ഒക്കെ മീൻസ് ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഗവൺമെന്റും ഈ ഒരു പൊളിറ്റിക്സ് ഒക്കെ ഇതെന്നില്ല, അത് എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്ന അവരൊക്കെ അടിപൊളിയായിരുന്നെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവുമായിരുന്നില്ല എന്നുകൂടി പറയുകയാണ്. The first encounter is with a rag picker. Don't forget the name of the boy, സാഹിബ് ഇ അലാം എന്നാണ് ആദ്യത്തെ ചെക്കന്റെ പേര്. ആ ഒരു കുട്ടിയിൽ നിന്നാണ് ഈ ഒരു സ്റ്റോറി ആരംഭിക്കുന്നത്. നോക്കാം എന്താണെന്ന്. Who migrates from Bangladesh. എവിടുന്ന് വന്നതാ? ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ in 1971 and lives in സീമാപുരി in Delhi. ഡൽഹിയിലെ സീമാപുരി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നതാണ്. ഓക്കെ ഇതിന്റെ ഇടയിൽ കൂടി സാക്കേ മോനെ ഐഡിയ ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ. എന്താണ് ഐഡിയ ഒക്കെ ചോദിച്ചോന്ന് കേട്ടോ. ഓക്കെ, സെറ്റ് ആക്കി തരട്ടാ. ഓക്കെ ഇത് മാത്രം പഠിച്ചാൽ മതിയോ ചാപ്റ്റേഴ്സിന് വേണ്ടി? ഡെഫിനറ്റ്ലി നിങ്ങൾ സൈലത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു ലൈവുകളും നാളത്തെ ലൈവും കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓക്കെയാണ് മക്കളെ. നിങ്ങൾക്ക് പാസ്സാവാനുള്ള ഫുൾ മാർക്ക് നമ്മൾ സെറ്റ് ആക്കി തരും. ഓക്കെ, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കാണുക മാത്രമല്ല, ഇതുപോലെ സെറ്റ് ആവാൻ വേണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവരിലേക്ക് ഈ ഒരു സംഭവം എത്തിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. ദാറ്റ്സ് എ സോഷ്യൽ സർവീസ് whatever and like we are doing. ഓക്കെ, സീമാപുരി ഡൽഹിയിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് മൈഗ്രേറ്റ് ആയി വന്നിട്ടുള്ള ഒരാളാണ് സാഹിബ് ഇ അലാം. ഞാൻ ജസ്റ്റ് കളറൊക്കെ മാറ്റിയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പേരിങ് മറന്നു കേട്ടോ. ഓക്കെ, സാഹിബ് ഇ അലാം. ഓക്കെ, these rag picker children look from valuables in the garbage
എങ്ങനെ ഗാർബേജിൽ നിന്ന് വാല്യുബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ എടുക്കാനാണ്. റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, നമ്മൾ ആക്രി കച്ചവടക്കാരല്ലേ, അല്ലെ, ആക്രി പെറുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ്. അവരിൽപ്പെട്ട ഒരാളാണ് സാഹിബ് ഈ അലാം. ഓക്കെ, ഗാർബേജിൽ നിന്ന് വാല്യുബിൾ ആയിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് തിരക്കി എടുത്തിട്ട് അതുകൊണ്ട് വിക്കലാണ്. തിങ്സ് ലൈക്ക് കോയിൻ ഓർ ടോൺ ഷൂസ് വിച്ച് ആർ ആസ് പ്രഷ്യസ് ആസ് ഗോൾഡ് ഫോർ ദം. നല്ല കീറിയിട്ടുള്ള ഷൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും കോയിൻസ് ഒക്കെ എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, ഇതുപോലത്തെ കോയിൻസ് ഒക്കെ എവിടെന്നെങ്കിലും ആക്ച്വലി ഈ ഒരു ഗാർബേജിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് വാല്യുബിൾ ആണ്. ലൈക്ക് ഗോൾഡ് എന്നാ പറയുന്നത്, ഗോൾഡ് പോലെ അവർക്ക് വാല്യുബിൾ ആണ്. ഓക്കെ, അവരുടെ അവസ്ഥയാണത്. ഓക്കെ, whatever, they could hardly manage some food for themselves. അവർക്ക് ഫുഡ് പോലും കിട്ടാനില്ല. They don't have enough food for them, and other things like identity, education, shoes and sports are their unfulfilled dream. അവർക്ക് എന്തില്ല? ഐഡന്റിറ്റി ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല, ഷൂസ് ഇല്ല, സ്പോർട്സ് ഇല്ല. ഇതൊക്കെ അവരുടെ ഡ്രീംസ് ആണ്. അതൊന്നും ഒരിക്കലും ഫുൾഫിൽ ആവുന്നില്ല. ഓക്കെ 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 ഓക്കെ, നിങ്ങൾ വഫ സലാം അബ്ദുൽ സലാം ചോദിക്കുന്നുണ്ട് ഈ ഇത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കുന്നു. ഡെഫിനറ്റ്ലി മക്കളെ, ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും ക്രാക്ക് ചെയ്തിരിക്കും. പക്ഷേ അതിൻ്റെതായ ഓർഡർ കാര്യങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ. ഇതെടുക്കൂ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാം എടുക്കും നിങ്ങളുടെ ആവശ്യപ്രകാരം. വി ആർ ഗോയിങ് ടു ചെക്ക് എവറി ചാപ്റ്റേഴ്സ്. ഓക്കെ, സെറ്റ് അല്ലേ? ഫുള്ള് കിട്ടും, ഫുള്ള് സെറ്റ് ആക്കി തരും. ഓക്കെ, ബട്ട് യു ഗൈസ് ഹാവ് ടു സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സെറ്റ് അല്ലേ? Okay. Then their parents involved in the garbage searching for things that help them survive. അഫോർഡ് ഫുഡ്. അവർക്ക് ഫുഡ് കിട്ടുന്നത് എങ്ങനെയാ? ഇതുപോലത്തെ ഗാർബേജിൽ നിന്ന് ഫുഡും കാര്യങ്ങൾ എടുക്കുന്നു. അതുപോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഗോൾഡിനെ പോലെ വാല്യുബിൾ ആയിട്ടുള്ള കോയിൻ, അതുപോലെ തന്നെ കീറിയ ഷൂസ് ഒക്കെ എടുത്തിട്ട് മറ്റു കടകളിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ ഫോർ ദ ഫാമിലി. അവരുടെ ഡ്രസ്സ് വാങ്ങാനും അതുപോലെ തന്നെ ഫുഡിനും അതുപോലത്തെ ഫാമിലിക്ക് വേണ്ട മുഴുവൻ ചെലവും കണ്ടെത്തുന്നത് ഫ്രം ദ garbage. Okay, the children hunted through the garbage heaps looking for things which could partially fulfill their unfulfilled dream. അവരുടെ ഒരിക്കലും ഫുൾഫിൽ ആവാത്ത ഡ്രീംസ് എങ്ങനെയെങ്കിലും ഒന്ന് ഫുൾഫിൽ ആവാൻ വേണ്ടിയിട്ട്, നേരത്തെ പറഞ്ഞല്ലോ ഷൂ, ഓക്കെ, ഇതൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ഏതെങ്കിലും പഴയ ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് എഡ്യൂക്കേഷൻ കിട്ടുന്നു. അങ്ങനെ ഗാർബേജിൽ നിന്നുള്ള ഫുൾഫിൽമെന്റ് മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ അവരുടെ സ്വപ്നങ്ങൾ. ഓക്കെ, ഏതെങ്കിലും കീറിയിട്ടുള്ള ഏതെങ്കിലും ഈ ഒരു ബോളൊക്കെ കിട്ടുകയാണെങ്കിൽ അവരതെടുത്ത് കളിക്കുന്നു. സോ അവരുടെ ലൈഫ് ഈസ് ഡെഫിനറ്റ്ലി കണക്റ്റഡ് വിത്ത് ഗാർബേജ് റിലേറ്റഡ് ആണ് അവരുടെ ജീവിതം. അവരിൽ നിന്ന് എന്ത് കിട്ടുന്നോ അതാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. Then one day the writer saw the boy holding a steel can. ഒരു സ്റ്റീൽ ക്യാനുമായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. Going towards the milk booth ന്റെ അടുത്തേക്ക് പോവാണ്. ഓക്കെ, മിൽക്ക് ബൂത്തിന്റെ അടുത്തേക്ക് പോവാണ്. He had got a job at the tea stall. അവന് ചായക്കടയിൽ ജോലി കിട്ടി. Oh, nice. Okay, but he was happy that he would get 800 rupees and all the meals. ഫുഡും കിട്ടും, 800 രൂപയും കിട്ടും. സെറ്റല്ലേ? പോരെ മച്ചാനെ, അത് പോരെ അളിയാന്ന് പറഞ്ഞതുപോലെ സെറ്റാണ്. ബട്ട് there is a dangerous situation behind that. അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. The writer noticed that the Sahib had lost the freedom of being his own master. അവന് സ്വന്തം മാസ്റ്റർ ആവുക എന്നുള്ള ഫ്രീഡം അവന് നഷ്ടപ്പെട്ടു. ഇതുവരെ റാഗ് പിക്കർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ആരായി മാറി? ഇപ്പൊ മറ്റൊരാളുടെ പണിക്കാരനായി മാറി. which he had enjoyed as a rag picker. അവൻ റാഗ് പിക്കർ ആയിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഇതിനൊക്കെ പുറത്തേക്ക് അവന്റെ എഡ്യൂക്കേഷൻ നഷ്ടപ്പെടല്ലേ? അവന്റെ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ അവൻ എന്താക്കുകയാണ്? ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. Don't you feel something fishy there? Okay, whatever. The second boy was Mukesh. രണ്ടാമത്തെ ക്യാരക്ടർ ആണ്, മറന്നു പോകരുത്. സെക്കൻഡ് ക്യാരക്ടർ is Mukesh. നമ്മുടെ മുകേഷ് ഏട്ടനല്ല, ഇത് വേറെ മുകേഷ് കേട്ടോ. ഓക്കെ, ഇത് കണ്ട ടെക്സ്റ്റ് വായിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഐ തിങ്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് ഒരു സ്റ്റോറിയുടെയും സമ്മറിയാണ് നമ്മൾ പറയുന്നത്. അത് വായിക്കേണ്ടാത്ത രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ കേസ് നിങ്ങൾ ആ ഒരു ചാപ്റ്റർ സ്കൂളിൽ തീരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും എന്താക്കുക, ജസ്റ്റ് വായിച്ചു നോക്കാന്ന് ഞാൻ പറയുന്നുള്ളൂ. ദാറ്റ്സ് ഓൾ. Okay, who belonged to a family of bangles makers in Firozabad. ഫിറോസാബാദില് വളക്കച്ചവടക്കാരായിരുന്നു. ഫിറോസാബാദിലെ വളക്കച്ചവടക്കാരൻ. നിങ്ങൾ ഏതോ ഒരു ഫിലിം കേട്ടില്ലല്ലോ, KGF കേട്ടില്ലേ? ഫിറോസാബാദിലെ വളക്കച്ചവടക്കാരൻ, എന്റെ അമ്മാവൻ വളക്കച്ചവടക്കാരനായെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു ടാങ്കർ ലോറി വരുന്ന സമയത്ത്. അതുപോലെ ഫിറോസാബാദിൽ വളക്കച്ചവടം ചെയ്തിരുന്ന ആളായിരുന്നു. ആരായിരുന്നു? മുകേഷ്. The boy had a dream of becoming a car mechanic. തൻ്റെ ഈ ഒരു കുട്ടിക്ക്, ഈ ഒരു മുകേഷ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ബോയ്ക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ടു ബി ആസ് എ മെക്കാനിക് ഓഫ് കാറിന്റെ മെക്കാനിക് ആവാൻ വേണ്ടിയിട്ട്. ബട്ട് ഹിസ് ഫാമിലി വാസ് ട്രഡീഷണലി എൻഗേജ്ഡ് ഇൻ എ ബാംഗിൾ മേക്കിംഗ്. പക്ഷെ അവരുടെ ഫാമിലിയിലുള്ള ബിസിനസ് എന്താണ്? ബാംഗിൾസ് മേക്കിംഗ് ആണ്. ആക്ച്വലി വളക്കച്ചവടമാണ് അവരുടെ ആ ഒരു കുടുംബപരമായിട്ടുള്ള തൊഴിൽ. ഓൾദോ ദ പ്രൊഫഷൻ ഹാർംഡ് ദം ഫിസിക്കലി ഭയങ്കര ഹാർംഫുൾ ആണ്. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്താൽ ഈ ഒരു സംഭവം ഉണ്ടാവുള്ളൂ, ഫിസിക്കൽ ഹാർഡ് വർക്ക് കേട്ടോ. ആൻഡ് ദേ ഹാർഡ്ലി ഏൺഡ് എനി മണി ഔട്ട് ഓഫ് ഇറ്റ്.
കൂടുതൽ പണമൊന്നും കിട്ടിയിരുന്നില്ല, ചെറിയ കുഞ്ഞു കുഞ്ഞു പണങ്ങളെ കിട്ടിയിരുന്നുള്ളൂ. ഇത് വലിയൊരു എമൗണ്ട്, വലിയ ഇന്റർനാഷണൽ ബിസിനസ് ഒന്നും അല്ല, ലുലു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അങ്ങനെ എന്തല്ല ഫോബ്സിന്റെ ബിസിനസ് അങ്ങനെ അതൊന്നും അല്ല. ഓക്കെ, ചെറിയ കമ്പനിയാണ് കേട്ടോ. ഓക്കെ. Then still no one dared to dream of doing something else due to the fear of the police and the middlemen. പോലീസിനെ പേടിച്ച് മിഡിൽമെനെ പേടിച്ച് മറ്റൊരു ജോബിനെ പറ്റി അവർ ചിന്തിക്കാറേ ഇല്ല. എന്തെങ്കിലും കച്ചവടം തുടങ്ങിയാൽ പോലീസുകാർ വന്ന് അലമ്പാക്കും, അല്ലെങ്കിൽ മിഡിൽമെൻ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകാർ വന്നിട്ട് ഇവരെന്താക്കും, കച്ചറ ഉണ്ടാക്കും. The family elders were content that other than teaching the art of the bangle making to their children. ആ ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാവരും അവരുടെ പാരന്റ്സ് ഒക്കെ കണ്ടന്റ് ആയിരുന്നു. കണ്ടന്റ് മീൻസ് എന്താണ്, ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷവാന്മാരായിരുന്നു. തന്റെ വരുന്ന ജനറേഷൻ ഈ ഒരു ബാങ്കിൾ മേക്കിംഗ് മാത്രം പഠിപ്പിച്ചുകൊണ്ട്, ബാങ്കിൾ മേക്കിംഗ് അത്ര മോശമല്ല, പക്ഷെ അവർക്ക് വേണ്ട രീതിയിലുള്ള ആ ഒരു അറ്റൻഷൻ സൊസൈറ്റി കൊടുത്തിരുന്നില്ല. എന്നിട്ടും അവരതിങ്ങനെ ട്രഡീഷണലി കൊണ്ടുപോവുകയാണ്. ഒരു കാർ മെക്കാനിക് ആവാനുള്ള ചിന്താഗതി പോലും ഫാഷനെ പോലെ തടഞ്ഞു നിർത്തുകയാണ് ഇതിലൂടെ. They had been able to build them a house to live in. അവർക്കൊരു വീട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. That's all. The boy wanted to be a car mechanic. Car mechanic ആവാനാണ് ആഗ്രഹം. Cars were all that Mukesh had seen on the road of his town. ടൗണിൽ കൂടി അങ്ങോട്ടും കാർ പോണതല്ലാതെ ഇന്നേ വരെ ഒരു കാറിന് ഞെട്ടയക്കാൻ പോലും സഹായിക്കാനൊന്നും അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ ഈ മുകേഷ് ആണല്ലേ, മുകേഷ് അംബാനി, സിദ്ധാർത്ഥ മോനെ ചിലപ്പോൾ ആയിരിക്കും കേട്ടോ, ബിസിനസ് മെന്റാലിറ്റി ഉള്ള ഈ ഒരു മുകേഷ് ചിലപ്പോൾ ഭാവിയിൽ മുകേഷ് അംബാനി ആയതായിരിക്കാം. ഓക്കെ, whatever. ഏതായാലും and so he could not dream any further. അതിൽ കൂടുതൽ അവന് വേറെ ഡ്രീം ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഏതായാലും അത്രേ ഡ്രീം ഉണ്ടായിരുന്നു. ഒരു കാർ മെക്കാനിക് ആവാന്നുള്ള ഒരു ഡ്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നടപടിയാണില്ല. ഓക്കെ, അതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ സംഭവം ആകെ പറയുന്നത്. രണ്ട് ആൾക്കാരാണ് പറയുന്നത്. രണ്ട് ആൾക്കാരെ പേര് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സ്ലൈഡ് എവിടെ കിട്ടും മക്കളെ, കിട്ടാനുള്ള വകുപ്പൊക്കെ നമ്മൾ സെറ്റാക്കി തരാം. അതിന് അവിടെ ഒരു കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്യും. എന്ത് പിൻ ചെയ്യും? നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, അതിന്റെ ലിങ്ക് കമന്റ് ചെയ്തിട്ട് അതെന്താക്കും, അതിൽ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ എല്ലാ സ്ലൈഡുകളും സെറ്റ് ആയിട്ട് കിട്ടും മക്കളെ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി അതിൽ രണ്ട് ക്യാരക്ടേഴ്സിന്റെ പേര് പറഞ്ഞിരുന്നു, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. ഒരാള് അതും മറ്റേ ആള് ആ രണ്ട് ക്യാരക്ടേഴ്സിന്റെ കമന്റ് വരട്ടെ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലായോ? ആ ക്യാരക്ടറിന്റെ പേര് മൈൻഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കൂടിയാണ് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാം. എന്നാൽ നമുക്ക് എന്താക്കാം, അതിന്റെ തീമും പറഞ്ഞിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ ആണോ? ഈ സ്ലൈഡ് കിട്ടുമോനെ? അഹമ്മദ് ഫഹദെ കിട്ടൂടാ? ഓക്കെ. ഇനി നിങ്ങൾ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ പേര് പറയും. പക്ഷെ എനിക്കൊരു സങ്കടം ഉണ്ട് കേട്ടോ, ഇത്രയും ആൾക്കാർ വാച്ചിങ് ഉണ്ടായിട്ടും അത്രയും ആൾക്കാർ ലൈക്ക് ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. മനുഷ്യൻ ഇവിടെ തൊണ്ട കയറി ക്ലാസ് എടുത്തിട്ട് ഒരു ലൈക്ക് ഇടാനുള്ള ആ ഒരു മെന്റാലിറ്റി ഇല്ല മക്കളെ, ഇല്ലേ? അതിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കും, നെക്സ്റ്റ് ഇതിലേക്ക് പോവാണ്. ഓക്കെ. സാഹിബ് ആൻഡ് മുകേഷ് ആദിത്യൻ പറഞ്ഞു. അതുപോലെ തന്നെ ഹംദ സുരേഷ് പറയുന്നു സാഹിബ് മുകേഷ്. ഡെഫിനറ്റ്ലി കുറെ ആൾക്കാർ പറയുന്നുണ്ട്, എല്ലാവരും പേര് പറയാൻ കഴിയുന്നില്ല. സന്തോഷം. യു ഗൈസ് ഗോട്ട് വാട്ട് ഐ ആം കൺവേയിങ്, ഐ തോട്ട്. ഓക്കെ, ആ ഒരു ലൈക്കിന്റെ എണ്ണം കൂടുന്നുണ്ട്. താങ്ക് യു. ഓക്കെ. ഇതിന്റെ തീം പറയാം, ആ ഒരു ചാപ്റ്ററിന്റെ തീം പറയാം. ഇതാണ് നിങ്ങൾക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ട് പിന്നീട് എക്സാം ഹാളിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുക. പല എസ്സേയും പല പാരഗ്രാഫും ചോദിക്കുന്ന സമയത്ത് നോക്കൂ. The sad position of poor children who are forced to have a wretched life and forego the fun times of childhood due to their social circumstances is the subject of the story. Lost Spring ന്റെ ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സാമൂഹിക ആ ഒരു സർക്കംസ്റ്റാൻസ്, ആ ഒരു ചുറ്റുപാട് കാരണം അവരുടെ ഡ്രീംസും പ്രൊഫഷനും നഷ്ടപ്പെട്ടുകൊണ്ട് വെറും ചൈൽഡ് ലേബറിലേക്ക് നീങ്ങപ്പെട്ട രണ്ടു പേരുടെ കഥ പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ലോസ്റ്റ് സ്പ്രിംഗ്. These children are compelled to labor from early age. ചെറുപ്പത്തിലേ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാർ, നോട്ട് ഗിവൻ ദ ഓപ്പർച്യൂണിറ്റി ടു പെർസ്യൂ an education. അവർക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അനീസ് ജംഗ് the writer makes a concert. അനീസ് കുറെ ആൾക്കാർ ചോദിച്ചു നേരത്തെ ഇതിന്റെ ഓദർ പേര് അനീസ് കേട്ടോ. അനീസ് ജംഗ് the writer makes a concert effort to end child labor. ഇവിടെ അവസാനിക്കണം എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ വലിയൊരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്, ഇതിലൂടെ പ്രകടിപ്പിച്ചതാണ് ആര്? നമ്മുടെ ഓദർ കേട്ടോ. She advocates the government enforcement of strict law prohibiting child works as well as enforced education of children. ഈ ഒരു ചൈൽഡ് ലേബർ ഒക്കെ നിർത്തിയിട്ട് വിദ്യാർത്ഥികൾക്ക്, ആക്ച്വലി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് തുടങ്ങുമെന്ന് അഡ്വൈസ് ചെയ്യുന്നു. The word was spread so that the child exploitation might be stopped and all children could enjoy their happy springtime days. അതുകൊണ്ടാണ് ലോസ്റ്റ് സ്പ്രിംഗ് എന്ന് കൊടുത്തത്. അവരുടെ സ്പ്രിംഗ് ടൈം ആണ്, അവരുടെ സ്പ്രിംഗ് സിറ്റുവേഷൻ ആണ്, അവരുടെ സ്പ്രിംഗ് സീസൺ ആണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് അവർ they have to gain the knowledge at that time. Okay, ആ സമയത്ത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കരുത്. സോ നിങ്ങളും ഇത് മൈൻഡിൽ ഉണ്ടാവുക. എവിടെയെങ്കിലും ചെറിയ കുട്ടികൾ പണിയെടുക്കുന്നത് കണ്ടാൽ you guys have to. ഇതൊരു സോഷ്യൽ റിഫോർമേഷന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ.
Then സാഹേബ് എ അലാം റാഗ് പിക്കർ ആയിരുന്നു. മുകേഷ് ബാംഗിൾ ഫാമിലി. ഇത് മൈൻഡിൽ ഉണ്ടാവുക. Then you can remember every kind of stories from this chapter. Okay ആണോ? ഇത് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഇമോജി ഉണ്ട്, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയ കണ്ടെത്തുക. ഇങ്ങനെയുള്ള ഒരു ഇമോജി ഉണ്ട്, ഒരു ഹാൻഡ് കഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമോജി ഉണ്ട്. പറ്റുകയാണെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ I can understand you guys could go what I'm conveying. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഈ ഒരു ഇമോജി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, സജി മോഹൻ കറൻസ് ആ ഒരു ഇമോജി ഇട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഐ എം റിയലി ഹാപ്പി. ഒരാൾക്ക് മനസ്സിലായെന്ന് കരുതുന്നുണ്ട്. ഓക്കെ സിഗ്മന്റെ ഇമേജ് ഒക്കെ ഇട്ടുണ്ട്. ഈ സിഗ്മ അല്ലടാ മറ്റത്, ഈ ഒരു സംഭവം അത് കണ്ടെത്തിയില്ല, അതുകൊണ്ടായിരിക്കും അല്ലേ. ഓക്കെ ആ ഇമോജിക്ക് വേണ്ടി ഗൂഗിൾ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. മുകേഷ് അംബാനിന്റെ ബാക്ക് സ്റ്റോറിയാണ്. ഓക്കെ, മെർസൽ ഗെയിമിംഗ്. കുറെ ആൾക്കാർക്ക് ആ ഒരു ഇമോജി കിട്ടിയിരിക്കുന്നു ഗൈസ്. ഐ എം റിയലി ഹാപ്പി, ഐ എം റിയലി കണ്ടന്റ്. ഓക്കെ, ഏതായാലും സന്തോഷമായി ഹാപ്പിനെസ് ഇസ് ഓവർലോഡഡ്. പക്ഷേ ഇനി ഒരു പക്ഷേ ഇല്ല. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഡീപ്പ് വാട്ടർ എന്ന് പറയുന്ന നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്ന കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ഡെഫിനറ്റ്ലി സാറുടെ നെയിം എന്താണ്. ചിലപ്പോൾ ആദ്യമായിട്ട് വന്ന ആൾക്കാരുണ്ടാവും, അതുമായിട്ടല്ല അപ്പൊ കൂടുതലായിട്ടൊന്നും ഇല്ലല്ലോ ഈ ഒരു ലൈവ് തുടങ്ങിയിട്ട്. ഓക്കെ, ഏതായാലും എൻ്റെ പേര് ജംഷാദ് അലി. Okay, Jamshad Ali is my name and you guys can actually the Xylem calls me JD. Xylem enne vilikkunnathu JD എന്നാണ്. Actually you as a Xylemians you also can call me JD എന്ന് വിളിക്കാട്ടോ. Okay, സെറ്റ് അല്ലേ? Okay, സിഗ്മക്കാർ കുറെ ഉണ്ടല്ലോ അല്ലേ, സിഗ്മ. ഓക്കെ, അതിന്റെ ഇമോജി ഒക്കെ ഇട്ട വേറെ നെഗറ്റീവ് സംഭവം വരും, അതുകൊണ്ടാണ്. ഏതായാലും ഡീപ് ഇതിൽ ഇമോജി ഇട്ടുള്ളൂ, നമ്മളെ ഫേസിൽ എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാല് ഈ മറ്റേ ഇതിന്റെ സിഗ്മന്റെ വില്യം ഡഗ്ലസിന്റെ ഡീപ്പ് വാട്ടർ എന്ന് പറയുന്ന ഭയങ്കര ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയിലേക്ക് അടക്കാൻ പോവാണ്. സന്തോഷം മക്കളെ. ഓക്കെ, then the story has been taken from the author's autobiography of Men and Mountains. അപ്പൊ വില്യം ഡഗ്ലസ് ആണ് ഇതിന്റെ ആള്, കാരണം അത് ഓട്ടോബയോഗ്രഫിയാണ്, സ്വന്തം കാര്യം എഴുതിയതാണ്. അപ്പൊ ഓഫ് Men and Mountains എന്ന് പറയുന്നത് തന്റെ ആ ഒരു ഓട്ടോബയോഗ്രഫിയുടെ ഒരു പാർട്ടാണിത്. In this space he tells about his fear of water and how he conquered it. അവന്റെ വെള്ളത്തോടുള്ള പേടി. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ പേടിയായിരിക്കും. നിങ്ങളുടെ പേടി എന്താണ്? ഓക്കെ, ജസ്റ്റ് പറയൂ, നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള ഒരു സംഭവം എന്താണ്? പാറ്റിയാനെയാണോ, കൂറാച്ചിനെയാണോ? ഹൈറ്റ് പേടിയുള്ള ആൾക്കാരുണ്ടാവും, പാമ്പിനെ പേടിയുള്ള ആൾക്കാരുണ്ടാകും. അതുപോലെ നിങ്ങളുടെ പേടി എന്താണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ അതുപോലെ ഇവിടെ ഇദ്ദേഹത്തിന് പേടിയുള്ളത് വെള്ളത്തിനെയാണ് പേടി. ബൈ ഡിറ്റർമിനേഷൻ ആൻഡ് വിൽ പവർ, അദ്ദേഹത്തിന്റെ ആ ഒരു ഡിറ്റർമിനേഷൻ അതുപോലെ തന്നെ വിൽ പവർ കാരണം അത് അദ്ദേഹം കൺക്വർ ചെയ്യുന്നു, അത് അദ്ദേഹം മറികടക്കുന്നു, അതിജീവിക്കുന്നു. ലെറ്റ്സ് സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ JD സാർ ഓക്കെ നല്ലൊരു അഹമ്മദ് ഫഹദിന്റെ കമന്റ് നോക്കിയോ. ഒരു ഡൗട്ട് സാർ, ഈ ഡയറ്റ് വാട്ടറിൽ ഇത്രയല്ലോ കഥ ഉണ്ടല്ലോ, ഇവൻ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഇവൻ ചാവൂല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ കണ്ടിട്ടാണോ ചിന്തിക്കുന്നത്? ഓക്കെ, നോ സീൻ മാൻ. ആ ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ യു ഗൈസ് ഓൾസോ ക്യാൻ. ഓക്കെ, കുറെ ആൾക്കാർ പാറ്റന്റെയും പല്ലിന്റെയും ആ ഒരു ഇതിന്റെ പേരുണ്ട്, എക്സാമിന് പേടിയുള്ള ആൾക്കാരുണ്ട്. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, വൈ ഫിയർ വെൻ Xylem ഈസ് ഹിയർ. ഓക്കെ, ആ ഒരു വിൽ പവർ നമുക്ക് കണ്ടാലോ? സെറ്റ് ആണോ? ആസ് എ ചൈൽഡ് വെൻ ഹി വാസ് 3 or 4 years old, കുഞ്ഞായിരിക്കും, 3 വയസ്സ് 4 വയസ്സുള്ളപ്പോൾ സ്കൂളും കൂടി ചേർന്നില്ല, നഴ്സറിയിൽ ഒറ്റവായിരിക്കും. അന്ന് ഹി വുഡ് ഗോ ടു ദ ബീച്ച് ഇൻ കാലിഫോർണിയയിലെ ബീച്ചിലേക്ക് പോകും. ആൻഡ് വിത്ത് ഹിസ് ഫാദർ, തന്റെ അച്ഛന്റെ കൂടെ, ഹി വുഡ് ഗെറ്റ് സ്കേർഡ് by the might of the huge waves. വലിയ തിരമാലകൾ കണ്ടിട്ട് ഇവന് പേടിയാകും. ഇവന്റെ അച്ഛനെ ഫസ്റ്റ് അടിക്കണം അല്ലെ, ഈ ചെറിയ പൈതലിനെയും കൂടി ചെറുക്കനെയും കൊണ്ടിട്ട് വലിയ തിരമാല കാണിക്കാൻ പോയതല്ലേ, കാണിച്ച പക്ഷെ അതിന്റെ ഉള്ളിൽ കൂടി കൊണ്ടുപോകണ്ടല്ലോ. and which swept over him and it put fear in his subconscious mind. അവന്റെ ആ ഒരു സബ്കോൺഷ്യസ് മൈൻഡില് ഇത് വലിയ തിരമാല അവന്റെ മുകളിലേക്ക് വീഴുന്ന സമയത്ത് ഇവൻ നന്നായിട്ട് പേടിയായി. എന്റെ അച്ഛനെ കണ്ടാൽ ശരിയാക്കി കൊടുക്കണം ഫസ്റ്റ്. നിങ്ങളും ഭാവിയിൽ അച്ഛന്മാരാവുമല്ലോ, ചെറിയ മക്കളെ ഇത് കണ്ട് പേടിപ്പിക്കരുത് കേട്ടോ, അവരുടെ മനസ്സിൽ എന്താവും, പേടി നിറയും. ഓക്കെ, JD ഇന്ന് പേടിയുണ്ടോ? No guys, I don't have any fear because I have the support from the Xylemians, from the +2 CBSE students, whatever. അങ്ങനെ പേടിച്ചു, ചെറുപ്പത്തിലെ പേടി കിട്ടി. A few years later in his eagerness to learn swimming, അവന് കുറച്ച് പ്രായമായ സമയത്ത് അവന് ഈ സ്വിമ്മിങ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. He joined a swimming pool ജോയിൻ ചെയ്തു. സ്വിമ്മിംഗ് പൂളിൽ പോയി ജോയിൻ ചെയ്തു എന്നല്ല, അവിടെ പോയിട്ട് എന്താക്കി, സ്വിമ്മിങ് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു. Where an incident further increased his terror. വീണ്ടും അവിടെ പോയപ്പോഴും പണി കിട്ടി. നോക്കാം എന്താണ്. He was pushed
into the pool by another boy. നിങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ അലമ്പ് ഫ്രണ്ട്സ്? വേറെ ഇത് ഫ്രണ്ട്സ് അല്ല, ഇത് വേറെ ഒരു സ്ട്രേഞ്ചർ ആണെന്ന് തോന്നുന്നു. ഒരുത്തനെ എടുത്തിട്ട് ഇവൻ എടുത്തിട്ട് എന്താക്കി, കുളത്തിലേക്ക് ഇട്ടു, പൂളിലേക്ക് എടുത്തിട്ട് ആൻ എക്സ്പീരിയൻസ് ഡെത്ത് ക്ലോസ്ലി. ഏകദേശം ചാവാനായി കിടക്കാണ്. ഇഷ്ടംപോലെ വെള്ളം കുടിക്കാതെ മരിക്കുമെന്ന് പറയില്ലട്ടോ. വെള്ളത്തിൽ ഇതിന് മുങ്ങുന്ന സമയത്ത് ഇഷ്ടംപോലെ വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അങ്ങനെ മരിക്കാൻ അടുത്തായിരുന്നു. Many years after that incident he stayed away from the water. അതിനുശേഷം കുറേ വർഷങ്ങളോളം അവന് വെള്ളത്തെ തൊട്ടില്ല. മീൻസ് ഓക്കെ, ചില ഒരു പഴഞ്ചൊല്ല വരുന്നുണ്ട്, മിന്നാമിനിങ്ങനെ മീൻസ് ആക്ച്വലി തീക്കൊള്ളിയോണ്ട് ഏറ് കിട്ടിയ നായ്ക്കുട്ടിക്ക് എന്താണ് ഈ ഒരു മിന്നാമിനിങ്ങനെ കാണുന്നത് വരെ പേടി എന്ന് പറഞ്ഞ പോലെ ഇവന് പിന്നെ വെള്ളം തൊടാനേ പേടി. പിന്നെ കുളിക്കൂലാതെ നല്ലട്ടോ, അങ്ങനെയല്ല, വെള്ളം വലിയ ആ ഒരു പോൺസ് അതിന്റെ അടുത്തേക്ക് പോവാറില്ല. But the desire to go fishing and swimming in nature was strong enough to motivate him to overcome his fear. പക്ഷെ ഇവന് മീൻ പിടിക്കുക, അതുപോലെ തന്നെ ഇതിൽ സ്വിമ്മിങ് ചെയ്യുക, അതുപോലെ കനോയിങ് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ ചാപ്റ്ററിൽ. ആക്ച്വലി എന്താ, ബോട്ട് തുഴയുക, ഇങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അവന്. ഓക്കെ, അത് കാരണം അവൻ എങ്ങനെയെങ്കിലും ഈ ഒരു പേടി മറികടക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഡീപ്പ് വാട്ടർ കാണുമ്പോഴേക്കും അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് ബോധം കിട്ടി വീഴുന്ന ആളാ. പക്ഷെ ഇത് ആഗ്രഹം ഇങ്ങനെയാണോ. And then he learned swimming with the help of an instructor. ഒരു ഇൻസ്ട്രക്ടറുടെ സഹായത്താൽ അവൻ എന്താക്കി, നീന്താൻ പഠിച്ചു. വാവ്, ഗ്രേറ്റ്. നമ്മൾ ലേണിംഗ് എടുക്കുന്ന മാതിരി. എന്തിന്, എവിടെ നമ്മൾ ലൈസൻസ് കിട്ടാൻ മീൻസ് ആക്ച്വലി ഡ്രൈവിംഗ് ലൈസൻസിന് എടുക്കൂലേ, അതിന് ലേണിംഗ് എടുക്കുന്ന സമയത്ത് എന്തേ അറിയുള്ളൂ, ആ ഡ്രൈവിംഗ് ആ ഒരു 8 ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. കാറാണെങ്കിൽ, ബൈക്കാണെങ്കിൽ 8 മാത്രമേ എത്തും, മര്യാദയ്ക്ക് ഓടിക്കാൻ അറിയാനുണ്ടാവില്ല. അങ്ങനെ who ensured that William knew swimming well enough to be able to swim in a huge lake and waterfall also. വലിയ വെള്ളച്ചാട്ടത്തിൽ നിന്നും അതുപോലെ തന്നെ വലിയ കായലിൽ നിന്നും നീന്താനുള്ള ഒരു അബിലിറ്റി നീ നേടിക്കഴിഞ്ഞു എന്ന കോൺഫിഡൻസോട് കൂടി ഇൻസ്ട്രക്ടർ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇവനെ ഞാൻ അങ്ങനെ നേടിയിട്ടുണ്ടോ? സപ്പോസ് സൈലത്തിന്റെ ക്ലാസ് കണ്ടാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുമെന്ന് ഞാൻ പറയുന്നു. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇനിയിപ്പോ ഞങ്ങൾക്ക് പാസ്സാൻ കഴിയൂലേ എന്ന് തോന്നുന്നത് പോലെ വില്യം ഡഗ്ലസിന് തോന്നാണ് ഇനിയിപ്പോ എനിക്ക് നീന്താൻ കഴിയൂലേ എന്ന് തോന്നാണ്. പക്ഷേ ഇൻസ്ട്രക്ടർ പറയാണ്, JD സാർ പറയാണ്, യു ക്യാൻ പാസ് ദ എക്സാം ബൈ വാച്ചിങ് ദ സൈലംസ് ഈ ഒരു ലൈഫ്. ഓക്കെ, അങ്ങനെ ഇൻസ്ട്രക്ടർ പറഞ്ഞു ഏത് വലിയ കായലും നിനക്ക് നീന്തി കടക്കാം എന്ന് പറയുന്നു. Then still when he would swim, the fear from his childhood experience fixed firmly in his subconscious mind. പക്ഷേ ചെറുപ്പത്തിലേ ഉള്ള ഒരു പേടി അവന്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. ചെറുപ്പത്തിലേ നമുക്ക് ഈ പ്രേതഭൂത കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ പാരൻസും കാര്യങ്ങളും കൊക്കാച്ചി വരുന്ന് പേടിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രേത ഫിലിം കാണുന്ന സമയത്ത് രോമാഞ്ചമൊക്കെ കണ്ടാൽ നമുക്ക് എന്താക്കും, ഇനിയിപ്പോൾ ശരിക്കും പിന്നെ മറ്റേ ആത്മാവേ വാ എന്ന് പറഞ്ഞ പോലെ ഗോഡ് സ്പിരിറ്റ്സ് പ്ലീസ് കം എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസ് ഒക്കെ നീങ്ങി ആത്മാവ് വരുമെന്ന് നമുക്ക് തന്നെ തോന്നുന്നു. ഇതിന് ശരിയാണ്, നമ്മൾ ചെറുപ്പത്തിൽ കേട്ട കഥയായിട്ട് റിലേറ്റഡ് ആണല്ലോ എന്നുള്ള ആ ഒരു കണക്ഷൻ വരുന്നത് പോലെ ഡഗ്ലസിന് തോന്നി ചെറുപ്പത്തിലേയുള്ള ആ ഒരു പേടി കാരണം ഇത് ശരിക്കും പേടിയായി. മൈൻഡ് വുഡ് ഗ്രിപ്പ് ഹിം ഓവർ ആൻഡ് ഓവർ അഗൈൻ. നീന്താൻ പഠിച്ചിട്ടും ചെക്കൻ ആ ഒരു സ്ട്രോങ് കിട്ടില്ല. ഹി വാണ്ടഡ് ടു കൺക്വർ ദാറ്റ് ഫിയർ. ആ ഒരു പേടി അവനെ മറികടക്കണം. എങ്ങനെ നോക്കൂ, ഹി ഫേസ്ഡ് ഇറ്റ് സർക്കാസ്റ്റിക്കലി. അവനെ സർക്കാസ്റ്റിക്കലി വളരെ എന്താ പറയാ അതിനെ വിമർശിച്ചുകൊണ്ട് അവൻ നേടി. തിങ്കിങ് ദാറ്റ് നൗ ആസ് ഹി ന്യൂ ഹൗ ടു സ്വിം, അവൻ ഏതായാലും നീന്തൊക്കെ പഠിച്ചല്ലോ, വാട്ട് ഹാം കുഡ് ഇറ്റ് ഡു ഇറ്റ് ടു ഹിം. ഏതായാലും ഞാൻ എന്താക്കി നീന്തം പഠിച്ചു, ഇനി എന്നെ എന്ത് ഹാംഫുൾ ആക്കാനാ, ഇനി ഏത് കുളത്തിൽ എനിക്ക് ചാടിക്കൂടെ, ഞാൻ നീന്തം പഠിച്ചില്ലേ, why are you fearing എന്ന് സ്വന്തം ചോദിച്ചുകൊണ്ടിരിക്കുക. He challenged his fear in the face of it and finally it would vanish. അങ്ങനെ അവൻ ചലഞ്ച് ചെയ്തു, എടുത്തു ചാടി. അവൻ അതങ്ങനെ എടുത്തു ചാടാൻ തീരുമാനിച്ചു. എന്തിലേക്ക്, ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടാൻ തീരുമാനിച്ചു. JD ഒരു പെഗ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തരാടാ, ഒരു പെഗ് മാത്രമാക്കണ്ട, വേറെയും കുറെ സംഭവം ഉണ്ടല്ലോ, സെറ്റാക്കടാ. JD അങ്ങനെ JD വേറൊരു സംഭവം ഉണ്ടല്ലോ, ചിലപ്പോൾ അതായിരിക്കും കേട്ടോ അവൻ ഉദ്ദേശിച്ചത്. സെയിം നൗഷാദേ, ഓക്കേടാ. Then it was baseless fear instilled in his subconscious mind. അവൻ ഒരു ബേസ് ഇല്ലാത്ത ഒരു ഭയമാണ് അവനിൽ ഉണ്ടായിരുന്നത്. സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എനിക്ക് നന്നായിട്ട് മൊബൈൽ യൂസ് ചെയ്യാൻ അറിയാം, വാട്സപ്പിൽ സ്റ്റേറ്റസ് ഇടാൻ അറിയാം, എല്ലാവർക്കും ഷെയർ ചെയ്യാൻ അറിയാം. എന്നാലും എനിക്കൊരു പേടി, എനിക്കിത് അറിയില്ലേ, അതിലെന്തെങ്കിലും ബേസ് ഉണ്ടോ? ഇല്ല, അത് ബേസ് ഇല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സപ്പോസ് നിങ്ങൾക്ക് ഉറപ്പല്ല, നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബിന്റെ ലിങ്ക് എടുത്തിട്ട് എല്ലാ ക്ലാസ്സിലും നിങ്ങളുടെ ക്ലാസ് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ അറിയാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ, ആ ഒരു പേടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്നിട്ടും നിങ്ങൾ എന്തിനും മടിക്കുന്നു ടു ഷെയർ ദ ലിങ്ക് ഓഫ് ദിസ് വീഡിയോ. ഓക്കെ, അത് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് പോലെ അവൻ എന്നെ തോന്നുന്നു എനിക്ക് നീന്തൽ അറിയില്ലേ. ഓക്കെ, ആ ഒരു ബേസ് ഇല്ലാത്ത ഫിയർ അവൻ ഉണ്ടായിരുന്നു. ദിസ് എക്സ്പീരിയൻസ് വാസ് വാല്യുബിൾ ഫോർ ഹിം.
ആ ഒരു എക്സ്പീരിയൻസ് അവന് വാല്യബിൾ ആയിരുന്നു. എങ്ങനെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണം. ഹി ഹാഡ് എക്സ്പീരിയൻസ് ടെറർ ആൻഡ് ഡെത്ത്. അവന് ഭയങ്കര ടെററും ഡെത്തും ഒക്കെ അവൻ എക്സ്പീരിയൻസ് ചെയ്തു. എവിടെ അവസാനം ആ ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടിയ സമയത്ത് ഹി ഓവർകെയിം, അവൻ അത് ഓവർകം ചെയ്തു. ജാക്ക് ഡാനിയൽസ് ആണോ ചോദിക്കുന്നുണ്ട് അതിന്റെ ഫുൾ ഫോം? നോ, ദ ഫുൾ ഫോം ഓഫ് ജെഡി ഈസ് നോട്ട് ജാക്ക് ഡാനിയൽ, ഇറ്റ്സ് ജംഷാദ്. ഓക്കെ, അത് മതി, ജാക്ക് ഡാനിയലൊക്കെ ഒന്ന് പോകണ്ട. ആൻഡ് ഫൈനലി കൺക്വേർഡ് ഇറ്റ്. അവൻ അവസാനം എന്താണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അത് കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ യു ക്യാൻ കൺക്വർ വാട്ട് എവർ കൈൻഡ് ഓഫ് ഫിയർ. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പേടിയാണുള്ളത് അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയും if you are doing the same thing, whatever. Then William realized that the death is peaceful. മരണം എന്നുള്ളത് പീസ്ഫുൾ ആണ്. നമ്മുടെ ഡഗ്ലസിന്റെ വാക്കൊക്കെ നല്ല പവർഫുൾ വാക്കാണ്. മരണം എന്നുള്ളത് പീസ്ഫുൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഫിയർ ഓഫ് ഡെത്ത് ദാറ്റ് ഈസ് ടെററൈസിങ്. ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു സംഭവം വെച്ചാൽ മരിക്കുമോ എന്നുള്ള പേടിയാണ് ഏറ്റവും വലിയ ടെററൈസിങ്, പേടിപ്പെടുത്തുന്നത്. അല്ലാതെ മരണമല്ല. മരിക്കാന്ന് പറഞ്ഞാൽ ഈസി. ഓക്കെ, മരിച്ച ഈസി അല്ല കേട്ടോ. ഓക്കെ, അത് മരിക്കുക എന്നുള്ള ആ ഒരു മൊമെന്റ് സീനാണ്. മരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് പറയുന്നത്. ഹിസ് വിൽ ടു ലിവ് ലൈഫ് ഗ്രൂ ഇന്റൻസ്ലി ആസ് ഹി ഹാഡ് ഓവർകം ഹിസ് ഫിയർ. ആ ഒരു പേടി മാറിയതിനു ശേഷം ഇനി കുറെ കാലം ജീവിക്കുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് വരികയാണ്. അൺസ്റ്റാർട്ടഡ് ലിവിങ് ഫിയർലെസ്ലി. പിന്നീട് അദ്ദേഹം വളരെ ഫിയർലെസ് ആയിട്ട് ഭയമില്ലാതെ ധൈര്യത്തോടു കൂടി ജീവിച്ചു. അതുപോലെ ഓക്കെ സാർ ചാറ്റിൽ നോക്കാതെ ക്ലാസ് എടുക്കാൻ ചോദിക്കുന്നുണ്ട്. ഓക്കെടാ, സെറ്റ് ആക്കാം. ഓക്കെ, അതായിരിക്കും ബെറ്റർ അല്ലേ? ഓക്കെ, പക്ഷേ ഐ നീഡ് ടു വാച്ച് യുവർ റീപ്ലേസ്. ഓക്കെ, നിങ്ങളുടെ റീപ്ലേയും കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. കാരണം നിങ്ങളുടെ ആ ഒരു റീപ്ലേ കൂടി കിട്ടിയാലേ നമ്മൾ ഏത് രീതിയിലേക്കാണ് നമ്മുടെ ക്ലാസ് പോവേണ്ടത് മനസ്സിലാവുള്ളൂ. whatever, എന്നാലും മാക്സിമം ശ്രമിക്കാം കേട്ടോ. ഓക്കെ, നൈസ്. ഓക്കെ, ഇതാ വേടതാ സാർ പ്ലീസ് റീപ്ലേ എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, രണ്ടും കൂടി കോൺട്രാഡിക്ടറി ആയില്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഓക്കെ, whatever. ഇനി നമുക്ക് അതിന്റെ തീം കൂടി നോക്കാൻ പോവാണ്. ഏതായാലും ജസ്റ്റ് ഇതിന്റെ വില്യം ഡഗ്ലസിന്റെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. ഇതിന്റെ തീം കൂടി പറയാം കേട്ടോ. ഓക്കെ, ദെൻ ഓക്കെ, ഇവിടെ ഒരു ക്യൂ വന്നിട്ടുണ്ട്. അത് ക്യൂ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. Okay, then this lesson is taken from William Douglas autobiographical book of Men and Mountains എന്ന ഓട്ടോബയോഗ്രഫി എടുത്താണ്. മറക്കരുത്, ഇത് എവിടെ നിന്ന് എടുത്തതാണ്? Okay, of Men and Mountains. Okay, which deals with the subject of conquering fear. ധൈര്യം മീൻസ് ആക്ച്വലി പേടിയെ മറികടക്കുക, അതിനെ കീഴടക്കുക എന്നുള്ള ഒരു സംഭവമാണ് അതിൽ പറയുന്നത്. ഹി ടോക്സ് അബൌട്ട് ഹൗ ഹി ഫൈനലി ഓവർകം ഹിസ് ഏർലി ഫോബിയ ഓഫ് സീ. കടലിനെ പേടി ഉണ്ടായിരുന്നു, അവൻ അതിനെ എങ്ങനെ ഓവർകം ചെയ്തു എന്നാണ് ഇതിൽ പറയുന്നത്. The incident in swimming pool where a bully nearly drowned him as a youngster and the boyhood experience of being knocked down by the waves at the California beach. കാലിഫോർണിയ ബീച്ചിൽ വേവ്സ് വന്ന സമയത്ത് അവന്റെ ആ ഒരു ബോയ്സ് ആയിരിക്കുന്ന സമയത്ത് അവന്റെ കംപ്ലീറ്റ് ഫിയറും അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ഒരു ചെക്കൻ അവരെ ബുള്ളിങ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവൻ എന്താക്കി ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിട്ട അനുഭവം അവന്റെ മനസ്സിലുണ്ടായിരുന്നു. And contributed to a dread of water that haunted him even as an adult. അവൻ അഡൽട്ട് ആയിട്ടും വലിയ കുട്ടിയായിട്ടും നിങ്ങളെപ്പോലെ വലിയ ആളായിട്ടും പിന്നെ എന്റെ പൊന്നവാടെ ഓഫ് സൈഡ് എലിയ പറയുന്നു പഠിക്കാൻ ഓൺ ബുക്ക്, കിച്ചണിൽ ചെയ്യും കുക്ക്, JD സൂപ്പർ ലുക്ക്. ഓക്കെ, നമ്മുടെ പിക്കപ്പ് ലൈൻ അല്ലേ? വളരെ സന്തോഷം മോനെ ഓഫ് സൈഡ് എലിയ. ഓക്കെ, ഏതായാലും ഇപ്പൊ പിക്കപ്പ് ലൈനിന്റെ കാലഘട്ടമാണല്ലോ. കൊള്ളാടാ. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കട്ടോ, കുറച്ച് ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പിക്കപ്പ് ലൈനോട് ചിലപ്പോൾ എക്സാം പാസ് ആയി കാണണമെന്നില്ല. ഏതായാലും സംഭവം അടിപൊളിയാണ്. ഓക്കെ, whatever. ഏതായാലും അവനൊരു അഡൽട്ട് ആയിട്ടും പഴയ ഓർമ്മകൾ കാരണം അവൻ എന്താക്കുന്നില്ല, മൈൻഡിൽ നിന്ന് ആ ഒരു ഫിയർ പോകുന്നില്ല. He ultimately made the decision to face his anxiety because he was unable to enjoy swimming. അങ്ങനെ ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും നേരിടണം. കാരണം എന്താ, അവന് സ്വിമ്മിങ് ചെയ്യണം, ഫിഷിംഗ് ചെയ്യണം, ബോട്ടിംഗ് ചെയ്യണം, മറ്റുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലെ. ഹിസ് ഫർദർ അറ്റംപ്റ്റ്, അതുപോലെ നിങ്ങൾക്കും ഉണ്ടാകും ആഗ്രഹം, അതുപോലെ എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അതിന് ഫസ്റ്റ് എന്താവണം, +2 പാസ് ആവണം. ദെൻ അതിനാണ് മക്കളെ നീറ്റിന്റെ ക്രാഷ് കോഴ്സ് 2023 തടി കൂടി എഴുതി നീങ്ങുന്ന നൗ ജസ്റ്റ് hours 4,250 rupees പ്ലസ് ആണ്. പ്ലസ് ESC നമ്മൾ ജസ്റ്റ് അഡ്മിഷന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കോൺടാക്ട് നമ്പറോട് കൊടുത്തിട്ടുണ്ട്. 6990 എന്നുള്ള നമ്പർ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി യു ഗൈസ് ക്യാൻ ക്രാക്ക് ദ നീറ്റ് ഓൾസോ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ഭാവിയിൽ എന്താക്കണം, ഈ ഒരു വില്യം ഡഗ്ലസിനുള്ളതുപോലെ എന്താക്കണം, എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അതിന് നീറ്റ് പാസ് ചെയ്യണം, അതുപോലെ തന്നെ JEE സംഭവങ്ങൾ പാസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. ദാറ്റ്സ് വൈ ദ Xylem
is here. Okay, ആ ഒരു ഇൻസ്ട്രക്ടറുടെ ആ ഒരു സംഭവമാണ്. അതുപോലെയാണ് നമ്മുടെ സൈലം ഇവിടെ ഉള്ളത്. നിങ്ങളെ കണക്ട് ചെയ്ത് തരും ഭാവിയിലേക്ക്. ഓക്കെ, ആ പിക്കപ്പ് ലൈൻ പറഞ്ഞവൻ ജയിച്ചു, മറ്റന്നാൾ ഉറപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഏതായാലും കാർത്തിക് ഓക്കെ നോക്കാം. ഹിസ് ഫർദർ അറ്റംപ്റ്റ് ടു ഗെറ്റ് ഓവർ ദ ഫിയർ ഡെമോൺസ്ട്രേറ്റ് ഹിസ് ഗട്ട്സ് ആൻഡ് വിൽ പവർ. അവന്റെ അതിനുശേഷമുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ പവറും അതെങ്ങനെ നേടിയെടുക്കാമെന്നുള്ള പവറും കാരണം അവൻ എന്താക്കുന്നു, അവന് ആ ഒരു ഫിയറിനെ ഓവർകം ചെയ്യുന്നു. Therefore the message being sent to us is that മെസ്സേജ് ആണ്, അതിന് കളർ മാറ്റി ഹൈലൈറ്റ് ചെയ്യണം. One must get over their fear. എന്തൊരു പേടിയാണോ അവനുള്ളത് അവൻ അതിനെ എന്താക്കണം, മറികടക്കണം. അവന് സ്വിമ്മിങ് അറിയായിരുന്നോ? ഇല്ല. ആരെടുത്തുനിന്ന് പഠിച്ചു? ഇൻസ്ട്രക്ടർ അടുത്ത് പഠിച്ചു. അവൻ എന്തായിരുന്നു പേടി? അവന് വെള്ളത്തെ പേടിയായിരുന്നു. ഇൻസ്ട്രക്ടർ അടുത്തുനിന്ന് ആ ഒരു സ്വിമ്മിങ് പഠിക്കുന്നു, അവന്റെ പേടിയെ മറികടക്കുന്നു, അല്ലെങ്കിൽ അവന്റെ ആഗ്രഹം സഫലീകരിക്കുന്നു. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാകും ആഗ്രഹം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഇൻസ്ട്രക്ടർ അടുത്ത് ഒരു സൈലം ഇവിടെ കോഴ്സ് നടത്തുന്നുണ്ട്. കയറി ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം എന്താവും, സഫലീകരിക്കും. നീറ്റ് പോലത്തെ എക്സാം ആണോ നിങ്ങളുടെ ഫിയർ? ഡോണ്ട് വറി, സൈലം ഇസ് ഹിയർ. ഇനി ഈ ഒരു ചാപ്റ്റർ ഓക്കെ ആണ്, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇമോജി ഇട്ടാൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ആ ഒരു ഇമോജി മറന്നിട്ടില്ലല്ലോ, ഹാൻഡ് കഫിന്റെ ഇമോജി ഇടുക. തപ്പിയെടുത്തോ മക്കളെ. ഓക്കെ സെറ്റ് അല്ലേ? ഫ്ലമിംഗോ വിസ്റ്റാസ് ഒക്കെ ഏതാണ് ഇമ്പോർട്ടൻറ്റ് ചോദിക്കുന്നത്? രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രണ്ടും ഓരോ പാസേജിൽ നിന്ന് ഓരോന്നിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. ഓക്കെ സെറ്റ് ആണോ? ഓക്കെ, ആ ഇമോജി വരുന്നുണ്ട്. ഇമോജിയുടെ വരവാണ്. JD ബ്രോ ടൈം ഔട്ടിൽ പോയി, സ്ലൈഡ് മാറിപ്പോയിട്ടോ, ഫുള്ള് കഴിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ഓക്കെ, കുറച്ചുകൂടി സ്ലോ ആക്കുവാൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ഓക്കെ ഇതാണല്ലോ, അതുകൊണ്ടാണ് മാക്സിമം കുറച്ചുകൂടി സ്ലോ ആകട്ടോ. ഓക്കെ സെറ്റ്. ഓക്കെ, ആ ഒരു ഇമോജി കണ്ടപ്പോൾ സന്തോഷമായി. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്നു. The rat trap. ഓക്കെ, എലിക്കണി എന്താ സംഭവം നോക്കാം. ഒരു എലിക്കണിയുമായിട്ട് ഇത് വിൽക്കാൻ നടക്കുകയാണോ? അതെ, വിൽക്കാൻ നടക്കുന്ന ഒരു ചെക്കന്റെ ഫോട്ടോ, ഒരു പ്രായമായ ഒരാളുടെ ഫോട്ടോ ആണ്. ഓക്കെ മതി, നിർത്തുമോ ഇമോജി നോക്കി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇട്ടോളാം, അത് ജസ്റ്റ് ഒരു വൈബാണ്, നിങ്ങളുടെ ഒരു സന്തോഷമാണ്. നമുക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഇടുന്ന ആൾക്കാരെക്കാൾ. ഓക്കെ then ഇതാ റാറ്റ് ട്രാപ്പിനെ പറ്റി പറയുന്നത്. റാറ്റ് ട്രാപ്പ് is a story about a rat trap seller who leads a very poor life as his earning is very low. വളരെ പാവപ്പെട്ട, ഏർണിങ്സ് ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരു റാറ്റ് ട്രാപ്പ് സെല്ലറെ പറ്റിയിട്ടാണ് ഈ ഒരു കഥ പറയുന്നത്. He has to resort to thievery and begging to make both ends. രണ്ട് തലയും കൂട്ടിമുട്ടാൻ വേണ്ടിയിട്ട്, തന്റെ ജീവിതത്തിന്റെ രണ്ട് തലയും കൂട്ടിമുട്ടാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ കൂട്ടിമുട്ടിക്കല്ല. അവന്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ആരുടെ അടുത്തെങ്കിലും കട്ടെടുക്കണം, അല്ലെങ്കിൽ എന്താക്കണം, ബെഗ് ചെയ്യണം, വല്ലതും തരണേ എന്ന് പറഞ്ഞിട്ട് എന്താക്കണം, ബെഗ് ചെയ്യണം. ഹി ഈസ്, അത്രക്കും ദാരിദ്ര്യം എന്നാ പറഞ്ഞു വരുന്നത്. ഹി ഈസ് അലോൺ ഇൻ ദിസ് whole world and leads a miserable life. ഓക്കെ, അവന് ഈ ലോകത്ത് എന്താണ്, ഒറ്റക്കായിരുന്നു, മോൺസ്റ്റർ ആണ് അല്ലെ, അവൻ മോൺസ്റ്റർ ആണ്. ആൻഡ് whole world and leads a miserable life. വളരെ ദുരിതപൂർണമായ ജീവിതമാണ് അവൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. So he starts knitting up various kind of thoughts. അതുകൊണ്ട് തന്നെ ഓരോ ചിന്താഗതിയാണ്. ഓക്കെ, സിംഗിൾസ്, കുറെ സിംഗിൾസിന് ഇവിടെ കാണാൻ പറ്റും. സിംഗിൾസ് ലൈഫുള്ള ആൾക്കാർക്ക് കുറെ സമയം ഫ്രീ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കുറെ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവുന്നതാണ് പറഞ്ഞു വരുന്നത്. One of these thought is supposing the whole world as a big trap. അവന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഒരു റാറ്റ് ട്രാപ്പിലാണ്, ഒരു എലിക്കണിയിലാണ് ലോകം മുഴുവൻ എന്ന് പറയുന്നത്. സംഭവം അദ്ദേഹം ആണെങ്കിലും ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന്റെ ചിന്ത വലിയ ചിന്തയാട്ടോ. ഓക്കെ, എന്തെങ്ങനെയാണ്? ഹിസ് വ്യൂസ് ആർ ദാറ്റ് ദ വേൾഡ് ഓഫേഴ്സ് വേരിയസ് ടൈപ്പ് ഓഫ് ബെയ്റ്റ്സ്. ഇതുപോലെ വലിയ ലോകം നമുക്ക് വലിയ ട്രാപ്പുകൾ തരുന്നു, എന്താക്കുന്നു, ഇരകളെ ഇട്ട് തരുന്നു. ഇത് മീൻ പിടിക്കാൻ പോകുന്ന സമയത്തുള്ള ഇരയല്ലേ, അതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ ബെയ്റ്റ്സിനെ ഇട്ട് തരുന്നു ഇൻ ദ ഫോം ഓഫ് കംഫർട്ട്സ് ഓഫ് ലൈഫ്. ഇത് നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നല്ല ലോകം നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പലതും തരുന്നു. ദിസ് ഇൻ റിട്ടേൺ traps us into the rat trap of the world and leads us a various type of miseries. അപ്പൊ അത് നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് എന്താവുന്നു, ഭയങ്കര മിസറീസ് ഉണ്ടാവുന്നു. ഒരൊറ്റ എക്സാമ്പിൾ നേരത്തെ മുകേഷ് അംബാനി ഒക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം പറയാണ്. നിങ്ങൾ ജിയോ സിം വന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജിയോ സിം വന്ന സമയത്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് കൊടുത്തു. എല്ലാ ആൾക്കാരെയും, ഇന്ത്യയിലുള്ള മുഴുവൻ 90% ഓഫ് ആൾക്കാരെയും, 90% എന്നല്ല, ഒരു 70 ഒരു 60 അല്ലെങ്കിൽ 50% ആൾക്കാരെയും ഫാസ്റ്റ് ഇന്റർനെറ്റ് അല്ലെങ്കിൽ 4G നമ്മളെ എന്താക്കി, ശീലിപ്പിച്ചു.
ഇല്ലേ? ഓക്കെ, ജിയോ വന്നു, എല്ലാവരും 4G ശീലിപ്പിച്ചു, എല്ലാവർക്കും ഫാസ്റ്റ് ഇന്റർനെറ്റ് കിട്ടി, എല്ലാവർക്കും സൗകര്യങ്ങൾ കൊടുത്തു, പിന്നീട് അതിന് റേറ്റ് ഈടാക്കി. ഇനിയിപ്പോ നമുക്ക് നെറ്റ് ഇല്ലാതെ നടപടിയാവോ? ഈവൻ നമ്മുടെ യൂട്യൂബ് ഈ ഒരു വീഡിയോസ് കണ്ടുവെക്കുന്നത് വരെ എന്താണ് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടില്ലേ? അങ്ങനെ എല്ലാവരിലേക്കും എല്ലാവർക്കും നിർബന്ധിത ഒരു അവസ്ഥ, എല്ലാവരും നിർബന്ധമായിട്ട് റീചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് എങ്ങനെയാ? ഈ ഒരു ഫെസിലിറ്റീസ് ഒന്നാണ്. സോ ദ വേൾഡ് ഇൻ എ റാറ്റ് ട്രാപ്പ് എന്നാണ് നമ്മുടെ ഈ ഒരു റാറ്റ് ട്രാപ്പ് സെല്ലർ പറയുന്നത്. Then every night the seller had to search for shelter as he has no home. സ്വന്തം വീടില്ലാത്തത് കൊണ്ട് എവിടെയെങ്കിലും കിടത്തിണ്ണയിലും ഏതെങ്കിലും വീട്ടിലൊക്കെയാണ് അവൻ എന്താക്കുന്നത്. ഓക്കെ നേരത്തെ തീമാണോ സമ്മറി ആണോ? സമ്മറി ആയിരുന്നു, അതിന് ശേഷം നേരത്തെ തീമും പറഞ്ഞിട്ടോ. ഇത് എന്തായിരുന്നു സമ്മറി, ഇവിടെ നിന്ന് അങ്ങോട്ട് തീം. ഇതിന്റെ സ്ലൈഡ് അയച്ചു തരൂ കേട്ടോ. ഓക്കെ, then അങ്ങനെ അവൻ എവിടെങ്കിലും വീട്ടിൽ അന്വേഷിച്ച് കിടക്കണമായിരുന്നു. One evening he was offered shelter by an old farmer. ഒരു പഴയ ഒരു ഫാർമർ ഉണ്ടായിരുന്നു. ആ ഒരു എന്താ പറയാ, ഫാമർ എന്താക്കി ഒരു ഷെൽട്ടർ കൊടുത്തു. The next morning he stole the farmer's money which he had earned by selling his cow's milk. പാല് വിറ്റ് കിട്ടിയിട്ടുള്ള മുഴുവൻ പണവും കട്ടെടുത്ത് കൊണ്ടുവന്നു നമ്മളെ ഈ ഒരു സെല്ലറിലെ റാറ്റ് ട്രാപ്പ് സെല്ലർ എടുത്തു കൊണ്ടുവന്നു. To safeguard himself the seller chose the path through the forest. അവൻ എന്താക്കണം, അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ആര് കണ്ടാലും പൊക്കും. അതുകൊണ്ട് അവൻ കാട്ടിലൂടെ സഞ്ചാരം തുടങ്ങി, കാട്ടിലൂടെ രക്ഷപ്പെടാനുള്ള പരിപാടി തുടങ്ങി. But soon found himself trapped in the forest as he wasn't able to find the way out of the dense forest. ഇത്രയും വളരെ ഭീകരമായിട്ടുള്ള ഈ ഒരു തിങ്ങി നിറഞ്ഞ കാടിൽ നിന്ന് എങ്ങോട്ടാ പുറത്തേക്ക് കടക്കണ്ടെന്ന് അറിയാതെ ട്രാപ്പായി. ഇവൻ ഒരു റാറ്റ് ട്രാപ്പിൽ പെട്ടതുപോലെ കുടുങ്ങി, വഴി അറിയില്ല. വല്ല ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ എന്താക്കി അടിച്ചു നോക്കിയാലും, പക്ഷെ അവിടെ റേഞ്ച് ഉണ്ടാവില്ല, അതായിരിക്കും. ഏതായാലും later on he finds a way to a workshop and takes shelter there. അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഇൻഡസ്ട്രി ഉണ്ട്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ എന്താക്കുന്നു, അവിടെ തല ചായ്ക്കുന്നു, അവന് ഷെൽട്ടർ കണ്ടെത്തുന്നു. Something unusual happens. എന്തോ ഒരു അൺയൂഷ്വൽ ആയിട്ട് സംഭവിക്കുന്നു. The poor peddler rejects the offer due to the fear of being caught. ഓനെ പിടിക്കുമെന്നുള്ള ഭയം കാരണം ഈ ഒരു പെഡലർ, ഈ ഒരു സെല്ലർ എന്താക്കി, ആ ഒരു ഓഫർ നിരസിച്ചു. Soon he is invited by the iron master daughter. അവൻ അയൺ മാസ്റ്റർ വിളിച്ച സമയത്ത് എന്താക്കി, എന്തോ സീനാണ് കരുതി അവൻ പോയില്ല. പക്ഷെ അയൺ മാസ്റ്റർ മകള് വിളിച്ചു. സിംഗേഴ്സ്. ഓക്കെ, ഏതായാലും സിംഗിൾ ആയിരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു വിളി വന്ന് ആരായാലും എന്തായി പോകും, അറ്റംപ്റ്റ് ആയിട്ട് പോയി whatever. അങ്ങനെ അയൺ മാസ്റ്റർ ഡോട്ടർ വിളിച്ചു, അവൻ അങ്ങോട്ട് പോയി. The next morning he is somehow stopped by the iron master daughter for Christmas evening. Okay, അങ്ങനെ പിറ്റേ ദിവസവും അയൺ മാസ്റ്റർ മകള് എന്താക്കി അവിടെ പിടിച്ചു നിർത്തി ചക്കന. ഓക്കെ, അങ്ങനെ പിടിച്ചു നിർത്തി. എന്തിനാ? ക്രിസ്മസ് ഈവനിങ് ആണ്. Even after being caught that he was a seller and not a captain stale. ഓക്കെ, ഇത് മറ്റൊരു ക്യാരക്ടറാണ്. നമ്മുടെ അയൺ മാസ്റ്റർ കരുതിയതേ ഇവന് എന്റെ പഴയ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണെന്നാ. പക്ഷെ ഇവർക്ക് മനസ്സിലായി ഇവൻ എന്തല്ല, സ്റ്റേൽ അല്ല. എന്നിട്ടും നമ്മുടെ ഡോക്ടർ അയൺ മാസ്റ്റർ മോട്ടർ ഇവിടെ നിന്നോ, നാളെ ക്രിസ്മസ് ഈവനിങ് ഒക്കെ അല്ലേ, ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചു നിർത്തി. The next day after Christmas when the iron master and his daughter visits church. അങ്ങനെ ഇവർ രണ്ടാളും അയൺ മാസ്റ്ററും മോളും കൂടി ചർച്ചിലേക്ക് പോയതാണ്. They come to know that the man is a thief. സീനെ നമ്മുടെ വീട്ടിൽ കടന്നു കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ അവന് നമ്മൾ വിരിച്ചു കൊടുത്തുള്ള വിരിപ്പ്, അവന് കടന്നുറങ്ങിയതും ഫുഡ് കഴിച്ചതും ഒക്കെ സെറ്റായി കൊടുത്തതൊക്കെ ആർക്കാ? ഒരു കള്ളനായിരുന്നു. Who had stolen money from the old farmer. പഴയ ഫാർമർ അടുത്തുനിന്ന് കട്ടെടുത്ത് വന്നതാണ്. The iron master and his daughter regret for sheltering a thief and wondered that what all things he would have stolen by that time. അപ്പോഴാണ് അവർ ചിന്തിച്ചത്, അല്ലാ സീന്, ഒരു കള്ളനായി പോയല്ലേ നമ്മൾ ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. ഇനിയിപ്പോ പുരയിലെത്തുമ്പോ എന്തൊക്കെ സാധനം മിസ്സായി ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇവിടെ പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? ഹരി മുരളീരവം, ഹഫീസ് മുഹമ്മദ് ആണല്ലേ? ഓക്കെ, whatever. Okay, then here, stolen by the time. Here comes a twist. അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. നോക്കാം. ആസ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റീലിംഗ്, അവൻ കട്ടെടുത്തില്ല, നമ്മുടെ കള്ളൻ ഈ വീട്ടിൽ നിന്ന് കട്ടെടുത്തില്ല. മാത്രമല്ല the seller gift the iron master daughters a rat trap. ഒരു റാറ്റ് ട്രാപ്പ് എന്താക്കുന്നു, ഒരു സമ്മാനമായിട്ട് എടുക്കുന്നു. ഇത് ഏകദേശം ഒരു റാറ്റ് ട്രാപ്പ് തന്നെ അല്ലേ മകളെ? നമ്മുടെ ട്രാപ്പാണ്. ഇപ്പൊ സംഭവം നിങ്ങൾ യൂട്യൂബ് കാണുന്നുണ്ട്, ഇത് ഉപകാരമാണ്. പക്ഷെ ചില സമയത്ത് എന്താണ്, റാറ്റ് ട്രാപ്പ് ആണ്. ഇൻസ്റ്റഗ്രാം ആയാലും വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും പിന്നെന്താ സ്നാപ്ചാറ്റ് ആയാലും നമ്മൾ എന്താകുന്നു, ട്രാപ്പ് ആക്കുന്ന ഒരു സംഭവമാണ്. കോൺകോഡ് ആയാലും എന്താണ്, സ്ട്രാപ്പ് ആക്കുന്ന ഒരു സംഭവമാണ്. ബട്ട്
if you are using this wisely, like you guys are watching something from it, okay, it would be valuable. Okay, whatever. She finds a letter of thanks. ഒരു ലെറ്ററും വെച്ചിട്ടുണ്ട്. ലവ് ലെറ്റർ അല്ല, താങ്ക്സ് ലെറ്റർ ആണ്. And the stolen money inside the rat trap. ആ ഒരു റാറ്റ് ട്രാപ്പിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇവിടുന്ന് മറ്റേ ഫാർമർ അടുത്ത് കട്ടെടുത്ത പണം ആസ് എ റിവാർഡ് ആയിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ലെറ്റർ എഴുതി താങ്ക്സ്, എനിക്ക് ഷെൽട്ടർ ഒക്കെ നൽകുന്നതിന്, ഫുഡൊക്കെ തന്നതിന് താങ്ക്സ് ഒക്കെ കൊടുക്കുന്നു. അവൻ നല്ലൊരു മനുഷ്യനായി മാറിയിരിക്കുന്നു. ഗൈസ്, the seller thanks Edla for her kindness. ആ ഒരു ദയാശീലയായ നമ്മുടെ എഡ്ലക്ക്, മറന്നുപോയത് ക്യാരക്ടറിന്റെ നെയിം എഡ്ലക്ക് എന്താക്കുന്നു? താങ്ക്സ് പറയുന്നു. ആൻഡ് റിക്വസ്റ്റ് ഹർ ടു റിട്ടേൺ ദ സ്റ്റോളൻ മണി ടു ദ ഫാർമർ. ഞാൻ തന്ന ഈ ഒരു പണം റിവാർഡായിട്ട് തന്നല്ല കേട്ടോ, ഇതിന്റെ ഉള്ളിൽ പണം ഉണ്ട് കേട്ടോ. ഓക്കെ, സൂം ചെയ്ത് സൂക്ഷിച്ചു നോക്കേ. അതെന്താക്കുക, ഫാർമറിന് നിങ്ങൾ എന്താക്കണം, തിരിച്ചു കൊടുക്കണം. ഞാൻ കൊണ്ടുപോയി തിരിച്ചു കൊടുത്താൽ അടി കിട്ടും. ഓക്കെ, അതുകൊണ്ട് ദ സ്റ്റോറി ഗിവ്സ് us a മെസ്സേജ് കണ്ടോ, ഈ മെസ്സേജ് ഉണ്ട്. അതല്ലാതെ മെസ്സേജ് കണ്ടോ, ദാറ്റ് ഗുഡ്നെസ് in a human being can be awakened at any time. ഏത് സമയം നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ ഒരു നന്മയുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലും നന്മയുണ്ട്. അതുപോലെ എല്ലാവരുടെ ഉള്ളിൽ നന്മ എങ്ങനെ പുറത്തു വരും? ഓക്കെ, വിത്ത് യുവർ ഓൺ ഗുഡ് ഡീഡ്സ്. എപ്പോഴെങ്കിലും നമ്മുടെ ആ ഒരു നന്മ പുറത്തു വരുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്കും ഇത്രയും കാലം നിങ്ങൾ സൈലത്തെ പറ്റി അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവുകയില്ല. പക്ഷെ ഇപ്പൊ കണ്ട സമയത്ത് വാവ്, വാട്ട് ആൻ അമേസിംഗ് തിങ് ഈസ് സൈലം ഡൂയിങ് എന്ന് തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ 14.4K സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് എന്താവട്ടെ, 15K ആവട്ടെ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ഇവിടെ കണ്ടോ, അങ്ങനെ ചില സാഹചര്യം വന്നപ്പോൾ അയാൾ നന്നായി. അതിന്റെ തീമാണ് പറയാൻ പോകുന്നത്. തീം ഓഫ് ദ ലെസൺ മറക്കല്ലേ. നേരത്തെ ഹെഡിങ് കാണായിട്ടായിരുന്നു, അത് തീമാണോ സമ്മറി ആണോ ചോദിച്ചിരുന്നത്. ഇനി തീമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ പൊട്ടൻഷ്യൽ ഓഫ് കൈൻഡ്നസ്, ഒരാളിൽ ഉണ്ടാകുന്ന കൈൻഡ്നസ് ആൻഡ് എ ഹ്യൂമൻ കണക്ഷൻ ടു ചേഞ്ച്. ഒരു ഹ്യൂമൻ കണക്ഷൻ, ഒരു മാനുഷികമായിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു ബന്ധം ക്യാൻ ചേഞ്ച് ഈവൻ ദ മോസ്റ്റ് ഹാർഡൻഡ്, വളരെ വളരെ കടുകട്ടി മനസ്സുള്ള ആൻഡ് ഡിസ്ട്രെസ്ഫുൾ പീപ്പിൾ ആയിട്ടുള്ള ആൾക്കാരെ വരെ ഒരു കൈൻഡ്നസ് കൊണ്ട് അവരെ മാറ്റിമറിക്കാം. എഡ്ല ചെയ്തിട്ടുള്ള ആ ഒരു കൈൻഡ്നസ് കാരണം വളരെ ദുഷിച്ച അല്ലെങ്കിൽ മോശം ചിന്താഗതിയുള്ള, ലോകം ഒരു ട്രാപ്പിലാണെന്ന് വരെ ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു തീഫിനെ വരെ അവന്റെ മനസ്സ് മാറ്റാൻ എഡ്ലയുടെ ആ ഒരു നല്ല പ്രവൃത്തി കഴിഞ്ഞു. സോ ഡു ഗുഡ്, that will change somebody else. And it's the central topic of Selma Lager's The Rat Trap എന്നുള്ള സ്റ്റോറിയിൽ സെൽമ ലേജർ ലോഫ് ആണ് ഇതിന്റെ ഓതർ. The narrative says that the travels of an elderly seller who receives a little rat trap from a generous and caring hostel owner. എന്താക്കുന്നു, റാറ്റ് ട്രാപ്പ് കിട്ടുന്നു, അത് വിൽക്കുന്നു. The seller meets several individuals along the way. പോകുന്ന വഴിക്ക് കുറെ ആൾക്കാരെ കാണുന്നുണ്ട്. And who in spite of their own challenging situation are kind and generous to him. കുറെ ആൾക്കാർ എന്താക്കുന്നുണ്ട്, ഭയങ്കര ജനറസ് ആയിട്ട് കൈൻഡ് ആയിട്ട് പെരുമാറുന്നുണ്ട്. എങ്ങനെ, നേരത്തെ ഒരു ഫാർമർ വന്നിട്ട് ഭയങ്കര ജനറസ് ആയിട്ട് ഭയങ്കര കൈൻഡ് ആയിട്ട് പെരുമാറി സ്ഥലമൊക്കെ കൊടുത്തു, അതുപോലെ തന്നെ എഡ്ല കൊടുത്തു. ഏതായാലും the seller reflects on his own life and action as a result of the encounter, which finally inspires him to make change, improve himself. എപ്പോ എഡ്ല ചെയ്തിട്ടുള്ള എല്ലാവിധ നല്ല കാര്യങ്ങളും അവൻ എന്താക്കി, ഭയങ്കരമായിട്ട് അവനെ ഇൻഫ്ലുവൻസ് ചെയ്തു. അവൻ ഇതിന്റെ മുമ്പ് ചെയ്ത ഫാർമറോട് ചെയ്തു പോയിട്ടുള്ള ശിക്ഷ, മീൻസ് ആക്ച്വലി അവിടെ നിന്ന് എടുത്ത ആ ഒരു സംഭവം വരെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒരാളുടെ നന്മ കാരണം മറ്റൊരാൾ എന്താകുന്നു, മൈൻഡ് മാറാൻ ചാൻസ് ഉണ്ട്. സോ ഡു ഗുഡ്. ഓക്കെ, whatever. The underlying message is that, മെസ്സേജ് പറയാണ്. ഓക്കെ, അത് വേണമെങ്കിൽ എന്താക്കാം, ഹൈലൈറ്റ് മാറ്റാം. That everyone is capable of change. എല്ലാവർക്കും ചേഞ്ച്, ആരാണ് ചേഞ്ച് ആഗ്രഹിക്കാത്തത്? And that even the smallest act of kindness can have a big impact on someone else's life. നമ്മളൊരു ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും അത് മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും മക്കളെ, കഴിയും, ഡെഫിനറ്റ്ലി കഴിയും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും, അവരൊക്കെ ഭയങ്കര ദുരിതത്തിൽ ഭയങ്കര കഷ്ടപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുകയാണെങ്കിൽ, ജസ്റ്റ് നിങ്ങൾ അവരോടൊന്ന് ചിരിച്ചു നോക്കൂ. എല്ലാവർക്കും ജസ്റ്റ് ചിരിച്ചു നോക്കൂ. ദാറ്റ്സ് സിമ്പിൾ. ഓക്കെ, ഇനിയിപ്പോ കമന്റ് ബോക്സിൽ ചിരിക്കാൻ അല്ലട്ടോ പറഞ്ഞത്. ഏതായാലും ചിലപ്പോൾ ആ ഒരു ചിരി കണ്ടാൽ വരെ കുറെ ആൾക്കാർ അങ്ങനെ കമന്റ് ഒന്നും ഇടണ്ടെന്നൊക്കെ പറഞ്ഞു കുറെ ആൾക്കാർ. പക്ഷെ അതൊക്കെ എന്താണ്, ഭയങ്കര സന്തോഷം നൽകുന്ന സംഭവം തന്നെയാണ്. ഒരു ചിരിയുടെ സ്മൈൽ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളോട് ചിരിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് കുറയും. ഓക്കെ, അതൊക്കെ ഒരു ജീവിതത്തിൽ ചെറിയ സംഭവങ്ങൾ മറ്റുള്ള ജീവിതത്തിൽ വലിയ എഫക്റ്റ് ഉണ്ടാകും എന്ന് പറയാനാണ് ഈ ചാപ്റ്റർ. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ആ ഒരു ഇമോജിയുടെ നമ്മുടെ ഫേവറേറ്റ് ഇമോജിയാണ് ഹാൻഡ് കഫ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ഇമോജി കാണലോട് കൂടിയിട്ട് നെക്സ്റ്റ് ലെസണിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. നെക്സ്റ്റ് ലെസണിലേക്ക് പോവാണ്. അതിനുശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ഫാക്കൽറ്റി ആയിട്ടുള്ള നിങ്ങളുടെ അൻവർ മിസ് വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് റീഡിംഗ് കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നാസർ സാർ വരുന്നുണ്ട്.
ഓക്കെ, ചാപ്റ്ററിലെ ക്യാരക്ടർ നെയിം ഒന്നുകൂടി പറയാൻ ചോദിക്കുന്നുണ്ട്. എഡ്ലെ ആണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ കേട്ടോ. എഡ്ലെ ആണ് അവൾക്ക് സഹായിച്ചുള്ള ക്യാരക്ടർ. മറ്റേ ആളെ പേര് എന്താ പറയുക, സെല്ലർ, റാറ്റ് ട്രാപ്പ് സെല്ലർ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ 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 താങ്ക് യു ഗൈസ്, താങ്ക് യു, റെസ്പെക്ട് ടുവേർഡ്സ് യു ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് തുടങ്ങാം. കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, മെയിൻ ആയിട്ട് ചോദിക്കുന്ന സംഭവമാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമോ. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചെയ്യാം കേട്ടോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ഡൺ, ചെയ്യാം, ഡോണ്ട് വറി, സമയം ടൈം. ഓക്കെ ലാസ്റ്റ് ലെസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ചോദിക്കുമ്പോൾ ചെയ്യാം, തെറ്റാണ്. ദെൻ ഇനി പോയമാണ്, ആർക്കും മറക്കാൻ പറ്റാത്ത ഫേമസ് ആയിട്ടുള്ള മലയാളികളുടെ അഭിമാനമാണ് ഇവിടെ ഇന്ന് നമുക്ക് കാണുന്നത്. കമലാദാസ്. ഓക്കെ, കമലാദാസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, കമലാദാസ്. ഓക്കെ, വേറൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ മൈ മദർ അറ്റ് 66 എന്നുള്ള പോയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ഓതർ ആണ്. ഓതറിന്റെ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഓർമ്മിച്ചു വെച്ചോ. പോയറ്റിക് അപ്രീസിയേഷൻ എഴുതാനുണ്ടാകുന്ന സമയത്ത് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. ചേടി എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം. കമലാദാസ് 1934 to 2009 ആണ്. വാസ് ബോൺ ഇൻ മലബാറിൽ ജനിച്ചതാണ്. കേരളത്തിന്റെ മലബാർ ഏരിയയിലുള്ള ഒരാളാണ്. ആൻഡ് ഷീ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് വൺ ഓഫ് ഇന്ത്യസ് പ്രൊമിനന്റ് പോയറ്റ്സ്. ഇന്ത്യയിലെ പ്രൊമിനന്റ് പോയറ്റ് ആയിട്ട് അറിയപ്പെട്ടിട്ടുണ്ട്. ദാറ്റ്സ് ഫേമസ്. ഓക്കെ, ഇന്ത്യയിൽ അറിയപ്പെട്ട ഒരു പോയറ്റ് ആയിരുന്നു. ഹർ വർക്ക്സ് ആർ നോൺ ഫോർ ദെയർ ഒറിജിനാലിറ്റി ആൻഡ് നേറ്റീവ് ഫ്ലേവർ ഓഫ് സോയിൽ. നമ്മുടെ മണ്ണിന്റെ മണമുള്ള കവി എന്നൊക്കെ പറയും പോലെ നമ്മുടെ നാടിന്റെ ആ ഒരു സ്മെല്ല് ഇവരുടെ എല്ലാ കവിതക്കും കിട്ടുമായിരുന്നു. നമ്മുടെ നാറ്റീവ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഷീ ഹാസ് പബ്ലിഷ്ഡ് മെനി നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ്. ഷീ റോട്ട് അണ്ടർ ദ പെൻ നെയിം മാധവിക്കുട്ടി എന്നുള്ള ആ ഒരു പേരിലാണ്, ആ ഒരു പെൻ നെയിമിലാണ് അറിയപ്പെടുന്നത്. തൂലിക നാം നെയിം. ഓക്കെ, അതിലാണ് അറിയപ്പെട്ടിരുന്നത് മാധവിക്കുട്ടി. കമല സുരയ്യ. ഓക്കെ, ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ ആ ഒരു കവിത. ഏജിങ് ഈസ് എ നേച്ചുറൽ പ്രോസസ്. ഡെഫിനറ്റ്ലി പ്രായമാവുന്നതിന് ഒന്നും പറയാനില്ല, അത് നാച്ചുറൽ ആയിട്ട് വളർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മുടി വളരും, നമ്മുടെ നഖം വളരും, നമ്മൾ വളരും, അതുപോലെ തന്നെ എന്താവും, നമ്മുടെ പ്രായവും വളരും. ഹാവ് യു എവർ തോട്ട് വാട്ട് അവർ എൽഡർലി പാരന്റ്സ് എക്സ്പെക്ട് ഫ്രം അസ്? നമ്മുടെ പാരന്റ്സ് ഒക്കെ നമ്മളിൽ നിന്ന് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും ഒന്ന് +2 പാസ്സായി കിട്ടിയാൽ മതി, അതാണോ എക്സ്പെക്ടേഷൻ? എന്താ നിങ്ങളുടെ പാരന്റ്സിന് നിങ്ങളെ പറ്റിയുള്ള കൺസേൺ എന്താ? എന്താവണം എന്നാണ് പാരന്റ്സിന്റെ ആഗ്രഹം? പാരന്റ്സ് എന്തോ ആഗ്രഹിച്ചോട്ടെ, പക്ഷെ നമ്മുടെ പാഷന് പുറകെ നമ്മൾ പോകാന്നുള്ളതാണ് മെയിൻ. വാട്ട് എവർ, എന്തായാലും നിങ്ങളുടെ പാരന്റ്സിന് നിങ്ങളെ പറ്റിയുള്ള കൺസേൺ എന്താ? എന്നെങ്കിലും ഒന്ന് കുളിച്ചാൽ മതി, അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ അത് ആൾക്കാരുണ്ടാവും. വാട്ട് എവർ, എങ്ങനെ നമ്മൾ എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? ഡ്രൈവിംഗ് ഫ്രം മൈ പാരന്റ്സ് ഹോം ടു കൊച്ചിയിലേക്ക് ലാസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. കൊച്ചിൻ എയർപോർട്ടിലേക്ക് കേട്ടോ. ലാസ്റ്റ് ഫ്രൈഡേ മോർണിംഗിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നു. ഐ സോ മൈ മദർ ബിസൈഡ് മീ. എൻ്റെ അടുത്ത് ഞാനിങ്ങനെ കാർ ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ സൈഡിൽ ആരുണ്ടായിരുന്നു? അമ്മയുണ്ടായിരുന്നു. ഡോസ്. വാട്ട്സ് മീനിങ് ഓഫ് ഡോസ്? ഡോസ് മീൻസ് സ്നാപ്പ്. അമ്മ എന്താക്കായിരുന്നു? ചെറുതായിട്ട് നാപ്പടി. ജസ്റ്റ് എന്തെങ്കിലും ഒരു സൗണ്ട് മീൻസ് ഒരു ഒച്ച ഉണ്ടാക്കി, ചിലപ്പോൾ ആരെങ്കിലും ഡോസ് ചെയ്യുന്നുണ്ട് അവിടെ. ഓക്കെ, നാപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അവരൊക്കെ എണീക്കട്ടെ. ഡോസ് ഓപ്പൺ മൗത്ത്. തൊള്ള ഇങ്ങനെ മീൻസ് വായ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഡോസ്. ഓക്കെ, നാപ്പ് ചെയ്യാറോ? അതായത് ഒരു പൂച്ചർക്കം ഉണ്ണിയർക്കം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, her face Asian like that. Asian എന്ന് പറഞ്ഞ പേര് വളരെ വിളറിയ മുഖമായിരുന്നു. അവരെ മുഖമൊക്കെ വിളറിയിട്ടുണ്ട്. അതായത് എന്താണ്, പ്രായമായില്ലേ, ആ ഒരു മുഖമായിരുന്നു. ലൈക്ക് ദാറ്റ് ഓഫ് എ കോപ്സ് ആൻഡ് റിയലൈസ്ഡ് വിത്ത് പെയിൻ. ഓഫ് എ കോപ്സ് എന്ന് പറഞ്ഞാല് ഈ ഒരു ഡെഡ് ബോഡിയെ പോലെ മുഖമൊക്കെ പെയിലായിരുന്നു, ഭയങ്കര വിളറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലുക്കായിരുന്നു എൻ്റെ അമ്മക്ക് ഉണ്ടായിരുന്നത്. ബിക്കോസ് ഷീ ഈസ് ഓൾഡ്. ഓക്കെ, whatever. That she was as old as she looked, but soon put that thought away. അവൾ മീൻസ് ആക്ച്വലി അമ്മയെ കാണുന്നത് പോലെ തന്നെ അവർക്ക് എന്തുണ്ട്, പ്രായമുണ്ട്. അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ട്. മമ്മൂട്ടിനെ കണ്ടു നിങ്ങൾ നല്ല പ്രായമുണ്ട്, പക്ഷെ കണ്ടാല് ഭയങ്കര ലുക്കായിരിക്കും അല്ലേ? അതുപോലെ നമ്മൾ ചില പിന്നെ മീൻസ് ഹാൻസം മീൻസ് പ്രായവും കുറവ്, നല്ല ഹാൻസം ബ്യൂട്ടിയുള്ള അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഓക്കെ, യു ഗൈസ് ക്യാൻ സീ. ഓക്കെ, whatever. ഏതായാലും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഓക്കെ, അദ്ദേഹം എന്താക്കാണ്? ഷി വാസ് ഓൾഡ് ആസ് ഷി ലുക്ക്ഡ് ബട്ട് സൂൺ പുട്ട് ദാറ്റ് തോട്ട് അവേ. അങ്ങനെ ആ ഒരു തോട്ട് പിന്നെ ചിന്ത ഒഴിവാക്കി. ആൻഡ് ലുക്ക്ഡ് ഔട്ട്, പിന്നെ പുറത്തേക്ക് നോക്കി. ആരെ? ആ ചിന്തക്ക് മാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് നോക്കി നമ്മുടെ മാധവിക്കുട്ടി. ഔട്ട് ദ യങ് ട്രീസ് സ്പ്രിന്റിങ്. ആ ഒരു പുതിയ മരങ്ങളൊക്കെ മൂവിങ് ഫാസ്റ്റ്, പിറകോട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വണ്ടി മുന്നോട്ട് പോകുമ്പോൾ മരങ്ങൾ ബേക്കോട്ട് പോവാ, അല്ലല്ല വണ്ടി മുന്നോട്ട് പോകല്ലേ? എന്തായാലും ആ ഒരു അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇമാജിനറി ഒരു മൈൻഡിലേക്ക് വരുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ദ മെറി ചിൽഡ്രൻ സ്പില്ലിംഗ് ഔട്ട് ദിയർ ഹോംസ്. ആ ഒരു ചെറിയ നല്ല സന്തോഷവതികളായ കുട്ടികളൊക്കെ എന്താകുന്നു? സ്പില്ലിംഗ് ഔട്ട് ഓഫ് ദിയർ ഹോം. അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ബട്ട് ആഫ്റ്റർ ദ എയർപോർട്ട് സെക്യൂരിറ്റി ചെക്ക് സ്റ്റാൻഡിങ് എ ഫ്യൂ യാർഡ്സ്. എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് വിട്ട് നിൽക്കുന്ന സമയത്ത്
എന്താകുന്നു? പോയറ്റിക് ഡിവൈസ്. പറയും മോനെ, പോയറ്റിക് ഡിവൈസ് അല്ലേ, പറയും. അതിനല്ലേ പോയം. പോയറ്റിക് ഡിവൈസ് പറയും. പോയം പറഞ്ഞു തീർക്കട്ടെ. ഓക്കെ, ഞാനൊന്ന് പറയട്ടെ. ഓക്കെ 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 മോഹൻലാൽ വെൽക്കം ബാക്ക് സ്ട്രോങ്ങർ. ഓക്കെ, ഞാൻ മോഹൻലാൽ പോയി എന്ന് പറഞ്ഞില്ല. മോഹൻലാൽ പൊളിയാണ്. ഓക്കെ, ഫാൻസ് ഇറങ്ങണ. ഓക്കെ 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 കുറെ കമന്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ അങ്ങനെ സ്റ്റാൻഡിങ് എ ഫ്യൂ യാർഡ്സ് അവേ, കുറച്ച് ദൂരെ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഐ ലുക്ക്ഡ് അഗൈൻ അറ്റ് ഹർ. വീണ്ടും ഞാൻ അവളിലേക്ക് ഇങ്ങനെ നോക്കി, അമ്മയിലേക്ക് ഇങ്ങനെ നോക്കി. ഓ, എന്റെ അമ്മ പാവുണ്ട് അല്ലേ. തന്നാൻ ഇന്നാൻ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുക്കാം. തന്നാൻ ഇന്നാനേ താനിന്നാനോ നാനേ നാനേനോ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും. ആൻഡ് വാൻ പെയിൽ, വാൻ എന്ന് പറഞ്ഞാൽ കളർലെസ്, വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു പെയിൽ, വളരെ വിളറിട്ട് പ്രായമായില്ലേ അങ്ങനെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആസ് എ ലേറ്റ് വിന്റേഴ്സ് മൂൺ. ഓക്കെ, ലേറ്റ് ആയിട്ട് വന്ന വിന്ററിലെ മൂണിനെ പോലെ. ആൻഡ് ഫെൽറ്റ് ദാറ്റ് ഓൾ, ആ ഒരു പ്രായത്തെ ഞാൻ എന്താക്കി അനുഭവിച്ചു. ഫെമിലിയർ ഏക്ക്, ആ ഒരു സെയിം ആയിട്ടുള്ള ഒരു വേദന. എന്നത്തെ വേദന? മൈ ചൈൽഡ്ഹുഡ് ഫിയർ. എൻ്റെ കുഞ്ഞുനാളിലെ, എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന സെയിം ഒരു ഫിയർ, ആ ഒരു വേദന എനിക്ക് അനുഭവപ്പെട്ടു. എന്തായിരുന്നു? എന്ത്? അമ്മയെ വേർപിരിയുക എന്നുള്ള ആ ഒരു വേദന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ അമ്മമാരില്ലാത്ത ആൾക്കാരുണ്ടാകും. ഐ എം റിയലി സോറി ഫോർ ദം. ഏതായാലും അമ്മമാരുടെ വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളായിരുന്ന സമയത്ത് കേട്ടോ ഭയങ്കര വിഷമമുള്ള സംഭവം. അവർക്ക് അമ്മയില്ലാതെ ഒന്നും നടക്കില്ല. ഡെഫിനറ്റ്ലി അമ്മയുമായിട്ട് എല്ലാവരും ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ഇന്നലെയും കൂടി തല്ല് കിട്ടിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. വാടവ ഏതായാലും നല്ല എന്തായിരുന്നു, അമ്മയെ അത്രക്കും നമ്മളെന്താണ് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ഡെഫിനറ്റ്ലി അങ്ങനെ അമ്മയായിട്ട് വേർപിരിയാ മീൻസ് ആക്ച്വലി അമ്മ ഇല്ലാത്ത, കണ്ണില്ലാത്തവ കണ്ണിന്റെ വേദന അറിയോ? ജസ്റ്റ് ഗൾഫിലൊക്കെ പോയിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി. ഫസ്റ്റ് കരഞ്ഞിട്ടുണ്ടാവും. എന്തിനായിരിക്കും? അമ്മയെ ആലോചിച്ചിട്ടായിരിക്കും. whatever, but all I said was see you soon അമ്മ. കാണാം അമ്മേ, അമ്മയെ വീണ്ടും കാണാം എന്നാ പറയുന്നത്. പക്ഷെ അവരുടെ ഫിയർ എന്താ? അമ്മയെ ഇനി കാണാൻ പറ്റില്ല, ഇത്രയും പ്രായമായ ഒരു അമ്മയെ ഇനി ഞാൻ വരുമ്പോഴേക്കും മരിച്ചു പോകുമോ എന്നുള്ള ഫിയർ ആണ് നമ്മുടെ മാധവിക്കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ഓൾ ഐ ഡിഡ് വാസ് സ്മൈൽ ആൻഡ് സ്മൈൽ ആൻഡ് സ്മൈൽ. ഞാൻ ചിരിച്ചു. ഉള്ളിൽ ഇങ്ങനെ വെന്ത് നീറുകയാണെങ്കിലും പുറമെ ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരുന്നു. ദാറ്റ്സ് റിയലി 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 അമ്മ ഉയിര്. ഡെഫിനറ്റ്ലി. ഓക്കെ, എന്താണ് ലൂസി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ. ജെഡി സാർ, ഇവിടെയുള്ള ഫാത്തിമ ബാബുവിന് സാറിനോട് ഇഷ്ടമുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ്. സിഗ്മ. ഓക്കെ, സിഗ്മ. ഓക്കെ, ഡോണ്ട് വറി ഗൈസ്. ഓക്കെ, നമ്മൾ എന്താക്കുക? കോൺസെൻട്രേഷൻ, ഫോക്കസ്. ഇങ്ങനെ പല ഡൈവേർട്ടേഷനും വരും നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ഫോക്കസ്, നിങ്ങളുടെ ഫോക്കസ് എന്താണോ? തൽക്കാലം ഇപ്പൊ +2 പാസ്സാവുന്നതാണ്. അത് ലോങ് ടേം ഫോക്കസ് ആണെങ്കിൽ യു ഗൈസ് ക്യാൻ ജോയിൻ ദ നീറ്റ് ക്രാഷ് കോഴ്സ്. അതുപോലെ തന്നെ JEE ക്രാഷ് കോഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ജോയിൻ ചെയ്താൽ നിങ്ങൾ എന്താകും? ലോങ് ടേം ഫോക്കസ് നിങ്ങൾക്ക് സെറ്റ് ആകും. സോ ഇതിന്റെ പോയറ്റിക് ഡിവൈസ് ചോദിച്ച ആൾക്കാരുണ്ടല്ലോ. വരുതാ പോയറ്റിക് ഡിവൈസ് എന്താ? അസണൻസ് ഉണ്ട് മക്കളെ. അസണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വവൽ സൗണ്ട് റിപ്പീറ്റ് ആയി വരിക. ഇവിടെ ഡോസ്, ഓപ്പൺ, മൗത്തഡ്. ഇതൊക്കെ എന്താണ്? വവൽ സൗണ്ട് ആണ്. ഹ, ഫേസ്, അവിടെയൊക്കെ എന്തുണ്ട്? ഹ, ഫേസ് എന്നുള്ളതിലൊക്കെ എന്തുണ്ട്? ആ ഒരു വവൽ സൗണ്ട് റിപ്പീറ്റിംഗ് ആണ്. വവൽ ലെറ്റർ അല്ല കേട്ടോ, വവൽ വേർഡ്, വവൽ ലെറ്റർ അല്ല, വവൽ സൗണ്ട് വേണം. ഡോസ്, ഓപ്പൺ, മൗത്ത്. ഓ സൗണ്ട് റിപ്പീറ്റ് അല്ലേ? ഡോസ്, ഓപ്പൺ, മൗത്തഡ്. ഓക്കെ, അതുപോലെ തന്നെ കുറെ അസോണൻസ് ഉണ്ട്. നിങ്ങൾ കണ്ടെത്തിക്കോളൂ. ഈ പോയിന്റ്സിലെ കുറെ അസോണൻസ് ഉണ്ട്. അസോണൻസ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ആൻഡ് സിമിലി ഉണ്ട്. സിമിലി പറയുന്ന സമയത്ത് മെറ്റഫർ പറയണം. അത് നമ്മൾ പറഞ്ഞുതരാം. എന്താണ് സിമിലി, എന്താണ് മെറ്റഫർ? സിമിലി എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ജസ്റ്റ് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് മെറ്റഫർ. വിത്തൗട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. ലൈക്കും ആസും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് അത് മെറ്റഫർ ആണെന്ന് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറയാം. ഹി ഈസ് എ ലയൺ. ഹി ഈസ് എ ലയൺ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ദിസ് ഈസ് മെറ്റഫർ ആണ് മക്കളെ, മെറ്റഫർ ആണ്. മറ്റേ സിമിലി പറയുന്ന സമയത്ത് ഹി ഈസ് ലൈക്ക് എ ലയൺ. ഹി ഈസ് ലൈക്ക് എ ലയൺ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ലൈക്ക് വന്നു അല്ലെങ്കിൽ ആസ് വരികയാണെങ്കിൽ വി കാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്സ് എ സിമിലി ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതാണ് സിമിലി ലൈക്കും മെറ്റഫർ നമ്മളെ മാറ്റില്. ദ കളർ ഓഫ് മദേഴ്സ് ഫേസ് ഹാസ് ബീൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എ കോപ്സ്. ഓക്കെ, അവിടെ ലൈക്ക് വന്നിട്ടുണ്ടോ? ലൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്താണ്? അത് സിമിലി ആണ് മക്കളെ. ഓക്കെ, അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ലൈക്ക് വന്നില്ലേ? നിങ്ങൾ ലൈക്ക് ഇടാൻ അത് നിർബന്ധമായിട്ട് വേണം. അതല്ലാതെ ലൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ഇനി ഇടാത്ത ആൾക്കാർ ലൈക്ക് കേട്ടോ. ഇവിടെ ലൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ആസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് സിമിലി ആണ്. ഓക്കെ,
I hope you guys could understood. Okay, clear ആയെന്ന് തോന്നുന്നു. പിന്നെ കോൺസണൻസ് വന്നിട്ടുണ്ട്. എസ് അതായത് വവൽ സൗണ്ട് അല്ലാത്ത AEIOU സൗണ്ട് അല്ലാത്ത വേറെ ഏത് സൗണ്ട് റിപ്പീറ്റിംഗ് വന്നാലും ദാറ്റ്സ് കോൾഡ് കോൺസണന്റ്. ഓക്കെ, ST എന്നുള്ള സൗണ്ടുകളൊക്കെ ഇവിടെ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല സൗണ്ടുകളും ഇവിടെ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ശ്രദ്ധിക്കുക. Then imagery വന്നിട്ടുണ്ട്. When the poet says that tree is sprinting, ഞാൻ നേരത്തെ പറഞ്ഞു ഇമേജറി അതായത് കാണുന്നത് പോലുള്ള ഒരു ഫീലിംഗ് വരും. അതായത് മരങ്ങളൊക്കെ മുന്നോട്ട് ഓടി പോകുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇമാജിൻ വരും. ഓ, അപ്പൊ ശരിക്കും കാറാണ് പോകുന്നത്, പക്ഷെ മരങ്ങൾ പോകുന്നത് പോലെ തോന്നുന്ന നമ്മൾ ആ ഒരു കാറിൽ ഇരിക്കുന്ന ഒരു ഫീൽ വരുന്നില്ലേ? ഡെഫിനറ്റ്ലി റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. ലുക്ഡ് എന്നുള്ള സംഭവം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്മൈൽ എന്നുള്ള സമയം റിപ്പീറ്റ് സംഭവം വന്നിട്ടുണ്ട്. ഇവിടെ സ്മൈൽ 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 റിപ്പീറ്റ് വന്നില്ലേ? അങ്ങനെ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. റൈം സ്കീം, ഇതിന് റൈം സ്കീം ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. റൈം സ്കീം, the poem does not follow any rhyme or rhythm. It has been written in a free verse. എഴുതിയാണ്, ഒരു കഥ പറയും പോലെ അങ്ങ് എഴുതും. ഓക്കെ, ജീവൻ ആർപ്പിക്ക് എന്തിനാണോ ഫയർ ഇടുന്നത്? ഓക്കെ ഓക്കെ, സാറ് പോലെയാണ്, എല്ലാം നന്നായി മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു. ജെഡിക്ക് അർഫാസിന്റെ കട്ടുണ്ട്. അതിനാര് അർഫാസ് ആരാണ്? നിങ്ങളുടെ ഫ്രണ്ടാണ്, ഞാൻ എങ്ങനെ അറിയാനാ? ഓക്കെ, ഏതായാലും വല്ല വേണ്ട പറയണ്ട. ഓക്കെ, നല്ല ഏതെങ്കിലും ഫിലിം സ്റ്റാറിന്റെ കട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താക്കും, വൈബായിരിക്കും. വല്ല ദുൽഖർ സൽമാന്റെ ലുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ടോവിനോ തോമസിന്റെ ഒക്കെ ലുക്ക് ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് whatever. ഓക്കെ, ട്രീസ് സ്പ്രിന്റിംഗ് പേഴ്സോണിഫിക്കേഷൻ അല്ലേ ചോദിക്കുന്നുണ്ട്. മെറിൻ പി എൽദോ, എടാ അല്ലെങ്കിൽ എടോ. ഓക്കെ, ഏതായാലും പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു മനുഷ്യന്റെ ക്വാളിറ്റി, ഹ്യൂമൻ അല്ലാത്ത വസ്തുവിന് കൊടുക്കുകയാണ്. അതായത് റെയിൻ ഈസ് ഡാൻസിങ്, എക്സാമ്പിൾ ആണ്. റെയിൻ ഈസ് ഡാൻസിങ്. റെയിനിന് ഡാൻസ് ചെയ്യാൻ കഴിയുമോ? ഡാൻസ് ചെയ്യലാരാ? മനുഷ്യന്മാരാ, അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളല്ലേ ഡാൻസ് ചെയ്യാം. അപ്പോൾ റെയിനിന് ഡാൻസ് ചെയ്യാനുള്ള അബിലിറ്റി ഇല്ല. റെയിൻ ഈസ് ഡാൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് പേഴ്സോണിഫിക്കേഷൻ. അത് ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, ദെൻ സിമിലി പിന്നെയും വന്നിട്ടുണ്ട്. അവിടെ വിന്റേഴ്സ് മൂണിനോട് കമ്പയർ ചെയ്തു. ബോത്ത് ആർ ഡൾ ആൻഡ് ലൈഫ്ലെസ് യൂസ് ആസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയും എന്താ, ആസ് എ ലേറ്റ് വിന്റേഴ്സ് മൂൺ വന്നിട്ടുണ്ട്. അവിടെയും എന്ത് വന്നോ? സിമിലി വന്നോ. ഇതൊക്കെ അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് എഴുതി വെക്കുക. ഇത് നമ്മളെ ലയണിലേക്ക് ഉണ്ടോ. ഇനി ഇതിന്റെ തീം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് ആളെ വിളിക്കാവുന്നതാണ്. The poem My Mother's at 66 എന്നുള്ള poem is an intimate work presenting the poet's thought. തന്റെ പോയറ്റ് നമ്മുടെ മാധവിക്കുട്ടിയുടെ ആ ഒരു ഇന്റിമേറ്റ് തോട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പോയമാണ് ഇവിടേത്. It deals with the feeling of fear and emotion that daughters experience with their mother. തന്റെ അമ്മയോടുള്ള ആ ഒരു ഫീൽ, തന്റെ അമ്മയോട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫീലിംഗ്, തോട്ട് ഒക്കെ ഇവിടെ എക്സ്പ്രസ് ചെയ്യാണ്. Any child is attached to its mother. ഏതൊരു കുട്ടിക്കും, ഏതൊരു മകൾക്കും, ഏതൊരു മകനും തന്റെ അമ്മയോടുണ്ടാവുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് ആണ് ഇവിടെ പറഞ്ഞുള്ളത്. സിമിലർലി ചിൽഡ്രൻ ജനറലി ആർ അഫ്രൈഡ് ഓഫ് ലൂസിംഗ് ദെയർ മദർ. ഡെഫിനറ്റ്ലി കുട്ടികൾക്ക് അമ്മയെ വിട്ട് പോകാനേ കഴിയില്ല. ഓക്കെ, അഫ്രാസ് അവന്റെ അച്ഛനാണ് സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വെറുതെ എന്തിനാണ് അച്ഛനെ വിളിക്കുന്നത്? നിർത്തികളാ. This poem brings out this ordinary but heartfelt human nature through a personal experience. നമുക്ക് ഈ ഒരു കവിത വായിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മനെ ഓർമ്മ വരും. ഡെഫിനറ്റ്ലി ഈ ഒരു കവിതയിൽ അമ്മനെ പറഞ്ഞതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് എന്താക്കും, അമ്മനെ ഓർമ്മ വരും. ആ ഒരു ഹാർട്ട്ഫെൽറ്റ് ഹ്യൂമൻ നേച്ചർ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ മാധവിക്കുട്ടിക്ക് ഉണ്ടായ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ മാധവിക്കുട്ടി ആ ഒരു തോട്ട് എക്സ്പ്രസ് ചെയ്തേ ഉള്ളൂ. പക്ഷെ ആ ഒരു തോട്ട് എക്സ്പ്രസ് ചെയ്യലൂടെ നമ്മൾ ഒരു നിമിഷം നമ്മുടെ അമ്മയെ ആലോചിച്ച് പോകും. സപ്പോസ് ഞാനിത് വായിച്ച സമയത്ത് എനിക്കുണ്ടായിരുന്നു അമ്മയെ ഓർമ്മ വന്നിരുന്നു. അതുപോലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മനെ അല്ലെങ്കിൽ അമ്മനെ എന്താക്കും, ഡെഫിനറ്റ്ലി നമുക്ക് ഓർമ്മ വരും. ഓർമ്മ വരണം, വന്നിരിക്കണം. whatever. Death is inevitable. Okay, death is inevitable. Death എന്താണ്, ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ്. It's sure. But people are afraid of losing their dear ones. അല്ലെ, അവരുടെ ഡിയർ ആയിട്ടുള്ള, അവർക്ക് പ്രിയപ്പെട്ട ആൾക്കാരെ നഷ്ടപ്പെടുന്നതിനെ അവർക്ക് എന്താണ്, പേടിയാണ്, അല്ലെങ്കിൽ അവർ ഭയപ്പെടുന്നു. പക്ഷെ മരണം എന്നുള്ളത് ഷുവർ ആണ് താനും. ആസ് എ പോയറ്റ് എക്സ്പ്രസസ് ദ ബോണ്ട് ബിറ്റ്വീൻ എ മദർ ആൻഡ് ഹെർ ചൈൽഡ് ഇസ് സ്പെഷ്യൽ. അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ആൻഡ് therefore the anxiety in losing the relationship also strong. ഓക്കെ, അവരിൽ നിന്ന് ഈ ഒരു നഷ്ടപ്പെടുന്നതിന്റെ, ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്നതിന്റെ ആൻസൈറ്റി ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് വേർഡ്സ് ആണ്. യു ഗൈസ് ഹാവ് ടു എക്സ്പ്രസ് ദീസ് ലൈൻസ് ഫ്രം യുവർ അപ്രീസിയേഷൻ. ആക്ച്വലി നിങ്ങളുടെ എക്സാമിനേഷനിൽ പ്രസന്റ് ചെയ്യണം. ആസ് ഇറ്റ്സ് തീമാറ്റിക് കൺസേൺ ദ പോയം ബ്രിങ്സ് ഔട്ട് ദ ഇന്നർ തോട്ട്സ് ഓഫ് എ ഡോട്ടർ ഫോർ ഹെർ മദർ. ഒരു മകൾക്ക് അമ്മയോടുള്ള ആ ഒരു ഇന്റിമേറ്റ്, ആ ഒരു ബന്ധം, ആ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പോയമാണിത്. ആൻഡ് ഈ ഒരു ചാപ്റ്റർ
നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ആ ഒരു ഇമോജി ഇട്ട മക്കളെ. പോയറ്റിക് ഡിവൈസസ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ പോയറ്റിന്റെ അപ്രീസിയേഷൻ പറഞ്ഞു, അതിന്റെ തീമും പറഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ. സ്പ്രിന്റിംഗ് ഹ്യൂമൻ ക്വാളിറ്റി അല്ലേ? അപ്പോൾ സ്പ്രിന്റിംഗ് ട്രീസ് പേഴ്സോണിഫിക്കേഷൻ അല്ലേ? ഡെഫിനറ്റ്ലി അത് പേഴ്സോണിഫിക്കേഷൻ ആണെങ്കിൽ അത് അങ്ങനെയും ആഡ് ചെയ്യട്ടോ. സംസ്കൃത് സണ്ണി ഡെഫിനറ്റ്ലി ഗൈസ് നെമിയാർ ഫിക്ട്രീസ് പേഴ്സോണിഫിക്കേഷൻ അല്ലേ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും വെക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ then whatever. ഇങ്ങോട്ട് വന്നാൽ കാറ്റ് കൊണ്ട് പഠിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ആഫീസേ മോനെ നല്ല നല്ല അടിപൊളിയായിട്ട് കൊയ്ത്തിരം കാണിക്കുന്നുണ്ടല്ലോ. ഓക്കെ 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 ആണെന്ന് കരുതുന്നു. ഓക്കെ, ആ ഒരു ഇമോജി ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഐ എം റിയലി ഹാപ്പി ടു സീ മൈ ഫേവറേറ്റ് ഇമോജി ഹിയർ ഇൻ ദി കമന്റ് ബോക്സ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ, എല്ലാ സമയത്തും എക്സാമിന്റെ തലേ ദിവസങ്ങളിലൊക്കെ സപ്പോർട്ട് വേണമെങ്കിൽ, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, സബ്സ്ക്രൈബ്. ഓക്കെ ഓക്കെ, ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ലൈക്കിനേക്കാളും എന്താവണം, വ്യൂസിനേക്കാളും കൂടുതൽ എന്താക്കണം, ലൈക്ക് ചെയ്യാൻ. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗൈസ് ഹാവ് ടു ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താക്കാം, ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, കറക്റ്റിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ലൈവ് എൻഡ് ആയതിനു ശേഷം എന്താക്കുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മളുടെ അൻവറ മിസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കിടുവായിട്ട് സെറ്റാക്കി പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അൻവറ മിസ് വരുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ നാസർ സാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, NFK സാർ വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് റീഡിംഗ് പാർട്ട്, റീഡിംഗ് കോംപ്രഹെൻഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കും. എന്താണോ സൈലം നിങ്ങൾക്ക് അഷ്യൂർ ചെയ്തിട്ടുള്ളത്, we are going to do what we already said. നമ്മൾ പറഞ്ഞതൊക്കെ നമ്മൾ സെറ്റ് ആക്കി തരും മക്കളെ. നിങ്ങളെ പ്രൊമോ കാര്യങ്ങൾ കാണാറില്ല, അതിൽ എന്താണോ പറഞ്ഞത് നമ്മൾ സെറ്റ് ആക്കി തരും. നാളെയും ലൈവ് ഉണ്ട്. നാളെ ബാക്കിയുള്ള കംപ്ലീറ്റ് റീഡിംഗ് പാർട്ടും എന്താക്കാണ് സെറ്റ് ആക്കുമാണ്. അപ്പോൾ നമുക്ക് നാടാം. മിസ് വന്നിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ പൊളിച്ചടക്കി തരും. ഓക്കെ, ബൈ, താങ്ക് യു. Hello everyone, welcome back. അപ്പോൾ യെസ്, നമ്മൾ ഇന്നലത്തിന് ശേഷം ഇന്ന് വീണ്ടും എന്താണ് കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഓക്കെ, സോ ഞാനിങ്ങനെ സാധാരണ നമ്മൾ എന്താ ലൈവ് എടുക്കുന്ന സമയത്ത് നമ്മൾ കമന്റ് ബോക്സ് എന്താണ് നമുക്ക് വായിക്കാൻ കഴിയും. നമ്മൾ സ്പീഡിൽ എന്ത് ഇങ്ങനെ വായിച്ചു പോകും. അപ്പോ ഞാൻ എന്താ നിങ്ങളുടെ ഈ ഒരു മണിക്കൂർ, ഈ കഴിഞ്ഞ ഒരു മണിക്കൂർ എന്തായിരുന്നു, ഐ വാസ് ഗോയിങ് ത്രൂ യുവർ ചാറ്റ്സ്. ഫുള്ള് ഞാൻ നിങ്ങളെ മെസ്സേജ് ഇങ്ങനെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറേ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് ഡൗട്ട്സ് സർ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കുറേ നേരമായിട്ട് എന്തും ചോദിച്ചിട്ടുണ്ട്. യെസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലെ. ഫ്ലെമിംഗും അതേപോലെ വിസ്റ്റാസിൽ ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സ് ചോദിക്കുന്നുണ്ട്. കുറച്ച് ലിറ്ററേച്ചറിൽ ചെറിയൊരു പാർട്ട് ജംഷദ് സർ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് 2 ചാപ്റ്ററും അതിന്റെ സമ്മറിയും ഇതിനു മുൻപ് ചോദിച്ച പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ബിഗിനിങ് ദ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? യെസ്, നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ചോദിച്ചു ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് എന്ന്. അപ്പൊ നിങ്ങൾ ഫ്ലെമിംഗും അതേപോലെ വിസ്റ്റാസും പഠിക്കുന്ന സമയത്ത് എന്റെ പൊന്നു മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു 6 ചാപ്റ്റേഴ്സ് കാണാം അല്ലെ. ഈ 6 ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കിയേ. ദി ലാസ്റ്റ് ലെസൺ, ലോ സ്പ്രിംഗ്, ഡീപ് വാട്ടർ, ദി റാറ്റ് ട്രാപ്പ്, ഇൻഡിഗോ, ഗോയിങ് പ്ലേസസ്. ഈ 6 ചാപ്റ്റേഴ്സും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അതെന്താ ക്ലിയർ ആണോ? ഓ, നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആരും ടെൻഷൻ ഒന്നും അടിക്കല്ലേ. ഫരീദ മിസ്സിന്റെ എന്റെ സൗണ്ട് ആക്ച്വലി എന്റെ സൗണ്ട് ഫുള്ള് പോയതാ. ഈ പാറമ്മൽ വരുന്ന സൗണ്ട് അല്ല എന്റെ സൗണ്ട് വേറെയാ. ഇത് എന്റെ സൗണ്ട് അല്ല.
ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം, ഈ 6 ചാപ്റ്റേഴ്സും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് മിസ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഞാൻ നിങ്ങളോട് ഉത്തരം പറയുന്നത്. അപ്പൊ 6 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാ, ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലെമിംഗോല് അടുത്ത് നിങ്ങൾ ചോദിച്ചു വിസ്റ്റാസിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. വിസ്റ്റാസിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ്? ദി ടൈഗർ കിങ്, ദി എനിമി, ഷുഡ് വിസിറ്റ് ഇറ്റ് മോമി, ഓൺ ദി ഫേസ് ഓഫ് ഇറ്റ്, മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ്. ഈ ചാപ്റ്റേഴ്സ്, ഈ 5 ചാപ്റ്റേഴ്സും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്യാച്ച് ചെയ്തോ? ശരി, അപ്പൊ ഈ 5 ചാപ്റ്റേഴ്സ് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ 2 ടെക്സ്റ്റ് ബുക്കിലും ഏതെല്ലാം ചാപ്റ്റേഴ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നിങ്ങൾ കുറെ നേരമായിട്ട് ഇതേപോലെ ചോദിക്കുന്നുണ്ട്, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വന്നാലും സർ എത്ര എഴുതണം, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എത്രയാണെന്ന് എഴുതാന്നുള്ളത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്ന് ശരിക്കും നമ്മൾ പറയാം ഒരു 100 അല്ലെ 100 to 150 വേർഡ്സ് എഴുതണം എന്നാണ് പറയാം. ഇങ്ങനെ പറഞ്ഞാൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒരു ആൻസർ ഷീറ്റിന്റെ ഒരു പേജ് കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, അത് എഴുതാതെ ശരിക്കും എന്ത് ചെയ്യരുത്, നിങ്ങൾ വിടരുത്. ഇനി നിങ്ങൾക്ക് ആ ഒരു 1 പേജ് നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഷ്ടകാലത്തിന് സാധിച്ചില്ല വിചാരിക്കുക, എക്സാം ഹോളില് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ബേജാറാവും, ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ ഓർത്ത് വെച്ചത് പോലും ഒലിച്ചു പോകും, അങ്ങനെയൊക്കെ വരും. സോ yes, sorry, this is a deleted portion ട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്, യെസ് 5 മാർക്കിന്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളൊരു 5 മാർക്കിന്റെ നിങ്ങൾ ചോദിച്ചതിന് മിസ് ഉത്തരം പറയാണ് 100 to 150 എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എത്ര എഴുതണം, ഏകദേശം നമ്മൾ എന്ത് എഴുതണം, ഒരു പേജ് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, എഴുതാം. നമ്മൾ പറഞ്ഞു വിസാഡിറ്റി ഡിലീറ്റഡ് പോർഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, 1 പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യാൻ കഴിയണം. അതേപോലെ ഇനി നിങ്ങൾ അത്രയും പറ്റിയിട്ടില്ല, ആ ഒരു 3/4 എങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ എക്സാക്ട് ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ അതിന് മുൻപ് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് എന്താണ്, ഇന്നിപ്പോ നമ്മൾ ഗൂഗിളിന്റെ പേജിൽ എന്തുണ്ട്, ഒരു ന്യൂസ് ഉണ്ട് അല്ലെ, CBSE ഇംഗ്ലീഷ് എക്സാമിന്റെ ഒരു +2 ബോർഡിന്റെ അല്ലെ, എന്താണ് +2 CBSE എക്സാമിന് എങ്ങനെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം, എങ്ങനെ നിങ്ങൾ ലിറ്ററേച്ചർ ആൻസർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അല്ലെ. യെസ്, ആ ഒരു ന്യൂസ് കണ്ടവരുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ ആ ന്യൂസ് പ്രത്യേകം പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആൻസേഴ്സ് എന്തായിരിക്കണം, വളരെ സിമ്പിൾ ആയിരിക്കണം. ആൻഡ് ഓൾസോ എന്തായിരിക്കണം, സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം, ഒരു പ്രോപ്പർ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള തുടക്കം, അതേപോലെ കണ്ടന്റ്, അതേപോലെ കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ, ഞാൻ എന്റെ ചാപ്റ്ററിലേക്ക് കടക്കാണ്. ഓക്കെ, ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സ് ഒന്ന് കത്തിച്ചേ. കുറച്ച് തീറ്റ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഫയർ ആണ്. കുറച്ച് എല്ലാവരും ഒന്ന് ഫയർ ഇട്ട് കത്തിച്ച് നമ്മുടെ യെസ് നമ്മൾ ചെയ്യാം. ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ ചെയ്യും കേട്ടോ. നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്റർ നമുക്ക് പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സിനും എന്ത് ചെയ്തിട്ടുണ്ട്, 5 മാർക്ക് പോർഷൻസ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സാമ്പിൾ പേപ്പേഴ്സ് നോക്കുന്ന CBSEന്റെ സാമ്പിൾ പേപ്പേഴ്സ് ആട്ടോ, CBSE സൈക്കിൾ സാമ്പിൾ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്താണ് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കത് ഇന്ന ചാപ്റ്ററിന് മാത്രം നമ്മൾ കൺഫേം ചെയ്ത് പറയാൻ എന്തില്ല, നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ദി എനിമി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ചെറിയൊരു സമ്മറി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. It is about a Japanese surgeon whose name is Sato. ഒരു ജാപ്പനീസ് എന്താണ് സർജൻ അല്ലെ, സർജന്റെ കഥയാണ് ഇത്. അദ്ദേഹം ആരാണ്, ഒരു ജാപ്പനീസുകാരനാണ്. നമുക്കറിയാം വേൾഡ് വാർ 2 സമയത്ത് അമേരിക്കയും ജപ്പാനൊക്കെ മുടിഞ്ഞ ശത്രുക്കളാണ്, കട്ടക ശത്രുക്കളാണ്. സോ അങ്ങനെയുള്ള സമയത്ത് ഇത് ഈ അവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സിനും ആളുകൾ തന്നെ മിലിറ്ററിയിലേക്ക് ക്ഷണിക്കുന്ന സമയമാണ്. അപ്പം അന്നത്തെ സമയത്ത് ഈ ഒരു ജപ്പാനിലെ അവസ്ഥ എന്തായിരുന്നു, ഹി സ്റ്റഡീസ് ഇൻ അമേരിക്ക ആൻഡ് മാരീസ് എ ജാപ്പനീസ് ഗേൾ. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. വേൾഡ് വാറിന്റെ സമയത്ത് നോക്കാം, വേൾഡ് വാർ 2 ബ്രോക്ക് ഡ്യൂറിംഗ് ദാറ്റ് ടൈം. All the doctors were under the obligation to go to the Japanese army. അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു, ഈ ഡോക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, ഇവരെല്ലാവരും എന്ത് വേണം, ഈ ഒരു ആർമിയിലേക്ക് വരണം. എന്നിട്ട് എന്ത് വേണം, ജാപ്പനീസ് ആർമിയിലുള്ളവർക്ക് പരിക്ക് പറ്റുന്നതിന് എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. അപ്പൊ എല്ലാ ഡോക്ടേഴ്സിന്റെ അന്നത്തെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതായിരുന്നു. However, Sato stayed back with an old general. സഡോ എന്താണ് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായത്. നമുക്കറിയാം ഈ ഒരു കഥ തുടങ്ങുന്ന എവിടുന്നാണ്, അദ്ദേഹത്തിന്റെ ഒരു വീട്ടിൽ നിന്നാണ് അല്ലെ.
As the old general was ailing, he was in need of shadow. However, we learned that how an American Navy man find his way in Shadow's life. ഇവിടെ നിന്നാണ് നമ്മൾ കഥ തുടങ്ങുന്നത്. ഒരു അമേരിക്കൻ സോൾജർ അല്ലെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഷഡോയുടെ വീട്ടിലെത്തുന്നു. അദ്ദേഹം ആകെ നിന്റെ ഫുള്ള് ബ്ലീഡ് ചെയ്യുന്നുണ്ട്, ചോര ഒലിക്കുന്നുണ്ട്, ബുള്ളറ്റ് ഏറ്റിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യണം, ഇദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിലാണ് വന്ന് എന്ത് ചെയ്യുന്നത്, അടിയുന്നത്. സോ അങ്ങനെ അദ്ദേഹം വന്ന് അടിങ്ങിയ സമയത്ത് ആസ് എ സോൾജർ വാസ് നോട്ട് വെൽ, ഇദ്ദേഹം ഷഡോ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡോക്ടറാണ്. ഈ ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താ, ഇവർ ഒരുപാട് സോഷ്യൽ റീഫോമേഴ്സ് എന്ന് നമുക്ക് പറയാം. സോഷ്യലി ശരിക്കും ഒരു ഡിവൈൻ അല്ലേ, എന്താണ് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവൃത്തിയാണ് ഇവരുടെ അല്ലേ. സമൂഹത്തിൽ എന്താ നല്ലത് ചെയ്യാം, നല്ലത് പഠിപ്പിച്ചെടുക്കാം, ആളുകളുടെ ജീവൻ രക്ഷിക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് however we learned that how an American Navy man finds his way in Shadow's life as a soldier was not well. അപ്പൊ സോൾജർ എന്തായിരുന്നു, he was not well, he was not healthy. Shadow offers him medical help. Shadow എന്താണ്, മനസ്സിലായിട്ടുണ്ട് അമേരിക്കക്കാരനാണെന്ന്. ആക്ച്വലി നിയമപ്രകാരം അന്നത്തെ വേൾഡ് വാർ നടക്കുന്ന സമയത്ത് നിയമപ്രകാരം ഷഡോ എന്തെല്ലാം ഇയാളെ രക്ഷിക്കാൻ പാടില്ല അല്ലെ. അമേരിക്കക്കാരനാണ്, കട്ട ശത്രുക്കളാണ് അല്ലെ. KGF പോലെ, നമ്മുടെ KGFിലെ വില്ലന്റെ പേരെന്തായിരുന്നു, അധീര അല്ലെ. യെസ്, നമ്മുടെ അധീരയും നമ്മുടെ എന്താണ് റോക്കി ബായി പോലെയാണ് അല്ലെ. പക്ഷേ ഇവിടെ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ, ഷഡോ എന്ന് പറയുന്ന മനുഷ്യൻ എന്താണ്, ഉള്ളിൽ നല്ലൊരു ഹൃദയമുള്ള, നിങ്ങളെ പോലെ എന്നെ പോലെ എന്തുണ്ട്, നല്ല ഹൃദയം ഉണ്ട് ആ മനുഷ്യനിക്ക് അല്ലെ. കുറച്ച് മനസ്സ് നന്നായി പോയി, വേറൊന്നും ചെയ്തില്ല. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നു. ഷഡോ വാസ് നോട്ട് വില്ലിംഗ് ടു ഹെൽപ് ദ എനിമി ബട്ട് ഹി ഡസ്. ഷഡോ എന്ത് ചെയ്യുന്നു, അവസാനം അദ്ദേഹത്തിന്റെ മനുഷ്യത്വം എന്താ പുറത്തേക്ക് വരുന്നു, അദ്ദേഹം സഹായിക്കുന്നു. ഇദ്ദേഹത്തെ കൊല്ലാനോ തിരിച്ച് കടലിലേക്ക് ഒഴുക്കി വിടാനോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു മനസ്സ് വരുന്നില്ല. ഹി ഓൾസോ നോസ് ദ ഡേഞ്ചർ ഹി ഹാസ് ഗോട്ട് ഹിംസെൽഫ് ഇൻടു ബൈ ഹെൽപ്പിംഗ് ദ എനിമി. ഡ്യൂ ടു ദിസ് ഷഡോ കൺസ്പൈർസ് ടു കിൽ ദ സോൾജർ ഇൻ ഹിസ് സ്ലീപ്പ്. അപ്പോൾ ഒരു തരത്തിൽ എന്താണ്, ഷഡോയെ കൊല്ലാനും വധിക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നതൊക്കെ ഷഡോക്കാരൻ. പക്ഷേ ഷഡോ തന്നെ എന്ത് ചെയ്യാണ്, എല്ലാം അറിഞ്ഞുകൊണ്ട് അവസാനം ഈ അമേരിക്കക്കാരനെ രക്ഷപ്പെടാനുള്ള വഴി ആരാണ് ഒതുക്കുന്നത്, ഷഡോ തന്നെയാണ് അല്ലെ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ കഥ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ നിന്നും ഇതിനു മുൻപ് CBSE ബോർഡ് നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചു എന്താണ് 5 മാർക്കിന് എഴുതാം എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ പ്രിഫർ ചെയ്തത് എന്താണ്, വിസാരിഡ് ഫോമിംഗ് ഇല്ല, നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം. 2009 ചോദിച്ച ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്നും. How did Dr. Shadow rise above narrow prejudices of race and country to help a human being in need? ഒരു ആവശ്യമല്ലേ, ഒരു മനുഷ്യൻ എന്തുണ്ട്, എന്റെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്തെ എങ്ങനെയാണ് ഡോക്ടർ ഷഡോ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ കാഴ്ചപ്പാടുകൾ, അമേരിക്കക്കാരെ രക്ഷിക്കാൻ പാടില്ല അല്ലെ, വേർതിരിവ്, കാര്യങ്ങള്, ശത്രുക്കള്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അതിനെ ഓവർകം ചെയ്ത് എങ്ങനെയാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, ഇദ്ദേഹം ചെയ്തത്. ഹൗ ഡിഡ് ഷഡോ റൈസ്, അപ്പൊ എങ്ങനെയാണ് അദ്ദേഹം അത് ഓവർകം ചെയ്തത്, ശ്രദ്ധിച്ചേ. അതിന് നമ്മൾ എങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യാം. An American prisoner of war gets washed away to Japanese doctor. ഒരു അമേരിക്കൻ നേവി അല്ലെ, ഒരു അമേരിക്കൻ പ്രിസണർ, നമുക്കറിയാം അദ്ദേഹം എന്താണ്, സോൾജർ ആയിരുന്നു. എന്താണ് അല്ലെ, ആക്രമണത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അകപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ജയിലിൽ അടിച്ചതാണ്, ജയിലിൽ നിന്നാണ് ഇദ്ദേഹം രക്ഷപ്പെട്ട് വരുന്നത്. അങ്ങനെയുള്ള ഇദ്ദേഹം നമ്മുടെ ജാപ്പനീസ് ഡോക്ടറായ ഷഡോന്റെ അടുത്താണ് വരുന്നത്. ഓക്കെ അല്ലേ. എന്നിട്ട് എന്താ, being a doctor, Shadow gives top priority to saving the life of a dying man despite the ongoing war between America and Japan and the fact that all Americans were considered to be their enemies. Okay, ഇദ്ദേഹത്തിന് അറിയാം അമേരിക്കക്കാർ എന്താണ്, എല്ലാവരും നമ്മുടെ ശത്രുക്കളാണ്. പക്ഷെ ആ ഒരു ഫാക്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഷഡോ എന്ത് ചെയ്യുന്നത്, ശത്രുവായിട്ടുള്ള ആളെ എന്ത് ചെയ്യുന്നത്, രക്ഷിക്കുന്നത്. അവിടെ ഷഡോ എന്താ പറയുന്നത്, ഇവിടെ നോക്കിയേ എന്ത് ഫാക്ടിലാണ് ഇദ്ദേഹം നോക്കി, ഇവിടെ പറയുന്നുണ്ട് നമ്മള് പ്രയോറിറ്റി ടു സേവിംഗ് ദ ലൈഫ് ഓഫ് എ ഡൈയിങ് മാൻ. ഒരു മരിച്ചു പോകുന്ന അല്ലെങ്കിൽ മരണത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ആർക്കുള്ളത്, നമ്മുടെ ഡോക്ടർക്കുള്ളത്. അടുത്ത് നോക്കിയേ, being a doctor, Shadow's duty was to save a dying man, but saving an enemy would be an act of treachery. Treachery എന്ന് പറഞ്ഞാൽ എന്താ, രാജ്യദ്രോഹം. അപ്പൊ ശരിക്കും ആ സമയത്ത് ഇയാളെ രക്ഷിക്കുകയാണെങ്കിൽ
എന്ത് ചെയ്യും? അത് ശരിക്കും പറഞ്ഞാൽ എന്താണ് അന്നത്തെ കാലത്ത്? രാജ്യദ്രോഹമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ആരെങ്കിലും അറിഞ്ഞ അല്ലെങ്കിൽ ഒരു അമേരിക്കക്കാരനെ രക്ഷിച്ചാൽ അത് രാജ്യദ്രോഹമായിട്ട് എന്ത് ചെയ്യും? അവിടെ അന്ന് കണക്കാക്കും. ബട്ട് ദ ഡോക്ടർ നോട്ട് ഓൺലി സേവ് ഹിം ഫ്രം ഡൈയിങ്, പക്ഷെ നമ്മുടെ സെഡോ ആണെങ്കിലോ ഇദ്ദേഹത്തെ മരണത്തിൽ നിന്നും മാത്രമല്ല രക്ഷിച്ചത്. ബട്ട് ഡിഡ് നോട്ട് ഈവൻ ഹാൻഡ് ഹിം ഓവർ ടു ദ പോലീസ്. എന്ത് ചെയ്തിട്ടില്ല? പോലീസിന് പോലും എന്ത് ചെയ്തിട്ടില്ല? കൈമാറിയിട്ടില്ല. അടുത്തത്, ഹി റോസ് അബൌട്ട് നാരോ prejudices ഓഫ് റേസ് ആൻഡ് കൺട്രി ആൻഡ് ഹെൽപ് ദ യങ് സോൾജർ ടു എസ്കേപ്പ്. അപ്പൊ എന്ത് ചെയ്തു? സെഡോ ആദ്യം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഓക്കെ ആക്കി. അതിനുശേഷം പോലീസിനോ ആർമിക്കോ പട്ടാളത്തിനോ കൈമാറില്ല. തേർഡ് വൺ, വാട്ട് ഡിഡ് ഹി ഡു? ഈ പറയുന്ന ആർമിക്കാരന് എന്ത് ചെയ്തു? ഈ പറഞ്ഞ പ്രസന്നറിന് രക്ഷപ്പെടാനുള്ള വഴി ആരൊരുക്കി കൊടുത്തു? സെഡോ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ബേസിക് ഹ്യൂമൻ ഗുഡ്നെസ് ഓവർ പവേഴ്സ് ഡോക്ടർ സെഡോ ആൻഡ് ഹി ഹെൽപ്സ് ദ വൂണ്ടഡ് സോൾജിയർ ഫസ്റ്റ് ബൈ സേവിംഗ് ഹിസ് ലൈഫ് ആൻഡ് ദെൻ ബൈ അറേഞ്ചിങ് ഹിസ് എസ്കേപ്പ്, റിസ്കിംഗ് ഹിസ് ഓൺ ലൈഫ് ആൻഡ് റെപ്യൂട്ടേഷൻ ഇൻ ദ പ്രോസസ്. ഇവിടെ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ഹ്യൂമൻ ഗുഡ്നെസ്, അല്ലെ? മനുഷ്യന്റെ നന്മ എന്ന് പറയുന്ന ഒരു ഫാക്ടർ, നന്മ എന്ന് പറയുന്ന ട്രേഡ്, അതാണ് എന്ത് ചെയ്തത്? ഇവിടെ ഓവർകം ചെയ്തത്. എന്ത്? ഇദ്ദേഹത്തിന് പറഞ്ഞ രാജ്യത്തിന്റെ പ്രശ്നങ്ങള്, അതിർത്തിയുടെ പ്രശ്നങ്ങള്, ശത്രുത, ഇതിനൊക്കെ ഓവർകം ചെയ്തത് എന്താണ്? ഹ്യൂമൻ ഗുഡ്നെസ്. ഓക്കെ, അതാണ് എന്ത് ചെയ്തത്? എല്ലാ പറഞ്ഞ കാര്യങ്ങളെയും മുടക്കുകളെയും എന്ത് ചെയ്തത്? ഓവർകം ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാലോ. ഈ പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കോ, ഹ്യൂമൻ ഗുഡ്നെസ് എന്നൊക്കെ ഉള്ളേ. ഓക്കെ അല്ലേ? ടൈം മാനേജ്മെന്റ് നമുക്ക് നാളെ പറയാം കേട്ടോ, കാരണം നാളെ നമ്മൾ ഫുൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പോയിന്റ് ഓക്കെ അല്ലേ? ശരി, എല്ലാവരും തമ്പടിച്ചേ. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2009 തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. Describe the difficulties faced by Dr. Sedo when he desired to help the enemy soldier. എനിമി സോൾജറെ രക്ഷപ്പെടുത്താൻ നോക്കുന്ന സമയത്ത് ഈ ഡോക്ടർക്ക് അദ്ദേഹം ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് എന്തെല്ലാം ഡിഫിക്കൽട്ടീസ് അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്ന് ശ്രദ്ധിച്ചാ എല്ലാവരും. നമ്മൾ എങ്ങനെ തുടങ്ങണം? A wounded American soldier who was bleeding was washed away to Dr. Sedo's doorstep. അപ്പൊ നമ്മൾ തുടക്കം തന്നെ എന്തായിരിക്കണം? വളരെ ക്ലിയർ ആയിരിക്കണം. അപ്പൊ നമ്മൾ പറയാണ്, ഇങ്ങനെ വൂണ്ടഡ് ആയിട്ടുള്ളൊരു അമേരിക്കക്കാരൻ ഇദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ എത്തി. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അത് സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആൻസർ തുടങ്ങണം. ഇനി ജപ്പാൻ വാസ് അറ്റ് വാർ വിത്ത് അമേരിക്ക. ഇനി ആ ഒരു സമയം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ പറയണം. ഓക്കെ, വേൾഡ് വാറിന്റെ സമയമാണ്. നമ്മൾ എന്ത് പറയാം? ജപ്പാൻ വാസ് അറ്റ് വാർ with America and giving shelter to a US soldier was an anti-national activity for which Dr. Sedo could be arrested. ആ സമയത്ത് ജപ്പാനും അമേരിക്കയും തമ്മിൽ എന്തായിരുന്നു? വാർ ആയിരുന്നു. ഇങ്ങനെയുള്ള സമയത്ത് ഒരു അമേരിക്കക്കാരനെ രക്ഷിക്കുക എന്ന് പറയുന്നത് രാജ്യദ്രോഹമാണ്. ഓക്കെ, ഇങ്ങനൊരു രാജ്യദ്രോഹം ഈ ഡോക്ടർ ചെയ്താൽ അദ്ദേഹം എന്താണെന്ന് ഇവിടെ പറയുന്നത്? അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും. അടുത്തത്, he could be severely punished on charges of harboring an enemy. Dr. Sedo also had to face open defense from his servants who refused to cooperate with him and his wife. നമുക്കറിയാം അദ്ദേഹത്തിന്റെ വീട്ടിലെ സെർവൻസ് ഒരുപാട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അല്ലെ? ആദ്യം അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ക്യാൻസൽ ചെയ്യും, ബാൻ ചെയ്യും, അറസ്റ്റ് ചെയ്യപ്പെടും. അതിനു പുറമെ ഇദ്ദേഹം നിൽക്കുന്ന സമയത്ത് വീട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സെർവൻസ് ഒക്കെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹത്തോട് 100 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നിർത്തി പൊരിപ്പിക്കാന്നുള്ള പറയല്ലേ, ശരിക്കും പറഞ്ഞാല് അതാണ് സംഭവിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ, they wanted that the white man ought to die. ശ്രദ്ധിച്ച നിങ്ങൾ പോയിന്റ്. ഇദ്ദേഹത്തിന്റെ ജപ്പാനീസ് സെർവൻസിന് എന്താ ആവശ്യം? ഈ വെള്ളക്കാരൻ എന്ത് ചെയ്യണം? സത്തുപോകണം, അല്ലെ? സത്തുപോകണം. സ്ലൈഡ്സ് നമുക്ക് എങ്ങനെ കിട്ടും? സ്ലൈഡ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ താഴെ മക്കളെ ഒരു ലിങ്ക് കാണുന്നില്ല, നിങ്ങൾ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യും വേണം. ഓക്കെ, അടുത്തത്, Dr. Sedo was in a fix. He could not
hand over a dying man, even if he was an enemy to the police, and protecting him could lead to Dr. Sidhu's arrest, but the ethics of his profession had taught him to save a dying man irrespective of all things. Okay, അപ്പൊ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇദ്ദേഹത്തിന് പോലീസിന് കൈമാറാം ഈ അമേരിക്കക്കാരന്. പക്ഷേ ഒരു ഡോക്ടറാണ് അദ്ദേഹം. നമ്മുടെ സെഡോ എന്താണ്, നല്ല ഡോക്ടറാണ്, പേര് പോലെ തന്നെ അല്ലേ സെഡോ. എന്താണ് അദ്ദേഹത്തിന് എന്തുണ്ട്, കുറച്ച് എത്തിക്സ് ഉണ്ട്, ഓക്കെ, ആദർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളൂ, ചിന്തിച്ചിട്ടുള്ളൂ. സോ പുട്ടിംഗ് aside his dilemma, he did what he ought to do as a doctor. അപ്പൊ ഒരു ജാപ്പനീസ്കാരൻ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന പോയിന്റ് എന്താണ്, ഒരു നാഷണൽ ഐഡന്റിറ്റി, ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു സിറ്റിസൺഷിപ്പ്, അതിനേക്കാളും ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്താണ്, ഒരു മനുഷ്യനെ രക്ഷിക്കാം, ഒരു മരിക്കാൻ പോകുന്ന മനുഷ്യനെ എന്ത് ചെയ്യാം, എങ്ങനെയെങ്കിലും രക്ഷിക്കാം. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. പുട്ടിംഗ് aside his dilemma, he did what he ought to do as a doctor. ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്, ജീവൻ രക്ഷിക്കല. നമ്മൾ ഈ ഡോക്ടേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഓത്ത് എന്താണ്, എനി ടൈം എന്ത് ചെയ്യും, നമ്മൾ റെഡിയാണ് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ. സോ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ എന്ത് ഉത്തരവാദിത്വം, ഇദ്ദേഹത്തിന്റെ പ്രൊഫഷൻ, ഇദ്ദേഹത്തിന്റെ എത്തിക്സ്. ഹി not only operated upon and saved the enemy soldier but also arranged for his escape. ഇദ്ദേഹം എന്ത് മാത്രമല്ല ചെയ്തത്, ജീവൻ രക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, ജീവൻ രക്ഷിക്കുന്നതോടൊപ്പം what did he do, ഇദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തത് ആരാണ്, നമ്മുടെ ഡോക്ടർ സെഡോ ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ all the difficulties നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? ഇങ്ങനെയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആൻസർ എഴുതേണ്ടത് വളരെ ക്ലിയർ ആയിരിക്കണം. നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുക, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഇല്ലാതിരിക്കുക, എഴുതുന്നത് വളരെ കൃത്യമായിരിക്കുക, നല്ല തുടക്കം, അതേപോലെ കറക്റ്റ് ഓർഡറിൽ എന്ത് ചെയ്യുക, നമ്മൾ ആൻസർ എഴുതാം. ഓക്കെ അല്ലേ? ഈ ആൻസർ ക്ലിയർ ആണോ? എല്ലാവരും ഒരു പേർപ്പിൾ, എന്റെ BTSന്റെ ഒരു പേർപ്പിൾ ഹാർട്ട് ഇട്ടേ പറഞ്ഞേ. ഷുഡ് വിസാർഡ് ഇറ്റ് മമ്മി? വേണ്ട, നമുക്ക് വേണ്ട. സ്ലൈഡ്സ് അപ്ലോഡ് ആണല്ലോ ഇന്നലത്തെ ലൈവിന്റെ. പ്ലീസ് ചെക്ക്. ഓ അപ്ലോഡഡ് ആണല്ലോ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഇത് സെറ്റാണ്. യെസ്, എനിക്ക് എന്താണ് പേർപ്പിൾ, നല്ല മൊഞ്ചുള്ള പേർപ്പിൾ ഹാർട്സ് വരുന്നുണ്ട്. ഓക്കെ, സെറ്റ്. ഇനി അടുത്ത ചോദ്യം നോക്കി നിങ്ങൾ, എന്താണ് ചോദ്യം ഇവിടെ? ഡു എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഓൾഡ് ജനറൽ ഇൻ ദ ലെസൺ. നമുക്ക് ആ പാഠത്തിൽ എന്തുണ്ട്, കുറച്ചൊരു മൂഷത്തെ സ്വഭാവമുള്ള ഒരു ഓൾഡ് ജനറലിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? യെസ്. ഇവിടെ നോക്കിയേ, 2011 ചോദിച്ച ചോദ്യമാണ്. ഡു എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഓൾഡ് ജനറൽ ഇൻ ദ ലെസൺ ദി എനിമി. ദി എനിമി എന്ന് പറയുന്ന പാഠത്തിലെ ഓൾഡ് ജനറലിന്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ അയാളുടെ കറക്റ്റ് സ്വഭാവം എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പറയണം അല്ലേ? പറയണ്ടേ? പറയണം. ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക് എങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതാന്നുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചേ. ദി ഓൾഡ് ജനറൽ ഈസ് എ മാൻ ഹൂസ് പേഴ്സണൽ കൺസിഡറേഷൻസ് overweighted all other consideration. നമ്മൾ സെഡോനെ കാണുന്ന സമയത്ത് സെഡോ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, അദ്ദേഹത്തിന്റെ ആദർശത്തിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷേ ഈ ഓൾഡ് ജനറൽ എന്ന് പറയുന്ന മനുഷ്യൻ എന്താണ്, അദ്ദേഹത്തിന്റെ ദുഷ്ടത്തിൽ മാത്രം താല്പര്യങ്ങൾക്ക് എന്ത് ചെയ്തു, ബാക്കി എല്ലാ കൺസിഡറേഷനേക്കാളും മേലെ അദ്ദേഹം പക്ക എന്താണ്, ജപ്പാൻകാരനാണ്, അമേരിക്കക്കാർക്ക് അടുത്ത ശത്രുക്കളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥതകൾക്ക് മാത്രം എന്ത് ചെയ്തു, അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തു. അതാണ് നമ്മൾ ഫസ്റ്റ് സെന്റൻസ് എഴുതിയത്. മനസ്സിലായോ? സെറ്റല്ലേ? ഓക്കെ. അടുത്തത്, even though the second war was in progress and a doctor of the caliber of Dr. Sedo would have proved to be a blessing for the wounded soldiers on the front, he was retained in Japan because he was indispensable to the general's health and well-being. So നമുക്കറിയാം, നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ജനറൽ എന്തായിരുന്നു, അയാൾ കട്ടുമലായിരുന്നു. അയാൾ എന്താണ്, അയാൾ എന്ന് പറഞ്ഞ ജനറൽ. ഓക്കെ, ഹി വാസ് നോട്ട് വെൽ. നമ്മുടെ സെഡോയെ പോലെ വളരെ കാലിബർ ഉള്ള, വളരെ കഴിവുള്ള ഡോക്ടർ എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത് സെറ്റാക്കി എണീച്ചിരുത്തിപ്പിച്ചു അല്ലേ?
അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഡോക്ടർ സെഡോയെ കുറിച്ച് എന്ത് ചെയ്തു? നമ്മളിവിടെ മെൻഷൻ ചെയ്തു. ഡിസ്പൈറ്റ് നോവിംഗ് അബൌട്ട് ദി പ്രസൻസ് ഓഫ് ദി അമേരിക്കൻ സോൾജിയർ അറ്റ് ഡോക്ടർ സെഡോസ് ഹൗസ്, ഹി റിഫ്രെയിൻസ് ഫ്രം സെൻഡിങ് ഹിസ് പ്രൈവറ്റ് അസാസിൻസ് ടു കിൽ ദ എനിമി സോൾജിയർ. ഇദ്ദേഹത്തിന് എന്താണ്? ഈ ഡോക്ടർ സെഡോ ആണ് എന്ത് ചെയ്തത്? ഇദ്ദേഹത്തെ രക്ഷിച്ചത് മീൻസ് എന്താണ്? ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുത്തത്. അപ്പൊ അദ്ദേഹത്തോട് ശരിക്കും സ്നേഹമുണ്ട്. പക്ഷേ ഡോക്ടർ സെഡോനോട് സ്നേഹത്തെക്കാളും ഇദ്ദേഹത്തിന് എന്തുണ്ട്? അമേരിക്കക്കാരനുള്ള വെറുപ്പുണ്ട്. അതിനുവേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്തു? പ്രൈവറ്റ് ആയിട്ട് അസാസിൻസിലെ കൊല്ലാൻ വിട്ടു ആളുകളെ. ആരെ വീട്ടിലേക്ക്? സെഡോന്റെ വീട്ടിലേക്ക്. അപ്പൊ അവിടെ ശരിക്കും നമ്മൾ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥത, ഓക്കെ, ഭയങ്കര സെൽഫിഷ്നെസ്, ഗ്രീഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. He understands Dr. Sedo's importance for his own survival and so does not want to take a chance in case the assassins accidentally harm Dr. Sedo or his wife. ഇദ്ദേഹത്തിന് ആഗ്രഹം എന്ത്? അപകടത്തിൽ പോലും അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് പോലും എന്താവരുത്, ഇയാളെ കൊല്ലരുത്, അതായത് ഡോക്ടർക്ക് ഒരു പരിക്കും പറ്റരുത്. The general therefore comes across as a strange and selfish person who is actually too preoccupied with his own self. അപ്പൊ ഭയങ്കര സെൽഫിഷ് ആണ് അല്ലെ? സെൽഫിഷ് ആണ്, ഭയങ്കര സെൽഫ് സെന്റേർഡ് ആണ്, ഗ്രീഡ് ആണ്, ഹ്യൂമാനിറ്റി ലാക്കിംഗ് മാൻ ആണ്. ആര്? നമ്മുടെ ഓൾഡ് ജനറൽ അല്ലേ? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം നിങ്ങളുടെ ആൻസറിൽ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. He being a general, his illness and his fear of death outweigh all his other considerations, even those towards his country. So he being a general, ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ his illness and his fear of death outweigh all his other consideration, even those towards his country. അല്ലേ? അപ്പൊ ഇദ്ദേഹത്തിന് എന്തുണ്ട്? ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെയും ഹെൽത്തിന്റെ കാര്യത്തിൽ എന്തുണ്ട്? അതും ടെൻഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് അറ്റ് ദ സെയിം ടൈം നമ്മുടെ അമേരിക്കക്കാരനെ സോൾജറോട് കാണിക്കുന്ന ആ ഒരു മെന്റാലിറ്റി നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇദ്ദേഹത്തിന് എന്തില്ല? ഒട്ടും ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞില്ല. ആ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ശത്രുക്കൾ കൊല്ല എന്നുള്ള ചിന്ത മാത്രമേ ആർക്കുള്ളൂ? ഇദ്ദേഹത്തിനുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കാം. അടുത്ത ചോദ്യം 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Dr. Sedo was more a dutiful doctor than a loyal citizen. മക്കളെ, ഇതേപോലുള്ള ജനറൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് വരുന്ന ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ പോവാൻ. ഓക്കെ, കാരണം നമ്മുടെ ഒരു സെൽഫ് കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യും? പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്താണ് ഡിമാൻഡ് ചെയ്യും. അപ്പൊ ഓർത്ത് വെക്കാം. What is the question here? ഇവിടെ ചോദ്യം എന്താ? Dr. Sedo was more a dutiful doctor than a loyal citizen. ഇദ്ദേഹത്തിന്റെ രാജ്യത്ത് ഒരു പൗരൻ, ഒരു സാധാരണ പൗരൻ എന്നതിനേക്കാളും നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് ഡോക്ടർ സെഡോ വാസ് മോർ എ ഡ്യൂട്ടിഫുൾ ഡോക്ടർ. ഇദ്ദേഹം ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കഴിവ് തെളിയിച്ചല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെ, ഡ്യൂട്ടിഫുൾ, ധർമ്മം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക്. നോക്കിയേ, substantiate the statement by quoting suitable evidence from the story. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഒരു ജപ്പാൻ സിറ്റിസൺ, ജപ്പാൻ പൗരൻ എന്നതിലുപരി ഏറ്റവും നല്ലൊരു ഡോക്ടർ ആണെന്നാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്നും പഠിച്ചത്. വിത്ത് എവിഡൻസ്, തെളിവുകളോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രൂവ് ചെയ്യണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ കയ്യിലാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ യു ഷുഡ് നോ ദ സ്റ്റോറി വെൽ, യു ഷുഡ് നോ ദ ക്യാരക്ടർ വെൽ, യു ഷുഡ് ബി തറോ വിത്ത് ദ ചാപ്റ്റർ നിങ്ങൾക്ക് ശരിക്കും അറിയണം. ഓക്കെ, കാരണം ഇവിടെ എന്താണ്? എക്സാമ്പിൾ വേണം. വി ഹാവ് ടു പ്രൂവ്, നമ്മൾ പ്രൂവ് ചെയ്യണം. സോ ഇവിടെ നോക്കാം, ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ എങ്ങനെ നമ്മൾ തുടങ്ങാം? ഡോക്ടർ സെഡോ ഈസ് എ ഡ്യൂട്ടിഫുൾ ഡോക്ടർ ആൻഡ് വെൻ ഇറ്റ് കംസ് ടു കമ്മിറ്റ്മെന്റ് ടുവാർഡ്സ് ഹിസ് പ്രൊഫഷൻ ഈവൻ ഹിസ് ഒബ്ലിഗേഷൻ ടുവാർഡ്സ് ഹിസ് കൺട്രി ബിക്കം സെക്കൻഡറി ടു ഹിം. നമ്മൾ ആദ്യം തന്നെ സ്റ്റേറ്റ് ചെയ്യാണ് നമ്മളോട് ചോദിച്ച ചോദ്യം. നമ്മളിവിടെ പറയാണ്, നമ്മളിവിടെ എന്താ പറയുന്നത്? ഡോക്ടർ സെഡോ ഈസ് എ ഡ്യൂട്ടിഫുൾ ഡോക്ടർ. ഇദ്ദേഹം എന്താണ്? ഇദ്ദേഹത്തിന്റെ ഡോക്ടർ എന്ന നിലയിലുള്ള ഡ്യൂട്ടി കറക്റ്റ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു കമ്മിറ്റ്മെന്റ് ടുവാർഡ്സ് ഹിസ് പ്രൊഫഷൻ, ഒരു സമയത്ത് ഒരു സൈഡിൽ ഇദ്ദേഹത്തിന്റെ പ്രൊഫഷനോടുള്ള കമ്മിറ്റ്മെന്റ്,
മറ്റേ സൈഡിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെന്റ്. ഇദ്ദേഹം ഈ രണ്ട് കമ്മിറ്റ്മെന്റും ഇദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഡോക്ടർ എന്ന് പറയുന്ന ജോലിയോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് അദ്ദേഹം എന്ത് ചെയ്തത്, ആദ്യം ഓപ്റ്റ് ചെയ്തത്. രാജ്യത്തോടുള്ള കമ്മിറ്റ്മെന്റ് എന്ത് ചെയ്തു, അദ്ദേഹം സെക്കൻഡറി ആയിട്ടാണ് എന്ത് ചെയ്തത്, ഓപ്റ്റ് ചെയ്തത്. ഇനി അടുത്തത്, he brings back to life a man who is on the verge of death without caring about the fact that the person whose life he is saving is a soldier of the enemy camp. നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, we have to prove എന്താണ് അദ്ദേഹം ചെയ്തത്. സോ നമ്മൾ പറഞ്ഞു അമേരിക്കയിലെ എന്ന തടവുകാരനായിരുന്നു അമേരിക്കക്കാരൻ, അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചത് ഇദ്ദേഹമാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡോക്ടർ സെഡോസ് കോൺഷ്യൻസ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്. അദ്ദേഹത്തിന്റെ മനസാക്ഷി അല്ലേ, അദ്ദേഹത്തിന്റെ എന്താണ് പ്രൊഫഷണൽ എത്തിക്സ്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹം എത്രത്തോളം അദ്ദേഹം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ഉൾക്കൊള്ളുന്നു, എത്തിക്സ് ഉൾക്കൊള്ളുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതിന്റെ തെളിവാണ്. നോക്കിയേ, that supersedes his patriotism and he saves the American soldier. He rises above narrow prejudices as he realizes his job as a doctor is to save a life and not to take it away. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇദ്ദേഹം എന്താ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരാളെ ജീവൻ എന്തില്ല എടുക്കലല്ല, ഒരാളുടെ ജീവൻ എന്താണ്, ജീവൻ കൊടുക്കലാണ് എന്നുള്ളത് ഇദ്ദേഹം സ്വയം അവിടെ എന്താണ് ഇദ്ദേഹത്തെ പറഞ്ഞു തന്നെ മനസ്സിലാക്കാണ്. അടുത്തത്, he rises above narrow prejudices as he realizes his job as a doctor is to save a life and not to take it away. Even after he told the general everything about the American soldier, he felt restless for 3 consecutive nights at the thought that he was actually waiting for someone to be killed. ഇദ്ദേഹം ജനറലിനോട് ഈ പറഞ്ഞ അമേരിക്കക്കാരന്റെ പറഞ്ഞ കാര്യം, ഈ അമേരിക്കൻ പ്രിസണറെ കുറിച്ച് പറഞ്ഞ സമയത്ത് 3 രാത്രി ഉറക്കമില്ല, മനസ്സമാധാനമില്ല, സന്തോഷമില്ല, ഒന്നുമില്ല. ഇദ്ദേഹത്തിന് ഉറപ്പാണ് എന്ത്, ഈ ജനറൽ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ആളെന്ത് ചെയ്യും, കൊല്ലാൻ പറഞ്ഞേക്കും. അതിനുശേഷം ഫൈനലി അവസാനം ഇദ്ദേഹം എന്താ തീരുമാനിച്ചേ, ഇദ്ദേഹം തീരുമാനിച്ചു decided to help the soldier to escape so that he could be at peace with himself and put his mind to rest. എന്ത് ചെയ്യണം, ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഈ സോൾജറിന് എസ്കേപ്പ് ചെയ്യണം. കഷ്ടപ്പെട്ട് ജീവൻ രക്ഷിച്ച അയാൾ പോയിക്കോട്ടെ, ജീവിച്ചോട്ടെ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള വഴി ആര് കൊടുത്തു, നമ്മുടെ ഡോക്ടർ കൊടുത്തു. അതോടൊപ്പം ഇദ്ദേഹം എന്താണ് സ്വസ്ഥമായിട്ട് ഒരു ഭാഗത്തിരുന്നു. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ശരിയല്ലേ? ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ 2 ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് 16 ചോദിച്ചതും ഒന്ന് 17 ചോദിച്ചതും. ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഗുഡ് ഹ്യൂമൻ വാല്യൂസ് ആർ ഫാർ അബോവ് എനി അതർ വാല്യൂ സിസ്റ്റം. ഗുഡ് ഹ്യൂമൻ വാല്യൂസ് അല്ലേ, നമ്മുടെ എന്താണ് ഏറ്റവും നല്ല വാല്യൂസ്, ഏറ്റവും നല്ല എന്താണ് നമ്മുടെ ക്വാളിറ്റീസ്, ഇത് മറ്റെല്ലാ വാല്യൂ സിസ്റ്റത്തിനേക്കാളും എന്താണ് നല്ലതാണ്. ബേസിക്കലി ഒരു മനുഷ്യൻ നന്നാവുന്നത് മറ്റെല്ലാ നന്മയെക്കാളും എന്താണ് ബെസ്റ്റ് ആണ്. ഹൗ ഡിഡ് ഡോക്ടർ സെഡോ സക്സീഡ് ആസ് എ ഡോക്ടർ ആസ് വെൽ ആസ് എ പേട്രിയറ്റ്. ഇവിടെ ഡോക്ടർ സെഡോ അദ്ദേഹം ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്കും ഒരു പേട്രിയറ്റ് എന്നുള്ള നിലയ്ക്കും എങ്ങനെയാണ് വിജയിച്ചത്. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ എഴുതേണ്ടത്. അടുത്ത് നോക്കിയേ, എ ഡോക്ടർ ഈസ് സപ്പോസ് ടു ബി ജെന്റിൽ ആൻഡ് ഹ്യൂമൻ. ഒരു ഡോക്ടർ എങ്ങനെയായിരിക്കണം, ഹ്യൂമൻ ആയിരിക്കണം, മനുഷ്യത്വമുള്ള ആളായിരിക്കണം. ഹൗ ഡിഡ് സെഡോ ഷോ ദിസ് ക്വാളിറ്റീസ് ഇൻ ദി സ്റ്റോറി ദി എനിമി. എങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു ക്വാളിറ്റി ഡോക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ക്വാളിറ്റി അദ്ദേഹം തെളിയിച്ചത്. ഈ 2 ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞ മെൻഷൻ ചെയ്യേണ്ടത്, എന്താണ് ക്യാരക്ടർ അല്ലെങ്കിൽ ട്രെയ്റ്റ്സ് ഓഫ് ഡോക്ടർ അല്ലേ. നമ്മൾ എന്താണ് ഇവിടെ രണ്ടും എന്താണ് ഈ ഡോക്ടർ ചുറ്റിപ്പറ്റിട്ടുള്ള ഉത്തരാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏകദേശം ഇതേ ചായൽ ഇതേ മുഖച്ചായയുടെ കൂടെയുള്ള ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല എല്ലാം മിക്സ് ചെയ്ത് നല്ല എന്താണ് സാമ്പാർ പോലുള്ള നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെതായ ഇൻഗ്രീഡിയൻസ് ഓരോ ഭാഗത്തുനിന്ന് എടുത്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, നല്ലൊരു ഭംഗിയുള്ള ഉത്തരം എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ഡോക്ടറെ കുറിച്ച് എന്താണ് ചുറ്റിപ്പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, സ്പൈറൽ പോലെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഓക്കെ, ആരവിടെ യേശുവേ ശോസ്ത്രം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, നോക്കി ഇവിടെ അടുത്ത ശ്രദ്ധിക്കാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ എങ്ങനെ എഴുതും? ഡോക്ടർ സെഡോ ഈസ് നോട്ട് ഓൺലി എ ഗുഡ് ഡോക്ടർ ബട്ട് ഓൾസോ എ പേട്രിയറ്റ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഇദ്ദേഹം എന്തല്ല
ഒരു നല്ല ഡോക്ടറാണ്, അതോടൊപ്പം തന്നെ എന്തുവാണ്, നല്ലൊരു പേട്രിയറ്റും കൂടിയാണ്. ആസ് എ സിറ്റിസൺ ഓഫ് ജപ്പാൻ, ഡോക്ടർ സെഡോ വാസ് എക്സ്പെക്ടഡ് ടു ബി ലോയൽ ടു ഹിസ് കൺട്രി, ബട്ട് ആസ് എ ഡോക്ടർ ഇറ്റ് വാസ് ഹിസ് ഫോർമോസ്റ്റ് ഡ്യൂട്ടി ടു സേവ് എ ലൈഫ്. അപ്പൊ ഇദ്ദേഹത്തിന് എന്താണ്, ഒരു പേട്രിയറ്റ്, രാജ്യസ്നേഹി എന്നുള്ള നിലയ്ക്ക് എന്താണ് ഇദ്ദേഹത്തിന്റെ കടമയാണ് ഇദ്ദേഹത്തിന്റെ രാജ്യത്തെ സേവിക്കാം. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഡോക്ടർ സെഡോന്റെ ഡ്യൂട്ടി എന്താണ്, ടു സേവ് സംവൺസ് ലൈഫ്, ഒരാളുടെ ജീവൻ എന്ത് ചെയ്യുക, സംരക്ഷിക്കാം. അടുത്തത് നോക്കിയേ, Dr. Sedo was indeed a patriotic Japanese as well as a dedicated surgeon. ഇദ്ദേഹം എന്താണ്, ഒരു സർജൻ ആണ്, ഒരു നല്ലൊരു എന്താണ് രാജ്യത്തോട് സ്നേഹമുള്ള മനുഷ്യനുമാണ്. An American runaway prisoner in a badly wounded condition is washed ashore on Japanese doctor Sedo's doorstep. ഒരു അമേരിക്കൻ തടവുകാരൻ ഫുള്ള് മുറിവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇയാളുടെ വീട്ടുപടിക്കലാണ് എത്തിയത്. ആരെ വീട്ടുപടിക്കല്, ഡോക്ടർ സെഡോന്റെ. The doctor is initially a little hesitant. നമുക്കറിയാം ഡോക്ടർ സെഡോ ഫസ്റ്റ് തുടക്കത്തില് അദ്ദേഹം എന്ന കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഹെസിറ്റന്റ് ആയിരുന്നു. അതായത് എന്താണ്, ചെറിയൊരു ചടപ്പ് അദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ when he discovers that the latter's real identity, but being dedicated surgeon, he decides to treat the enemy soldier. പക്ഷെ കുറച്ച് എത്ര ആയിട്ടെന്താണ് ഇദ്ദേഹത്തിന് ഒരു അകമഴിഞ്ഞ ഡോക്ടർ, നമ്മൾ പറയൂലേ എന്ത് കഥാപാത്രം ഉൾക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സിനിമ ചെയ്യുക അല്ലെങ്കിൽ ക്യാരക്ടർ ചെയ്യാന്നൊക്കെ പറയും. അതേപോലെ മനസ്സറിഞ്ഞൊരു ഡോക്ടറാണ് ആര്, ഡോക്ടർ സെഡോ. അതുകൊണ്ട് തന്നെ he is able to save the prisoner's life, but being a patriotic Japanese, he informs a superior Japanese army general about the prisoner's presence in his house and even agrees to have him killed by the general's assassins. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ജനറലിനോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മനസ്സാക്ഷിയുമുള്ള അദ്ദേഹം എന്താണ്, ഡോക്ടർ എന്ന നിലയ്ക്ക് ഇയാളെ രക്ഷിച്ചിട്ടുമുണ്ട്, എന്നിട്ടൊരു രാജ്യസ്നേഹി എന്നുള്ള നിലയ്ക്ക് ജനറലിനോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു ഉത്തരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചോദ്യത്തിന് വരുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, നോക്കി ഇവിടെ, he waits for the assassins to carry out their job, but when they do not arrive, he gives the prisoner his boat and helps him to escape safely, thus honoring both the values that he was a patriotic Japanese as well as a dedicated surgeon. ഓക്കെ, അപ്പം ഈ അസാസിൻസ് വരാത്ത സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു, എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ മനുഷ്യൻ, ഈ സാധു മനുഷ്യൻ, തടവുകാരൻ, അല്ലെങ്കിൽ ആ ജയിലിനെ ഏറെ എടുങ്ങാറായിട്ടുണ്ടാവൂലെ. പാവം, നമുക്കറിയാം നിങ്ങൾക്ക് എന്താണ് സോഷ്യൽ പഠിച്ചവരാണ്, ഹിസ്റ്ററി പഠിച്ചവരാണ്, വേൾഡ് വാർ സെക്കൻഡ് ടൈമിലൊക്കെ പല കാര്യങ്ങളും അല്ലേ, എങ്ങനെയാണ് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രീറ്റ് ചെയ്തെന്നൊക്കെ നിങ്ങൾ പച്ചവെള്ളം പോലെ പഠിച്ചവരാണ്. ഓക്കെ, അപ്പൊ ഈ കൂടുതൽ നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. നമ്മൾ എന്ത് ചെയ്യാ, ഡോക്ടർ സെഡോ ആസ് എ ഡോക്ടർ, ആസ് എ പേട്രിയറ്റ്, എന്താണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ്, ഇത് നമ്മൾ മെൻഷൻ ചെയ്യാം. ഓക്കെ അല്ലേ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. സെറ്റ്, മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും എന്താണ് എന്തെങ്കിലും ഒരു ഇമോജിട്ടെ, കുറച്ച് ഫുഡ് ആയിക്കോട്ടെ, അതിൽ വിശക്കുന്നുണ്ട്, വല്ല ജ്യൂസോ വല്ല ബർഗറോ വല്ല സാൻഡ്വിച്ചോ വല്ല ബ്രോസ്റ്റഡും എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. നമ്മൾ ആൻസർ ക്ലിയർ ആണോ? അടുത്ത വർഷത്തിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ബൈഹാർട്ട് ചെയ്യരുത് കേട്ടോ, ബിക്കോസ് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം, ബിക്കോസ് യു നോ ദ സ്റ്റോറി, നിങ്ങൾക്ക് ഈ കഥ അറിയാം. നമ്മളെ സംബന്ധിച്ച് എന്താ വേണ്ടത്, വി ജസ്റ്റ് വാണ്ട് ടു നോ ഹൗ ടു റൈറ്റ് ദ ആൻസർ, ഹൗ ടു കൺസ്ട്രക്ട് ദി ആൻസർ. നമുക്ക് ആ ആൻസർ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് മാത്രം എന്ത് ചെയ്യാൽ മതി, അറിഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ലൈഡ് അപ്ലോഡ് ആയാലും ഒരു 3-4 പ്രാവശ്യം എന്ത് ചെയ്യുക, നിങ്ങൾ ആ സ്ലൈഡ് ഒന്ന് വായിക്കുക, മൈൻഡിൽ നിന്ന് ഓർത്ത് വെക്കുക, എങ്ങനെയാണ് ആൻസർ തുടങ്ങുന്നത്, എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്, അത്രയും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർത്താൽ മതി. ഓക്കെ, യെസ്, സാൻഡ്വിച്ചും ബർഗർ ഷവർമ ഒക്കെ വരുന്നുണ്ട്, സന്തോഷം, സ്ക്രീനിലേക്ക് കാണുന്നുണ്ടല്ലോ. ഓക്കെ, കത്തി ഉണ്ടല്ലോ, കത്തി ആരാ ഉദ്ദേശിച്ചത്, എന്നെ 2 വെട്ടെന്നാണോ ഉദ്ദേശിച്ചത്? കത്തി ഞാൻ പറഞ്ഞില്ല അല്ലേ അബി, എന്താണ് കത്തിയാണല്ലോ, ആയുധമാണല്ലോ, ചോരയാണല്ലോ. ഓക്കെ, അപ്പൊ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നമ്മൾ ഈ ഒരു എനിമി എന്നുള്ള ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി നമുക്ക് എന്താണ് ഓൺ ദി ഫേസ് ഓഫ് ഇറ്റ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം, പ്രീവിയസ് ആയിട്ട് നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എത്രത്തോളം ചോദ്യങ്ങളാണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, അത്രയും നമ്മുടെ എക്സാംസ് എന്താവും, എളുപ്പമായിരിക്കും.
ഓക്കെ, നമുക്ക് കഥ അറിയണം. കഥ അറിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്? നമ്മൾ കഥ വായിക്കും, ക്ലാസ്സിൽ കഥകൾ കേൾക്കും, കഥ മനസ്സിലാക്കും. പക്ഷെ ഒരു സമയത്ത് പോലും നമ്മൾ എന്ത് ചെയ്യില്ല, ആ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കൂല. അതൊരു വൻ അബദ്ധമാണ്. ഓക്കെ, അപ്പൊ എത്രത്തോളം നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് പോകുന്നു, അത്രയും നമുക്ക് എക്സാംസ് എന്തായിരിക്കും, എളുപ്പമായിരിക്കും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് എക്സാം ഹാളിന്നും നമ്മളൊരു കാണാത്ത ചോദ്യം കാണുന്നതും നമ്മൾ എവിടെയോ കേട്ടൊരു ചോദ്യം അല്ലെങ്കിൽ കണ്ട ഒരു ചോദ്യം, ഒരു പ്രാവശ്യം നമ്മൾ വായിച്ചൊരു ചോദ്യം എക്സാം ഹാളിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കാണുമ്പോഴും ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണ്? രണ്ടും രണ്ട് ഫീലിംഗ് ആണ്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഏത് എക്സാമിനും നമ്മൾ ആദ്യം ചെയ്യേണ്ട, അത് IAS ആയാലും വേണ്ടില്ല, IPS ആയാലും വേണ്ടില്ല, PSC ആയാലും വേണ്ടില്ല, എന്ത് എക്സാംസ് ആയാലും വേണ്ടില്ല, നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താ? മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ ഓക്കെ അല്ലേ? ശരി. സോ ഓൺ ദി ഫേസ് ഓഫ് ഇറ്റ്, എന്നുള്ള ഒരു ചാപ്റ്റർ നമുക്ക് അറിയാം. ഇവിടെ ശ്രദ്ധിക്കാം, എന്താണ് അതിന്റെ തീം അല്ലേ? ഒന്ന് നോക്കാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. The theme revolves around the idea that ഈ ഒരു ചാപ്റ്റർ എന്തിനെയാണ് ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? The idea that the people with physical disabilities suffer from loneliness and mental pain. ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾ അല്ലേ, ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾ സമൂഹത്തിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഒറ്റപ്പെടുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് എന്തുണ്ട്, ഭയങ്കരമായിട്ട് മാനസികമായിട്ട് അവരെന്തല്ല ഓക്കെ ഇല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള എന്തുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. Okay, next one, the play gives us an insight into how appearances are deceptive. So ഇവിടെ നോക്കാം, ഈ ഒരു പ്ലേ നമ്മളോട് പറയുന്നത് എന്താണ്? നമുക്കൊരു ഉൾക്കാഴ്ച, നമ്മളെ കൂടെ ഒന്ന് ചിന്തിപ്പിക്കുകയാണ്, നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാക്കി തരുന്നുണ്ട്. into how appearances are deceptive അല്ലേ? നമ്മുടെ ഒരു കാഴ്ചയിലുള്ള കാര്യങ്ങൾ എന്താണ്, എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എത്രത്തോളം അത് എന്ത് ചെയ്യുന്നുണ്ടോ, ഒറ്റപ്പെടുത്തി നിർത്തുന്നുണ്ട്, എത്രത്തോളം നമുക്കത് വിഷമം തരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? സോ നമുക്കറിയാം, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞ, ഈ ഒരു ചാപ്റ്ററിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? ആരൊക്കെയായിരുന്നു ക്യാരക്ടേഴ്സ്? യെസ്, ഓക്കെ, ഇവിടെ നോക്കാം നിങ്ങള്. ശരി, ശ്രദ്ധിക്കുക ഇവിടെ. It is about the friendship between a young boy, Derry, and an old man, Mr. Lamb. ഈ ഒരു കഥയിൽ, ഈ ഒരു നാടകത്തിൽ, ഈ ഒരു പ്ലേയിൽ നമ്മൾ എന്താ കാണുന്നത്? ഡെറി എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ അല്ലെ, നിങ്ങളെ പോലെ എന്താണ് ചെറിയൊരു പയ്യനും ഒരു ഓൾഡ് മാൻ മിസ്റ്റർ ലാം, ഇവർ തമ്മിലുള്ള എന്താണ് ഭയങ്കര ഡിഫറൻസ് ആണ്. ചെറിയൊരു കൊച്ചു പയ്യനും വലിയൊരു പ്രായമുള്ള ആളും ഇവർ തമ്മിലുള്ള വളരെ രസകരമായിട്ടുള്ള എന്താണ് ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താ? ബിക്കോസ് ഓഫ് ഹിസ് ഫേഷ്യൽ സ്കാർ. ആർക്കാ മുഖത്ത് അടയാളുള്ളത്? ആ ഒരു സ്കാർ ആർക്കാ? He is very upset and feels that people do not want to associate with him. So, to hide from people, he gets into the old man's garden but panics when he meets him. So, നമുക്കറിയാം ആസിഡ്, ആ ഒരു അപകടം ഉണ്ടായിട്ടില്ല. എന്താണ് നമ്മുടെ ഡെറി, അവന്റെ മുഖത്ത് എന്തുണ്ട്, ഒരു വർഷം മുഴുവൻ എന്താണ് അതിൻ്റെ ആ ഒരു ഇമ്പാക്ട് ഉണ്ട് അല്ലെ, ഒരു ആസിഡിന് അറ്റാക്ക് ഉണ്ട്. അപ്പോ അവരെന്താണ് പൊതുവെ ആളുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒളിച്ചോടണം. അവന് തന്നെ ഉള്ളിലൊരു ഫീലിംഗ് ആണ്, ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അവനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പീപ്പിൾ ആർ നോട്ട് അക്സെപ്റ്റിംഗ് ഹിം അല്ലെ, അവനെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ആർക്കുണ്ട്, നമ്മുടെ ഡെറിക്ക് ഉണ്ട്. അപ്പൊ ഡെറി എന്താണ്, ഒളിച്ചോടുന്നത് പോലെ ഇങ്ങനെ എല്ലാവരെയും നിന്ന് വിട്ടുമാറി ആരെ ഗാർഡനിലെത്തും? മിസ്റ്റർ ലാംബ്, അദ്ദേഹത്തിന്റെ ഗാർഡനിലെത്തും. മിസ്റ്റർ ലാംബിനെ കണ്ടപ്പോഴും ആദ്യത്തെ അവരുണ്ടായൊരു എന്താണ് റിയാക്ഷൻ എന്തായിരുന്നു? ഡെറി ഗോട്ട് സ്കേർഡ് അല്ലെ, ആളെന്താണ് ഭയങ്കര പേടിച്ചിട്ടുണ്ടായിരുന്നു. നോക്കി ഇവിടെ. പക്ഷെ മിസ്റ്റർ ലാം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? put him at ease and advise him to accept life as it comes. മിസ്റ്റർ ലാം സംസാരിച്ച് അവൻ എന്ത് ചെയ്തു, നോർമൽ ആക്കി കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവൻ എന്താ പഠിപ്പിച്ചത് അല്ലേ? വാട്ട് ഡിഡ് ഹി ടീച്ച് ഹിം? എന്താണ് അവനോട് എങ്ങനെയാണോ ലൈഫ് വരുന്നത്, അവൻ എങ്ങനെയാണോ അവന്റെ ജീവിതം മുന്നിൽ വരുന്നത്, അതിന് ഉൾക്കൊള്ളാൻ പറഞ്ഞു, അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞു, അംഗീകരിക്കാൻ പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് വൺ നോക്കിയേ. സാമ്പിൾ പേപ്പർ ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആണ്.
Okay. Yes, ഒന്ന് ശ്രദ്ധിക്കാം മക്കളെ. Also, he conveys Derry to live life to the fullest and avoid bitterness. He further advises him to accept life as it is. However, Derry was moved by Mr. Lamb's attitude and spirit. Besides, when Derry tries to come out of his shell, he met a great loss of the only person who makes friends with him. നമുക്കറിയാം അങ്ങനെ ഡെറി എന്താണ് ജെറി എന്ന് പറയുന്നത് ടോം ആൻഡ് ജെറി. സോ ഡെറി എന്താണ് ആളൊക്കെ അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ ആയി ആളെന്താണ് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കി വീട്ടിൽ പോയിട്ട് എന്താണ് ഇമ്മയോട് പെർമിഷൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. തിരിച്ചു വരുന്ന ഡെറി കാണുന്നത് എന്താണ് മരിച്ചു കിടക്കുന്ന മിസ്റ്റർ ലാമ്പിനെയാണ്. അപ്പൊ അവനെ സംബന്ധിച്ച് എന്താണ് ആദ്യമായിട്ട് അവനൊരു ഫ്രണ്ടിനെ കിട്ടിയത് ജീവിതത്തിൽ. ആ ഫ്രണ്ട് എന്ത് ചെയ്തു ആകെ മിസ്സായും ചെയ്തില്ലേ മിസ്സായി. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കാണുന്നത്. ഇനി ഈ ഒരു ഈ ഒരു പാഠത്തിൽ നിന്നും ഈ ചാപ്റ്ററിൽ നിന്നും നമ്മളോട് ചോദ്യങ്ങൾ അറിയണ്ടേ? ഇവിടെ നോക്കിയേ. ഹൗ ഡിഡ് മിസ്റ്റർ ലാംബ് ട്രൈ ടു ഗിവ് കറേജ് ആൻഡ് കോൺഫിഡൻസ് ടു ഡെറി? എങ്ങനെയാണ് മിസ്റ്റർ ലാംബ് ഡെറിക്ക് ധൈര്യവും കോൺഫിഡൻസും കൊടുത്തത്? ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് എങ്ങനെ അതിന്റെ ആൻസർ എഴുതാം. നമ്മൾ ആദ്യം പറയണം ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഒരു കാര്യം എന്താണ് വ്യക്തമാണ്. ഡെറി വാസ് എന്താണ് നോട്ട് കോൺഫിഡൻറ്റ്. ആള് കോൺഫിഡൻറ്റ് അല്ലായിരുന്നു അല്ലെ. സോ ഡെറി സഫേഴ്സ് ഫ്രം ആൻ അക്യൂട്ട് സെൻസ് ഓഫ് സെൽഫ് ഹേറ്റ്രഡ് ആൻഡ് റിജക്ഷൻ ബിക്കോസ് ഓഫ് ഹിസ് ബേൺ ഫേസ് അല്ലെ. അവന്റെ ഒരു ആക്സിഡന്റ് അറ്റാക്കിന് ശേഷം ആ ഒരു മുഖത്തെ പാടും കാര്യങ്ങളുമായിട്ട് അവരെന്തുണ്ടായിരുന്നു ഹി വാസ് നോട്ട് കോൺഫിഡൻറ്റ്. അവനെന്താണ് സെൽഫ് ഹേറ്റഡ്. അവന് തന്നെ അവനോട് എന്തുണ്ടായിരുന്നു വെറുപ്പുണ്ടായിരുന്നു. Then he feels he is very ugly because of which no one will ever love him. അവന് തോന്നൽ എന്താണ് അവന്റെ ആ ഒരു അഗ്ലി ലുക്ക് കൊണ്ട് ആക്ച്വലി അങ്ങനെയല്ല പക്ഷെ എന്നിട്ടും ആ ഒരു ലുക്ക് കൊണ്ട് ആളുകൾ എന്ത് ചെയ്യും no one will ever love him. അവന് ഒരിക്കലും ആളുകൾ എന്ത് ചെയ്യില്ല സ്നേഹിക്കൂല അംഗീകരിക്കൂല. അങ്ങനെ ഒരു വിചാരം ആർക്കുണ്ട് ഡെറിക്ക് ഉണ്ടായിരുന്നു. Mr. Lamb too has heard Derry only complain and bemoan about himself. He feels very sad to see a 14-year-old boy giving up on life just because of his physical disability. So Mr. Lamb എന്ത് ചെയ്യാറുണ്ട് എപ്പോഴും കേൾക്കാറുണ്ട് നമ്മുടെ ഡെറി 14 വയസ്സുള്ളൂ ഇവൻ എന്താണ് എപ്പോഴും കംപ്ലൈന്റ് പറയാറുണ്ട് അവന്റെ ഒരു ലൈഫിനെ കുറിച്ച്. അപ്പൊ ഇദ്ദേഹത്തിന് പലപ്പോഴായിട്ട് എന്തിന്റെ വിഷമം ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഡെറി ഒരു 14 വയസ്സുള്ള ഈ പയ്യൻ ഇങ്ങനെ ലൈഫിൽ എന്ത് ചെയ്യുന്നതിന് ഗിവപ്പ് ചെയ്യുന്നതിന്. അടുത്തത് Mr. Lamb at first startles Derry with his strange talk. He tells Derry he is interested in everything created by God. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ് ദൈവം ഉണ്ടാക്കിയ എല്ലാത്തിനും ഇദ്ദേഹത്തിന് എന്തുണ്ട് താല്പര്യമുണ്ട്. ഇദ്ദേഹത്തിന് ദൈവത്തിന്റെ എല്ലാ ക്രിയേച്ചേഴ്സ് സൃഷ്ടിയോടും എന്തുണ്ട് മിസ്റ്റർ ലാംബിന് എന്തുണ്ട് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ അതേപോലെ സൃഷ്ടിയല്ലേ നമ്മുടെ ഡെറി. അപ്പൊ ഡെറിയെയും ഇദ്ദേഹം സ്നേഹിക്കുന്നു എന്നാണ് അദ്ദേഹം ചെയ്യുന്നത് പറയുന്നത്. His encouraging words have a magical effect on Derry. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മൾ മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷാലേ. നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മളെ മാറ്റി നിർത്തുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമം. അതേപോലെ എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഡെറി. അങ്ങനെ ഡെറിനെ സംബന്ധിച്ചിട്ട് ഡെറിനെ അംഗീകരിക്കുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നു ഇതൊക്കെ പറയുമ്പോൾ എന്താണ് ഡെറിനെ സംബന്ധിച്ച് he was very happy. അടുത്ത് നോക്കി Mr. Lamb's conversation that everyone and everything is essentially the same. The notion of beauty is relative and his concept of the world and friendship baffle but appeal to Derry and he gets fascinated by the old man. So അവൻ എന്താണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്ത് ചെയ്ത് കുറേ നല്ല ആശയങ്ങളും കുറേ നല്ല നല്ല കാര്യങ്ങളും ലൈഫിനെ എങ്ങനെ ഫേസ് ചെയ്യാനൊക്കെ ഒരാൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവന് ഒരുപാട് എന്താണ് ഒരു എന്താണ് ദൂതനെ പോലെ അല്ലെ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ ഒരു മെജീഷ്യനെ പോലെ കാര്യം തോന്നിയിട്ടുണ്ടായിരുന്നു മിസ്റ്റർ ലാംബിന് എന്ത് ചെയ്തിട്ടുണ്ട് തോന്നിയിട്ടുണ്ട്. അടുത്ത് നോക്കി സ്ലോലി ഹി ഷെഡ്സ് ഹിസ് കോംപ്ലക്സ്. സ്ലോലി പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഡെറിയുടെ ആ ഒരു കോംപ്ലക്സ്. ഓക്കെ അവൻ എന്തില്ല കാണാൻ ഭംഗിയില്ല കൊള്ളൂല എന്നുള്ള കോംപ്ലക്സ് എന്താണ് സ്ലോലി പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട് അത് അവൻ ഇങ്ങനെ മാങ്ങി വരുന്നുണ്ട്. നോക്കേ ആൻഡ് ഹിസ് അഗ്ലിനെസ് ആൻഡ് റീഡിസ്കവേഴ്സ് ദ ജോയ്സ് ഓഫ് ലൈഫ്. അങ്ങനെ അതിൽ നിന്ന് വിട്ട് അവൻ എന്ത് ചെയ്യുന്നു ജീവിതത്തിന്റെ സന്തോഷം അതിലേക്ക് അവൻ എന്ത് ചെയ്യാണ് കൂടുതൽ അടുത്തും മനസ്സിലാക്കിയും എന്ത് ചെയ്യുന്നുണ്ട് ജെറി വരുന്നുണ്ട്. അതായത് ലൈഫിന്റെ സന്തോഷങ്ങളെ കുറിച്ച് അവൻ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ ബോധം വെക്കുന്നുണ്ട്. ഓക്കെ ഇനി ഇതിനു മുൻപ് നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അടുത്തത് ഏതാണ് 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
The lesson on the face of it is an apt depiction of the loneliness and sense of alienation experienced by people on account of a disability. Explain. ഇത് നമ്മളോടാണ് ചോദിക്കുന്നത് അല്ലേ, ഇങ്ങനെയുള്ള ഡിസേബിലിറ്റി ഉള്ള ആളുകൾ എന്താണ് എപ്പോഴും ഒറ്റപ്പെടും, ഇതിന്റെ ഒക്കെ എന്താണ് വിക്ടിംസ് ആണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ഇവിടെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആണ് ചോദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇവിടെ നിങ്ങളോടാണ് പറയാൻ പറയുന്നത്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആണ് ചോദിക്കുന്നത്. നോക്കിയേ, the lesson on the face of it aptly depicts the loneliness and sense of alienation experienced by Derry and Mr. Lamb on account of a disability. നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ എന്തിനെ പറ്റിയാണ് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അല്ലേ. The actual pain and inconvenience caused by the disabilities is often much less than the sense of alienation felt by the disabled person. Derry suffered from severe negative complexes because of his burnt face. നമുക്കറിയാം വീണ്ടും ഡെറിയെ സംബന്ധിച്ച് എന്താണ് ഈ ഒരു ഫേസിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എപ്പോഴും ആൾക്ക് എന്താണ് ഭയങ്കര ഇൻഫീരിയർ ആണ് അല്ലെ, എപ്പോഴും കോംപ്ലക്സ് ആണ്, എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ആണ്. എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ കൊണ്ട് ആർക്കൊരു എന്താണ് ഗുണവുമില്ല, ഇങ്ങനെയൊക്കെ ചിന്തകളാണ് ആൾക്ക് നമ്മുടെ ഡെറിക്ക്. നെക്സ്റ്റ് വൺ, he became a pessimistic loner who indulged in self-pity and was always suspicious of the intention of others. ഇവനാണെങ്കിൽ എന്താണ് നമ്മൾ പറയുക ദുരന്തം, ഫുൾ ടൈം ദുരന്തമായി നെഗറ്റീവ് മാത്രം എന്ത് ചെയ്യും അടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, he wasn't an optimistic, ഒരിക്കലും ശുഭാപ്തി വിശ്വാസമുള്ള ആളല്ല. he was a pessimist അല്ലെ, എപ്പോഴും ദുരന്തം മാത്രം ചിന്തിക്കൂ, മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നു, മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കുന്നു, ഇങ്ങനെയുള്ള എന്താണ് വൃത്തിയായിട്ട കാര്യങ്ങൾ, എന്താണ് വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഒട്ടും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം ആര് ചിന്തിക്കും, ഡെറി ചിന്തിക്കുക അല്ലെ. His anger and frustration made him withdrawn and an introvert. ഇവന്റെ ഈ ഒരു ദേഷ്യം ഫ്രസ്ട്രേഷനും എല്ലാം കൂടി ഇവൻ എന്താക്കി, നല്ല ഒന്നാം തരം ഇൻട്രോവേർട്ട് ആക്കി. Mr. Lamb, on the other hand, was inwardly a loner who craved for company and acceptance. Though outwardly he was always jovial, outgoing and optimistic, he was an extremely sensitive person. ഇദ്ദേഹം എന്താണ് നല്ലൊരു ഒപ്റ്റിമിസ്റ്റിക്, അതായത് ശുഭാപ്തി വിശ്വാസം, എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന ആളാണ് മിസ്റ്റർ ലാംബ്. അദ്ദേഹം ഒരു ജോയ്ഫുൾ പേഴ്സൺ ആണ്, എപ്പോഴും സന്തോഷം കണ്ടെത്തുന്ന ആളാണ്, ഹാപ്പി പേഴ്സൺ ആണ്, എല്ലാവരും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്, ജനറസ് മാൻ ആണ്, കൈൻഡ് ആണ്. ഇദ്ദേഹത്തിന്റെ അടുത്ത് ആരെത്തി, നമ്മുടെ ഡെറി എത്തി. ഇദ്ദേഹത്തിന്റെ അടുത്ത് ഡെറി എത്തിയപ്പോഴാണ് ഡെറി എന്ത് ചെയ്യുന്നത്, കുറെ നെക്ട സത്യങ്ങൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹം മനസ്സിലാക്കുന്നു. അവൻ മനസ്സിലാക്കുന്നത് അല്ലെ, കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, തിരിച്ചറിയുന്നത് നമ്മുടെ ഡെറി. അങ്ങനെ ഓരോ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തെയും സ്വന്തം അല്ലെ അവനെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്ന സമയം വന്നു. Derry and Mr. Lamb's physical disabilities caused pain and suffering not only to their body but also to their mind and soul. നമ്മുടെ മിസ്റ്റർ ലാംബ് പറയുന്നത് അദ്ദേഹത്തിന്റെ കാല് കണ്ടിട്ട് കുട്ടികൾ കളിയാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഡിസബിലിറ്റീസ് ഉണ്ടാകുമ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അത് അവരുടെ ശരീരത്തിന് മാത്രമല്ല എന്ത് കൊടുക്കുന്നത്, കുറവുകൾ കൊടുക്കുന്നത്, വേദനകൾ കൊടുക്കുന്നത്, വിഷമം കൊടുക്കുന്നത്, അവരുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നു, അത് വല്ലാണ്ട് ബാധിക്കുന്നു. ഓക്കെ അല്ലേ. ഓക്കെ അല്ലേ, ശരി. അപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണ് എല്ലാവരും? കുറച്ച് എന്താണ് വല്ല ജ്യൂസ് ഇട്ടൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. യെസ് ഓർ നോ? വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, സോറി ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല. എന്താണ് ഇത്രയും പോപ്പുലറായ നമ്മൾ സെലിംകുമാർ പറഞ്ഞ പോലെ ജാടത്തെണ്ടി എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ നമ്മളതിൽ പോപ്പുലർ ഒന്നല്ല, ചുമ്മാ പറഞ്ഞതാണ്. എന്റെ പേര് അൻവറ എന്നാണ്. സൈലത്തിൽ എന്താണ് എന്നെ വിളിക്കാം, നിങ്ങൾ എന്നെ വിളിക്കേണ്ടത് എന്താണ്, AT മിസ് എന്നാണ്. ഓക്കെ, മേട്ടി അല്ല AT. ഓക്കെ, അൻവറ എന്നാണ് മിസ്സിന്റെ പേര്. സൈലം എന്ന് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് AT എന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവിന് ശേഷം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ബാക്കിയുള്ള നമ്മുടെ ലിറ്ററേച്ചറിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് നാളെ നമ്മൾ എന്ത് ചെയ്യും, റിവൈസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പേപ്പറിൽ, നിങ്ങളുടെ സിലബസിൽ ലിറ്ററേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ മറ്റുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്നലെ നമ്മൾ റൈറ്റിംഗ് ചെയ്തു, ഇന്ന് നമ്മൾ അറൌണ്ട് ഒരു 6 ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തില്ലേ, ഇത് ചെയ്തു. ഇനി നമുക്ക് എന്തുണ്ട്, റീഡിംഗ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രോപ്പർ ആയിട്ട് ഐഡിയ ഉണ്ടാവണം. എങ്ങനെ നിങ്ങൾ ഓരോ പാരഗ്രാഫും അനലൈസ് ചെയ്യണം, എങ്ങനെ നിങ്ങൾ പാരഗ്രാഫ് അനലൈസ് ചെയ്ത് ഉത്തരം എഴുതണം. നിങ്ങൾക്ക് താഴെ തരുന്ന ഓപ്ഷൻ ക്വസ്റ്റ്യൻസിന്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്, സിനോണിംസ് ആവട്ടെ, whatever it is, എന്താണ് ഓരോന്നും നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എഴുതണം എന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ നമ്മളെ പ്രിയപ്പെട്ട ആര് വരുന്നുണ്ട്, നാസർ സാർ വരുന്നുണ്ട്.
ഓക്കെ നാളെ സാർ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് റീഡിങ്ങിന്റെ ഒരു സെഷനിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം നാളെ 7 മണിക്ക് എന്ത് ചെയ്യും, ഞാൻ നിങ്ങളുടെ ജംഷഡ് സർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് റിവിഷൻ, നമ്മുടെ ഫ്ലെമിംഗ് ഓഫ് വിസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചാപ്റ്റർ, അതിന്റെ സമ്മറി, അതിന്റെ ക്വസ്റ്റ്യൻസ്, ഇതേപോലെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീണ്ടും ഞാനൊരു ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഓർമ്മപ്പെടുത്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾ എല്ലാവരും ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് എന്ത് ചെയ്യുക, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി കുറച്ച് ഹാർട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ഒന്ന് കത്തിക്കാം. ഓക്കെ, അൺസീൻ പാസേജ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് നമ്മുടെ നാസർ സാർ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, യെസ്. അതോടൊപ്പം പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നമ്മുടെ നാളത്തെ ലൈവിന് ലിങ്ക് എന്ത് ചെയ്യാ, എല്ലാവരും താഴെ ഉണ്ട്, എല്ലാവരും അതിൽ പോകണം. എന്നിട്ട് എന്ത് ചെയ്യാ, നിരത്തി ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് എത്തിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ അല്ലേ? യെസ് ഓർ നോ? ജേർണി ടു ദ എൻഡ് ഓഫ് ദ എർത്ത് എടുക്കുമോ? നമ്മൾ നാളെ എടുക്കും. എല്ലാം കണ്ടോ, ഇവിടെ നമ്മുടെ സ്ലൈഡ്സ് ഇവിടെ കംപ്ലീറ്റ് ഉണ്ട്, മെമ്മറി ഓഫ് ചൈൽഡ്ഹുഡ് കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് നിങ്ങളുടെ റീഡിങ് എന്ത് ചെയ്യണം, അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. റീഡിങ് കൂടി ചെയ്ത് നമ്മുടെ എന്തായി, ഒരു 70% എന്തായി, നമ്മളെന്താവും, നമ്മുടെ സിലബസ് കവർ ചെയ്തു. ബാക്കി നമ്മൾ കംപ്ലീറ്റ് നാളെ ചെയ്യും കേട്ടോ. സാമ്പിൾ പേപ്പേഴ്സും നാളെ ചെയ്യും. അപ്പൊ നാസർ സർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങളെ കാണാൻ വേണ്ടി, റെഡി ആയിട്ട്. ഞാൻ മൈക്കൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാണ്, ബാക്കി സർ പഠിപ്പിച്ച് സെറ്റ് ആക്കി തരും. സോ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ ബീങ് ഹിയർ. ഓക്കെ, താങ്ക് യു. നാളെ അടിപൊളിയായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Hello everyone, good evening. So, എന്നെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. I believe I'm audible and visible to everybody, right? I believe I should introduce myself first. Yes. My name is Ncert Faruddin K. NFK എന്നാണ് ഷോർട്ട്. And this is the first time we are meeting each other. This is the first time we are interacting with each other. So I wish you a very good evening to everybody. I know you have been watching this class for the last 2 hours, but നമ്മളൊരു 45 minutes കൂടെ, അല്ലെങ്കിൽ മാക്സിമം ഒരു 45-50 minutes കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. എന്നെ ഇതുവരെ കാണാത്ത ആളുകൾക്ക് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മൾ ഇതുവരെ ഇന്ററാക്ട് ചെയ്തിട്ടില്ല. പേര് ഞാൻ പറഞ്ഞു, നാസർ ഫാറുദ്ദീൻ എന്നാണ്. യെസ്, സോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് എവരിബഡി. സോ ഷാൽ വി ബിഗിൻ? ആരംഭിക്കലാമല്ലോ. റൈറ്റ്, നമ്മൾ പതുക്കെ ഇന്നത്തെ ക്ലാസ്സിലേക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ പെർട്ടിക്കുലർ സെഷനിലേക്ക് കടക്കുവാണ്. Yes. Okay, right. So today I will be discussing a very important topic, which is reading skills, right? ചില ആളുകൾക്ക്, വളരെ കുറച്ച് കുട്ടികൾക്ക് ഇത് വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവാം. ബട്ട് ദ പ്രോബ്ലം ഈസ്, വിൽ യു ബി ഏബിൾ ടു പോക്കറ്റ് ഓൾ ദ 20 മാർക്സ് ഫ്രം റീഡിംഗ് സ്കിൽസ്? റീഡിംഗ് സ്കിൽസിലെ 20 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. യെസ്, ഐ ഡിഡ് സേ 20 മാർക്സ് ഔട്ട് ഓഫ് 80 മാർക്കിന്റെ പരീക്ഷയിൽ ആദ്യത്തെ 20 മാർക്ക് വിൽ ബി ഫ്രം റീഡിംഗ് സ്കിൽ. ഫോർ ദാറ്റ് റീസൺ ദിസ് ഈസ് ഗോയിങ് ടു ബി എ വെരി ക്രൂഷ്യൽ സെക്ഷൻ ഇൻ യുവർ എക്സാമിനേഷൻ. സോ ദ പോയിന്റ് ഈസ്, ഈ 20 മാർക്ക് നമുക്ക് എങ്ങനെ പോക്കറ്റ് ചെയ്യാം, എങ്ങനെ നമുക്കിത് കിട്ടും എന്നുള്ളതാണ്. യെസ്, ആഗ്നേഷ് അങ്ക്, താങ്ക് യു ഫോർ ദ വെൽക്കം. ഓക്കെ, റൈറ്റ്. സോ ഈ 20 മാർക്കും എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എങ്ങനെയാണ് 20 മാർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നത്? നിങ്ങളുടെ പുതിയൊരു CBSE ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയിട്ടുണ്ട്. അതിൽ they have clearly mentioned that this year they are going to ask 20 marks
from the reading section. അതുകൊണ്ട് ആ പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് അതിനെ കൃത്യമായി ടാക്കിൾ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ ലൈവിൽ നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. I want your complete attention throughout the next 45 minutes. So if you are ready, let's begin, but please confirm that in the comment box by saying yes sir, ready. If you're ready, just tell me ready in the comment box. Yes. People, are you ready? നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മൾ തമ്മിൽ പരിചയം ഒന്നുമില്ല, നമ്മൾ ഇന്നാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. സോ ഐ വോണ്ട് യുവർ കോപ്പറേഷൻ, ഐ വോണ്ട് യു ടു ബി അറ്റൻറ്റീവ് ത്രൂ ഔട്ട് ദ ക്ലാസ്. സോ പീപ്പിൾ, യെസ്, താങ്ക് യു ഫോർ ദ വെൽക്കംസ്. മാനസ സേസ് വെൽക്കം സർ, താങ്ക് യു, അപ്രീഷിയേറ്റ് ദാറ്റ്. വേർഡ് മീനിങ്ങിന് മാർക്ക് പോകുന്നു. യെസ്, നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് സംസാരിക്കും. സോ പീപ്പിൾ, ഐ വോണ്ട് യു ടു കൺഫേം ഇൻ ദ കമന്റ് ബോക്സ് ദാറ്റ് യു ആർ റെഡി ഫോർ ദ സെക്ഷൻ, റൈറ്റ്? യെസ്. ഓക്കെ, റെഡി. നല്ല കാര്യം. കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. Before starting the session, yes, we will definitely solve a couple of questions to give you a rough idea about what you're going to face in the next examination. അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്താണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ അത് അറ്റൻഡ് ചെയ്യണം, ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്താലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിക്കും. ബട്ട് ബിഫോർ ദാറ്റ്, എന്താണ് റീഡിംഗ് സെഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീഡിംഗ് സ്കിൽ എന്ന് പറഞ്ഞ ആ സെക്ഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുള്ള ആളുകൾ ഒന്ന് കമന്റ് ബോക്സിൽ യെസ് എന്ന് പറയണം. യെസ്, നിങ്ങൾ എല്ലാവരും റെഡി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു പീപ്പിൾ ഫോർ ദ കോർഡിയൽ വെൽക്കം യു ആർ ഗിവിംഗ് ടു മീ. ഓക്കെ, റൈറ്റ്, റെഡി, സെറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ശ്രദ്ധിച്ചേക്കണേടാ. റീഡിംഗ് സെക്ഷന് അങ്ങനെ പൊതുവെ റൂൾസുകളൊന്നുമില്ല. ഇന്ന രീതിയിൽ റീഡിംഗ് സെക്ഷൻ ചെയ്യണം, ഇന്ന രീതിയിൽ ആൻസർ ചെയ്യണം എന്നുള്ള ഹാർഡ് ആൻഡ് ഫാസ്റ്റ് അല്ലെങ്കിൽ വാട്ടർ ടൈപ്പ് കമ്പാർട്ട്മെന്റ് റൂൾസ് ഒന്നും റീഡിംഗ് സെക്ഷൻ ഇല്ല. പക്ഷേ സ്റ്റിൽ എന്താണ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ആ കാര്യം ഇതാണ്, ഇഫ് യു കുഡ് ഫോളോ ദ റൂൾസ്, that would be great. Okay, I'm going to tell you a few rules that might help you in the examination. I'm not saying you have to stick with the rule all the time, you don't have to, but these are a few rules that might help you in the reading section, right? So ഇത് ഒരു കമ്പൽസറി ആയിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള റൂൾസ് ഒന്നുമല്ല. ചുമ്മാ നിങ്ങൾ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക, നമുക്കിത് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. റെഡി, ശ്രദ്ധിച്ചോളൂ. The first thing, എന്താണ് റീഡിംഗ് സെക്ഷൻ എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ധാരണയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. You will be given a paragraph or a number of paragraphs, and based on those paragraphs you will be asked questions. Okay, to be precise, 2 പാസേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഓരോ പാസേജിനും 10 മാർക്ക് വീതം. Okay, I'll clarify that before starting the class because I want you to have a thorough idea about what you're going to face in the next examination. Right? നോക്കിക്കോളെ, നിങ്ങൾക്ക് 2 പാസേജ് തന്നിട്ടുണ്ടാവും. എത്ര പാസേജ് തന്നിട്ടുണ്ടാവും? Passage 1. Okay, Passage 1 and Passage 2. This is the idea you should bear. Okay, എന്തൊക്കെയാണ്? പാസേജ് 1-ൽ നിന്ന് 10 മാർക്സിന് ചോദ്യം ചോദിക്കും. പാസേജ് 2-ൽ നിന്ന് അടുത്ത 10 മാർക്കിന് ചോദ്യം ചോദിക്കും. സോ ഇൻ ടോട്ടൽ 20 മാർക്കിന് 2 പാസേജുകളിൽ നിന്നായിട്ടാണ് നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷയിൽ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റന്നാൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് particular thing is clear. Okay, ready. ഇനി ശ്രദ്ധിച്ചോളെ, എന്തൊക്കെയാണ് what are the things you should be careful about in your writing section. I'll explain it, I'll break it down for you. Okay, ശ്രദ്ധിക്കണേ, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുള്ളൂ. Trust me on this. For the next 45 minutes we will be discussing things based on this. Okay, and trust me, I know what I'm talking about. Okay, ഒന്നാമത്തെ കാര്യം എന്താണ്? Do not over emphasize trivialities. നിങ്ങൾക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. Assume that you are given a particular passage and you do not have to stress upon each and everything. ഒരു പാസേജ് തന്നിട്ടുണ്ടെങ്കിൽ ആ പാസേജ് മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞാലേ ഞാൻ ഇതിന്റെ ഉത്തരം എഴുതാൻ തുടങ്ങൂ എന്നൊന്നും ഇൻസിസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഡു നോട്ട് ഓവർ എംഫസൈസ് ട്രിവിയാലിറ്റീസ്. ട്രിവിയാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സിമ്പിൾ ആയിട്ടുള്ള, അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച്. ബാഡ് ബോയ്, thank you, right? I saw your comment and appreciate that. Okay, ശരി. Do not over emphasize on trivialities. Trivialities നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഓവർ എംഫസൈസ് ചെയ്യേണ്ട. എന്ന് വെച്ചാൽ അനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ എംഫസൈസ് ചെയ്യേണ്ട. Do not memorize. That is a magic rule. You do not have to memorize anything to attend this particular question, right? I just want you to go through the passage once, okay, all at once,
and you do not have to memorize anything. ഒരു വേർഡ് അത് മെമ്മറൈസ് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട. കാരണം if you're trying to memorize words or sentences while you're reading the passage, it will hinder the flow of the passage, or it will hinder the flow of the reading. ആ റീഡിങ്ങിന്റെ ഫ്ലോയിനെ അത് എന്ത് ചെയ്യടാ, അത് ഹിൻഡർ ചെയ്യും. So please make sure that you do not have to memorize words. Okay, words ഒന്നും മെമ്മറൈസ് ചെയ്ത് വെക്കണ്ട. Do not read the passage first. Sir, what are you saying? Do not read the passage first. What does that mean? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോടാ? നിങ്ങൾ പറടാ. Do not read the passage first. What does that mean? Sir, passage വായിക്കണ്ട, പിന്നെ എന്താ സർ വായിക്കണ്ട? What should you read first? Okay, tell me in the comment box. What should you read first? You should read the questions first. You should read the questions first. നിങ്ങൾ ആദ്യം വായിക്കേണ്ടത്, ബിഫോർ യു ആർ ഗോയിങ് ത്രൂ ദ പാസേജ്, ഐ വോണ്ട് യു ടു ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത്? എക്സാക്ട്ലി ഡാനി, എക്സാക്ട്ലി യു ഹാവ് ടു ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഞാൻ പറയാം, നമ്മളിത് ചെയ്യാൻ പോകണം. അതിന് മുമ്പ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് വായിക്കണം. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കരുത്. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, ആൻഡ് ദാറ്റ് വിൽ കാറ്റർ ടു ദ പ്രോസസ് ഓഫ് റീഡിങ്. നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കീ പോയിന്റ്സ് പിക്ക് ചെയ്യാൻ സാധിക്കും. എപ്പോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒരു തവണ വായിച്ചിട്ടുണ്ടെങ്കിൽ ആൻസേഴ്സ് നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ജസ്റ്റ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് വൺസ് ബിഫോർ യു ആർ റീഡിങ് ദ പാസേജ്. Why? Because that will make the process of reading fast, or that will give you an edge while you are reading the passage. Okay, that is something you should keep in mind. Okay, Sherry, give us an idea what to search. Yeah, I'll tell you. I'll give you a detailed idea about this thing. Okay, do not overemphasize on vocabulary. കുറെ പേരുടെ കൺഫ്യൂഷൻ ഇതാണ്, സർ മൈ വൊക്കാബുലറി ഈസ് നോട്ട് അപ് ടു ദ മാർക്ക്. ഐ ഡോണ്ട് ഹാവ് എ വൊക്കാബുലറി ദാറ്റ് ശശി തരൂർ possesses. People, I don't want you to possess the vocabulary that Shashi Tharoor have. അങ്ങനെ വലിയ വൊക്കാബുലറി ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. ട്രസ്റ്റ് മീ. ഓക്കെ, നിങ്ങൾക്ക് വലിയ വൊക്കാബുലറി ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഡു നോട്ട് ഓവർ എംഫസൈസ് ഓൺ വൊക്കാബുലറി. സർ ഈ വേർഡിന്റെ മീനിങ് അറിയില്ല, ആ വേർഡിന്റെ മീനിങ് കിട്ടാതെ ഹൗ കാൻ ഐ മൂവ് ഫോർവേഡ്? ജസ്റ്റ് മൂവ് ഫോർവേഡ്. ഒരു വേർഡിന്റെ മീനിങ് കിട്ടിയിട്ട് ഞാൻ അടുത്ത ലൈനിലേക്ക് പോകുമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ യു വിൽ സ്റ്റേ ദർ ഫോർ എവർ. യു വിൽ സ്റ്റേ ദർ ഫോർ എവർ ആൻഡ് എവർ ആൻഡ് എവർ. സോ ഐ ഡോണ്ട് വാണ്ട് യു ടു ബി വറീഡ് അബൌട്ട് ദ വൊക്കാബുലറി. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ്, കോൺസ്റ്റന്റ്ലി ക്വസ്റ്റ്യൻ യുവർ സെൽഫ് വൈൽ റീഡിംഗ് ദ പാസേജ്. ദിസ് ഈസ് എ മാജിക് മന്ത്ര while you're discussing reading passage. I'll tell you why. നിങ്ങൾ ഈ പാസേജ് വായിക്കുന്ന സമയത്ത് കീപ്പ് ഓൺ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും ഈ വേർഡിന്റെ മീനിങ്? എന്തുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ വന്നിട്ടുണ്ടാവുക? അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഷൻ ബ്രേക്ക് ആവില്ല. 20 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. 2 പാസേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4-5 പാരഗ്രാഫൊക്കെയുള്ള വലിയ പാസേജ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സോ ആ അറ്റൻഷൻ ബ്രേക്ക് ആവാതിരിക്കാൻ വാട്ട് യു ക്യാൻ ഡു ഈസ് കീപ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, കീപ് നോട്ട് ഇന്റലക്ച്വൽ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗുണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് അറ്റൻഷൻ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ബിഫോർ വി ആർ ജമ്പിംഗ് ഇൻടു എ ക്വസ്റ്റ്യൻ, ഐ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ദീസ് തിങ്സ് ആർ ക്ലിയർ ഫോർ മൈ ചിൽഡ്രൻ. So children, is this clear? Give me a fire in the comment box. Okay, I don't know whether I should speak in Malayalam or English or Manglish. I'm ready for both. Okay, right. So if these points are clear to you, please let me know by posting a fire in the comment box. Okay, right. Sir, kattil vaakukal vannal, I mean, did you say katti? Okay, kattiയുള്ള വാക്കുകൾ വന്നാൽ എന്ന് പറഞ്ഞാൽ ടഫ് ആയിട്ടുള്ള വാക്കുകൾ വന്നാൽ just skip it. കാരണം അവിടെ മോനെ നിനക്കൊരു ഓപ്ഷൻ ഇല്ല. ഗൗതം ഗോപകുമാർ, you do not have an option there. Sorry, you doesn't have an option there because I'll tell you why. You don't have an option there കാരണം ആ വേർഡ് നമുക്ക് ഇവിടുന്ന് കിട്ടില്ല. You cannot ask a teacher or you cannot ask for a dictionary. You just have to go through that paragraph. Okay, and let's see what happens next. എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഓക്കെ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. So I believe all these things are clear and I want you to take a screenshot of the slide just to make sure that you are following these steps while you are answering
റീഡിംഗ് സെക്ഷൻ. ഓക്കെ, ശരി. സോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. നന്ദന, I'll try to speak in English as much as possible, but I'll make sure that I'm speaking in both languages so that everybody can understand, right? Because I cannot be monotonous. I won't be able to speak English throughout the class because I have people who want Malayalam explanation, right? So I don't want to disappoint them. Gayatri, I'm talking to you as well, right? Sheri. Now let us go through a question. റീഡിംഗ് സെക്ഷന്റെ ഒരു വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. യു വോണ്ട് ബി ഇംപ്രസ്ഡ് ബൈ ദ ക്വസ്റ്റ്യൻ, ബട്ട് സംഹൗ വി നീഡ് ടു സ്കോർ 20 out of 20. That should be the mantra. Okay, you don't have to like the question, rather you have to tackle the question. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അയ്യോ ഇത് ഗംഭീര ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. rather than that ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. That's your mantra, right? നിങ്ങൾ ആ പാസേജ് പഠിച്ച് ബൈ ഹാർട്ട് ചെയ്ത് പരീക്ഷയ്ക്ക് എഴുതുമൊന്നും വേണ്ട. സോ എപ്പോഴും ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് ചോദ്യം കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതല്ല നമ്മുടെ എയിം എന്ന് പറയുന്നത്. our intention is to tackle or score all the 20 marks, right? So in order to do that നമ്മൾ ഈ പാസേജ് വായിച്ചേ പറ്റുള്ളൂ. ഈ പാസേജ് വായിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, yes, it is a sample question paper because I want to give you an idea, a rough idea about what you're going to do. ശരി, ഈ പാസേജ് നോക്കിക്കോളൂ. ഇതൊരു പാസേജ് ആണ്. ആൻഡ് ബിഫോർ ദാറ്റ് എത്ര പാരഗ്രാഫ് ഉണ്ട്? 1 2 3 4 5. This is exactly what I said. എത്ര പാരഗ്രാഫ് ഉണ്ട്? 5 പാരഗ്രാഫ് ഉണ്ട്. സെക്ഷൻ ഡി തൊട്ട് എഴുതിയ കുഴപ്പമുണ്ടോ? ഇല്ല ആദർശ്. You can start from whichever section you like. Okay, it doesn't matter, but you have to clearly mention that in your answer paper. Okay, don't confuse your teacher because അത് തീകൊണ്ടുള്ള കളിയാണ്. When you're confusing a teacher, there is a probability that you might lose your marks. Okay, so don't അതിന് ശ്രമിക്കേണ്ട. എവിടെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. സോ 5 പാരഗ്രാഫ് ഉള്ള ഒരു വലിയ പാസേജ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ ഇതൊന്ന് വായിക്കാൻ പോവാണ്. ഐ വോണ്ട് യു ടു കം അലോങ് വിത്ത് മീ. ഐ വോണ്ട് യു ടു ബി വെരി അറ്റൻറ്റീവ് ത്രൂ ഔട്ട് ദ ക്ലാസ് ബിക്കോസ് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ തെറ്റുവാണെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് വിട്ടുപോകും, നിങ്ങൾക്കത് കിട്ടില്ല. ഓക്കെ, ശരി, ശ്രദ്ധിക്കൂ. Ghost nets are in supernatural. So we are talking about ghost nets. Okay, നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? The topic of discussion is ghost nets. So ghost nets, when you are hearing ghost nets for the first time, we don't have an idea what ghost nets are. Ghost nets എന്താണ് എന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രേതം എന്നാണ്, നെറ്റ് എന്ന് പറഞ്ഞാൽ വല എന്നാണ് in Malayalam. So while you are translating ghost nets, the literal translation becomes പ്രേതവല, but that's a problem. While you're translating that literally നിങ്ങൾക്ക് അർത്ഥം കിട്ടില്ല. അപ്പൊ നമ്മൾ വായിച്ചു നോക്കുകയാണ്. ഇത് പറയുന്നത് ഗോസ്റ്റ് നെറ്റ്സിനെ കുറിച്ചാണ്. ഗോസ്റ്റ് നെറ്റ്സ് ആർ ഇൻ സൂപ്പർനാച്ചുറൽ അല്ല. എന്താ ഗോസ്റ്റ് നെറ്റ്സ് സൂപ്പർനാച്ചുറൽ അല്ല എന്നാണ് പറയുന്നത്. സോ സൂപ്പർനാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർനാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്സ് ദാറ്റ് ആർ ബിയോണ്ട് എക്സ്പ്ലനേഷൻ ആണ്. Things that are beyond the explanation of science. In Malayalam we say supernatural, Malayalam andavishwasam എന്നാണ്. സൂപ്പർനാച്ചുറൽ മലയാളം എന്താണ്? അന്ധവിശ്വാസം എന്നാണ്. അല്ലെങ്കിൽ തിങ്സ് ദാറ്റ് ആർ ബിയോണ്ട് എക്സ്പ്ലനേഷൻ ആണ് സൂപ്പർനാച്ചുറലിന്റെ മീനിങ്. അപ്പൊ ഇവിടെ പറയുന്നു, നിങ്ങളോട് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നു, ഗോസ്റ്റ് നെറ്റ്സ് ആർ ഇൻ സൂപ്പർനാച്ചുറൽ. ഗോസ്റ്റ് നെറ്റ്സ് എന്തല്ല? സൂപ്പർനാച്ചുറൽ അല്ല. ഗോസ്റ്റ് നെറ്റ്സ് സൂപ്പർനാച്ചുറൽ അല്ല, ബട്ട് ദേ ആർ ലെജിറ്റിമേറ്റ്ലി സ്കേറി. അവ സൂപ്പർനാച്ചുറൽ അല്ലെങ്കിലും ദേ ആർ ലെജിറ്റിമേറ്റ്ലി എന്ന് പറഞ്ഞാൽ ഇൻ എ വാലിഡ് മാനർ, ശരിക്കും. ഓക്കെ, ഇൻ എ വാലിഡ് മാനർ, ലെജിറ്റിമേറ്റ്ലി അതെന്താണ്? അത് സ്കേറി ആണ്, നിങ്ങളെ പേടിപ്പിക്കുന്ന കാര്യമാണ്. അത് സൂപ്പർനാച്ചുറൽ ഒന്നും അല്ല, പക്ഷെ അത് ഭയങ്കര സ്കേറി ആണ്. എ ഗോസ്റ്റ് നെറ്റ് ഈസ് എ ഫിഷിംഗ് നെറ്റ് that has been lost or abandoned in the ocean. Okay, നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്താണ് ഗോസ്റ്റ് നെറ്റ്സ് എന്ന് ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? A ghost net is a fishing net that has been lost or abandoned in the ocean. അല്ലേ? ഓഷനിൽ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട അബാൻഡൻ ചെയ്ത ഫിഷിംഗ് നെറ്റ്സിനെയാണ് നമ്മൾ ഗോസ്റ്റ് നെറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, നല്ല കാര്യം. ദേ ആർ വൺ പെർട്ടിക്കുലർലി അപ്പാലിംഗ് പാർട്ട് ഓഫ് ദ ഗ്ലോബൽ ഗോസ്റ്റ് ഫിഷിംഗ് പ്രോബ്ലം. നോക്കൂ, ദേ ആർ വൺ പെർട്ടിക്കുലർലി അപ്പാലിംഗ് പാർട്ട്. അപ്പാലിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്ഗസ്റ്റിംഗ് ആണ്. അപ്പാലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? We are not talking about that ghost. Okay, we are not talking about that ghost, Agnesh Shankar. Right. So listen, appalling means disgusting. വളരെ മോശമായ എന്നുള്ള അർത്ഥമാണ്. They are one particularly appalling part of the global ghost fishing problem.
പ്രോബ്ലം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഗ്ലോബൽ ഗോസ്റ്റ് ഫിഷിംഗ് പ്രോബ്ലം എന്നുള്ള പ്രശ്നം. ഓക്കെ, which includes fishing gear abandoned in the water. നമുക്ക് അറിയാം ഇല്ലേ, നമ്മുടെ ഈ വലിയ വലിയ ഷിപ്പിലൊക്കെ ഫിഷിങ്ങിന് പോകുന്ന ആളുകൾ അവരുടെ ജോലി കഴിയുന്ന സമയത്ത് അവരുടെ ഫിഷിംഗ് ഗിയർ എന്ത് ചെയ്യും? ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഫിഷിംഗ് ഗിയർ they will abandon or they will leave in the sea. അവരത് കടലിൽ തന്നെ, ഓഷനിൽ തന്നെ എന്ത് ചെയ്യും? വിട്ടിട്ട് പോകും. Any net or line left in the ocean can pose a threat to marine life. നോക്കൂ, ഈ പറയുന്ന എന്തും അവർ കടലിലും ബാക്കി വെച്ച് പോകുന്ന എന്തായാലും any net or line, okay, or line left in the ocean can pose a threat to marine life. Marine life-ന് എന്ത് threat ഉണ്ട്? I mean, what do you mean by threat? ഭീഷണി ഉണ്ടാക്കും. Okay, just because a net is no longer used by the fishers doesn't mean it stops working. ഒരു നെറ്റ് ഫിഷർമാൻ യൂസ് ചെയ്യുന്നത് നിർത്തി കഴിഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നില്ല? അവിടെ അവസാനിക്കുന്നില്ല. അതിന്റെ യൂസ് എന്തല്ല, doesn't mean it stops working. അത് അതിന്റെ പണി തുടരുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? These nets continue to trap everything in the path. Okay, assume that these nets are floating through the ocean and these nets continue to trap everything in the path. Let it be a fish, let it be an aquatic animal, let it be an aquatic plant. So അവരുടെ വഴിയുള്ള എല്ലാ സാധനത്തിനും ഈ നെറ്റ്സ് എന്ത് ചെയ്യും? ട്രാപ്പ് ചെയ്യും. That is why it is called ghost nets. That is why it is called ghost nets. ആരോരും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നെറ്റ്സ് ആണ്. ആൻഡ് പോകുന്ന വഴിക്കുള്ള ആളുകളൊക്കെ അത് എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യുന്നുണ്ടാ? ട്രാപ്പ് ചെയ്യുന്നുണ്ടാ. ഇനി നോക്കൂ. യെസ് ഓക്കെ, ശരി. Just because a net is no longer used by fishers doesn't mean it stops working. The nets continue to trap everything in their path, presenting a major problem for the health of our oceans and marine lives. Okay, so it presents or it affects the health of our oceans and marine life. നമ്മുടെ ഓഷ്യന്റെ, നമ്മുടെ സമുദ്രങ്ങളുടെ, നമ്മുടെ സമുദ്രത്തിലെ ജീവിതത്തിന്റെ, മറൈൻ ലൈഫിന്റെ ഹെൽത്തിനെ അത് ഭീകരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ വളരെ സ്പീഡിൽ പോകും ബിക്കോസ് ഐ വോണ്ട് യു ടു അറ്റൻഡ് എ ക്വസ്റ്റ്യൻ. ലൈവിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ടെക്നിക്ക് പിടികിട്ടുക. ഓക്കെ, ശരി. ഗോസ്റ്റ് നെറ്റ്സ് entangle sea turtles. Entangle എന്ന് പറഞ്ഞാൽ the word meaning of entangle is to trap. Okay, entangle means trap. So ghost nets entangle sea turtles, dolphins and porpoises, birds, sharks, seals and more, apart from catching fish. Okay, catching fish മാത്രമല്ല അതിന്റെ ഫംഗ്ഷൻ, അത് എന്ത് ചെയ്യാറും കൂടി ഉണ്ട്? entangle ചെയ്യാറുണ്ട്. what do you mean by entangle? trap ചെയ്യാറുണ്ട്. The nets keep animals from moving freely, cause injuries and keep mammals and birds from rising to the surface for air. Okay, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇനി നോക്കൂ. Since hundreds of animals can be caught in a single net, hundreds of aquatic animals can be caught in a single net, this threat is monumental. We are not talking about a very small threat. We are not talking about a very trivial threat. Rather, we are talking about a monumental threat. What do you mean by monumental? The word meaning of monumental, the word meaning of the word meaning of monumental is very big, very large. വലിയ പ്രശ്നമാണ് അത് എന്ത് ചെയ്യുന്നത്? പോസ് ചെയ്യുന്നത്. ഓക്കെ, ശരി. Where were we? Yes. Yes. Right. The ghost nets harm coral reefs too. Coral reefs എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ മക്കളെ? coral reefs എന്ന് പറഞ്ഞാൽ എന്താണ്? കോറൽ റീഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, സാറല്ലേ പറഞ്ഞത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, എനിക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കേണ്ടതുകൊണ്ടാണ് ഞാനിത് വായിക്കുന്നത്. ജിഫിൻ മുഹമ്മദ്, ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, യെസ്, ഐ ഡിഡ് സേ ദാറ്റ് ഐ വോണ്ട് യു ടു ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ആൻഡ് ദെൻ കം ബാക്ക് ടു ദ പാരഗ്രാഫ് ആൻഡ് ഗോ ത്രൂ ഇറ്റ്. ബട്ട് വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ ഇസ് ഐ എം ഗോയിങ് ത്രൂ ദ പാരഗ്രാഫ് ബിക്കോസ് വൈ ഐ എം എക്സ്പ്ലെയിനിങ് ദ ക്വസ്റ്റ്യൻ യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ. വി ഹാവ് ടൈം റൈറ്റ് നൗ. നമ്മളിപ്പോൾ എടുക്കുന്നത് ബേബി സ്റ്റെപ്സ് ആണ്. ഓക്കെ, ദിസ് ഇസ് നോട്ട് ഒരു എക്സാമിനേഷൻ. ദിസ് ഇസ് നോട്ട് എക്സാമിനേഷൻ. ഓക്കെ, എക്സാമിനേഷൻ സമയത്ത് നിങ്ങൾ എടുക്കേണ്ട മെഷേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാരഗ്രാഫ് നമ്മൾ ചുമ്മാ ഒന്ന് വായിച്ചു പോകുന്നു. എന്തിനാന്ന് വെച്ചാൽ I believe at least some of the students don't have an idea about what you're talking. So I just want to give you an idea. Okay, that's what I'm trying to do right now. So Jiffy, I believe that is clear. Ghost nets, and yes, we have already discussed this.
The ghost nets harm coral reefs too, breaking corals, exposing them to disease, and even blocking the reefs from needed sunlight. So it also affects coral reefs. Coral reefs in the they play a vital role in the equilibrium of the oceans. Oceans in equilibrium maintain ചെയ്യുന്നതിന് വളരെ vital ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്ന ആളാണ് കോറൽ റീഫ്. സോ ഈ കോറൽ റീഫിനെ അതിനെ പോലും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഹിൻഡർ ചെയ്യുന്നുണ്ട്. അതിന്റെ എന്താ പറയുന്നത്, അതിന്റെ നോർമൽ ലൈഫിന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഹിൻഡർ ചെയ്യുന്നുണ്ട്. ജിഫിൻ, യെസ് അമ്രിൻ. ഓക്കെ, ലിസൺ നെക്സ്റ്റ്. Ghost nets are also a major contributor to the ocean plastic crisis. Ocean plastic crisis, ആ ക്രൈസിസിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. കാരണം നമ്മുടെ സമുദ്രങ്ങളിൽ മുഴുവൻ എന്താണ്, പ്ലാസ്റ്റിക് നിറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഓഷ്യൻ പ്ലാസ്റ്റിക് ക്രൈസിസ്. അതിലേക്ക് ഭീകരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്താ, ഈ ഗോസ്റ്റ് നെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ദെൻ most modern nets are made of nylon or other plastic compounds that can last for centuries. That is the problem. നോക്കൂ, ഈ മോസ്റ്റ് മോഡേൺ നെറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് നൈലോൺ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് പ്ലാസ്റ്റിക് കോമ്പൗണ്ടുകൾ കൊണ്ടാണ്. അതിന്റെ പ്രശ്നം എന്താണെന്നോ, ദാറ്റ് ക്യാൻ ലാസ്റ്റ് ഫോർ സെഞ്ചുറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി ഡീകമ്പോസ്ഡ് ഫാസ്റ്റ്ലി. ഓക്കെ, അത് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ഡീകമ്പോസ് ചെയ്യപ്പെടില്ല, ഡീജനറേറ്റ് ചെയ്യപ്പെടില്ല. ഓക്കെ, അപ്പൊ അതൊരു പ്രശ്നമാണ്. സോ ഇറ്റ് വിൽ ലാസ്റ്റ് ദെയർ ഫോർ എവർ. ഓഷ്യൻ ഒരുപാട് കാലത്ത് എന്ത് ചെയ്യും, അത് സർവൈവ് ചെയ്യും. According to a 2018 study in Scientific Reports, ghost nets make up at least 46% of the Great Pacific Garbage. Okay, Great Pacific Garbage എന്ന് പറയുന്നത് പസഫിക് സമുദ്രം, നിങ്ങൾക്ക് അറിയാം പസഫിക് എന്ന് പറഞ്ഞ ഓഷനിൽ ഒരുപാട് ഗാർബേജ് ഡംപ് ചെയ്ത് കിടപ്പുണ്ട്. ഓക്കെ, സോ ആ ഗ്രേറ്റ് പസഫിക് ഗാർബേജില് 46% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്, ഈ ഫിഷിംഗ് നെറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഗോസ്റ്റ് നെറ്റ്സ് ആണ്. ദോസ് അബാൻഡൻ ഫിഷിംഗ് ലൈൻസ് ആൻഡ് നെറ്റ്സ് ദാറ്റ് ഡു നോട്ട് ബ്രേക്ക് ഡൗൺ നെവർ ഗോ അവേ. They just become smaller pieces of plastic. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ, ആ അബാൻഡൻ ചെയ്യപ്പെട്ട പ്ലാസ്റ്റിക് റോപ്പുകളാ, they will not go away, they will not disappear all of a sudden. ജിം ബൂംബ എന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് എന്ത് ചെയ്യില്ല, ഡിസപ്പിയർ ചെയ്യില്ല. rather എന്ത് സംഭവിക്കും, they just become smaller pieces of plastic. അത് ചെറിയ പീസസ് ഓഫ് പ്ലാസ്റ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു, അത് മാറുന്നു. അതിന്റെ പ്രശ്നം എന്താ അറിയോ, മറൈൻ animals mistake this microplastic for food and eat it. മറൈൻ ആനിമൽസ് എന്താണെന്ന് വിചാരിക്കുന്നു, ഇത് മൈക്രോപ്ലാസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഈ മൈക്രോപ്ലാസ്റ്റിക്സിനെ ഫുഡ് ആണ് എന്ന് മിസ്റ്റേക്ക് ചെയ്തിട്ട് they will eat it. So what happens eventually, which can harm in their internal organs. ഇവരുടെ ഇന്റേണൽ ഓർഗൻസ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. യെസ്, keep them from eating and expose them to toxic chemicals. So ഇത് മറൈൻ ആനിമൽസിന്റെ ലൈഫിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വി ആർ മൂവിങ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ഞാൻ പറഞ്ഞത് വളരെ സ്പീഡിലാണ് വായിച്ചു പോകുന്നത്, എനിക്കറിയാം. എക്സസൈസിങ് ഗോസ്റ്റ് നെറ്റ്സ്. ഓക്കെ, എക്സസൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഈ ബാധ ഒഴിപ്പിക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ദ വേർഡ് ഫോർ ബാധ ഒഴിപ്പിക്കൽ, ദ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഫോർ ബാധ ഒഴിപ്പിക്കൽ ഈസ് എക്സസൈസിങ്. ഓക്കെ, റൈറ്റ്. എക്സസൈസിങ് മീൻസ് ടു റിമൂവ് സംതിങ് ദാറ്റ് ഈസ് ബാഡ്. മോശമായ ഒന്നിനെ ഒഴിവാക്കുക, അതിനാണ് നമ്മൾ എക്സസൈസിങ് എന്ന് പറയാം. എക്സസൈസിങ് ഗോസ്റ്റ് നെറ്റ്സ് ഫ്രം അവർ ഓഷ്യൻ വിൽ റിക്വയർ കമ്മിറ്റ്മെന്റ്, കോപ്പറേഷൻ ആൻഡ് ഇന്നോവേഷൻ. എന്തൊക്കെ വേണമെന്നാ പറയുന്നത്, നമ്മുടെ ഓഷൻസിൽ നിന്ന് ഈ ഗോസ്റ്റ് നെറ്റ്സുകൾ റിമൂവ് ചെയ്യണമെങ്കിൽ കമ്മിറ്റ്മെന്റ്, കോപ്പറേഷൻ ആൻഡ് ഇന്നോവേഷൻ. ഐ വോണ്ട് യു ടു emphasize on that words. Okay, we are studying by our own. Yes, many groups are working to remove ghost nets from the sea. Many groups, many non-governmental organizations are trying to remove these ghost nets from the ocean and are collaborating with local fishers and governments around the world to identify target areas and remove as many nets as possible. അവർ എന്ത് ചെയ്യുന്ന ടാർഗറ്റ് ഏരിയാസ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നു. ടാർഗറ്റ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് കൂടുതൽ ഈ ഗോസ്റ്റ് നെറ്റ്സ് അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നത് എന്നുള്ള ടാർഗറ്റ് ഏരിയാസ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരത് കണ്ടുപിടിച്ച് അവർ മാക്സിമം റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. In 2015, a single World Wildlife Fund for Nature, you might have heard about WWF, okay, it's a world organization, led mission in the Baltic Sea hold up means come to stop 268 tons of nets, ropes and other materials. Okay, Sherry, and that brings us to the next paragraph, because yes, I know I'm rushing because I want you to go through the questions. Okay, and I want you people to stay here for the next 30 minutes. Okay, so will you stay here for the next 30 minutes? Give me confirmation. People, I believe you are reading along with me, you are reading this paragraphs along with me. So shall we continue, people? Are you ready? Yes, people, shall we continue? Please give me confirmation in the comment box. Yes, I believe you are ready.
Yes, 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 yes. Okay, right. To stop these nets from becoming ghosts in the first place, ഈ nets ghost ആവാതെ മാറാൻ വേണ്ടിയിട്ട് conservation organizations advocate for fishing gear that can be traced to its owner, so anyone dumping nets can be fined. Okay, ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിനെ റെക്ടിഫൈ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ്, how are we going to find a solution for this? A few solutions are mentioned here. Okay, I want you to go through this. എന്തൊക്കെയാണ്? കൺസർവേഷൻ ഓർഗനൈസേഷൻ അഡ്വക്കേറ്റ്, ദേ പ്രൊപ്പഗേറ്റ്, അവര് ഇതിനു വേണ്ടി വാദിക്കുന്നു. എന്താണ്? ഫോർ ഫിഷിംഗ് ഗിയർ ദാറ്റ് ക്യാൻ ബി ട്രേസ്ഡ് ടു ഇറ്റ്സ് ഓണർ. എന്ന് പറഞ്ഞാൽ ഒരു ഫിഷിംഗ് ഗിയർ എന്ന് പറഞ്ഞാൽ ടൂൾസ് യൂസ്ഡ് ടു ഫിഷിംഗ്. ഓക്കെ, ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിഷിംഗ് ടൂൾസ് എന്ന് വിളിക്കുന്നത്. ഈ ഫിഷിംഗ് ടൂൾസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇതിന്റെ ഓണർ ആരാണ് എന്ന് ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫിഷിംഗ് ഗിയേഴ്സ് ഉണ്ടാക്കണം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. So anyone dumping nets can be fined and refundable deposit on nets. Okay, ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ എന്താണ്? റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ഓൺ നെറ്റ്സ്. അതായത് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് നെറ്റ്സ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ഫണ്ട് എന്ത് ചെയ്യും? റീഫണ്ട് ചെയ്യപ്പെടും, ഒരു പൈസ റീഫണ്ട് ചെയ്യപ്പെടും. ഓക്കെ, അത്രയും കാര്യങ്ങൾ പറയുന്നു. ടൂൾസ് ലൈക്ക് സോണാർ റിഫ്ലക്ടേഴ്സ് ദാറ്റ് ക്യാൻ മേക്ക് ഗോസ്റ്റ് നെറ്റ്സ് ഈസിയർ ടു ഫൈൻഡ് ആൻഡ് വർക്കിംഗ് വിത്ത് സ്മോൾ സ്കെയിൽ ഫിഷറീസ് ടു ഡെവലപ്പ് മോർ സസ്റ്റൈനബിൾ ഫിഷിംഗ്. നോക്കിക്കോളെ, ഇവിടെ പറയുന്ന കാര്യം വളരെ ടെക്നിക്കലാണ്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഇവിടെ സോണാർ റിഫ്ലക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് സോണാർ റിഫ്ലക്ടേഴ്സിനെ കുറിച്ചൊന്നും ഒരു ധാരണ ഉണ്ടാവില്ല. അസ്യൂം ദാറ്റ് you do not have any idea about an equipment called sonar reflectors. Should you wait for unless you get the meaning of sonar reflectors, or unless you understand what sonar reflectors are? You don't have to, just go through it. Okay, sonar reflector എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. Tools like sonar reflectors that can make ghost nets easier to find. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോണാർ റിഫ്ലക്ടേഴ്സ് ഉപയോഗിച്ച് കടലിന്റെ അടിയിലുള്ള എന്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും? ഗോസ്റ്റ് നെറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോണാർ എന്ന് പറഞ്ഞാൽ some physics things. I don't know much about that. ഇനി നോക്കൂ, with small scale fisheries to develop more sustainable fishing gear and practices or other suggestions. It is only by attacking this problem from all sides together with conservation partners, right? Together with conservation partners, fishers and supporters can we banish ghost nets. Banish എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് to get rid of something, നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ്. സോ ഇതാണ് നിങ്ങളുടെ പാരഗ്രാഫ്. യെസ്, എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ ബിലീവ് ദാറ്റ് യു ഡിഡ് ഗെറ്റ് എ റഫ് ഐഡിയ അബൌട്ട് ദ പാരഗ്രാഫ്. സോ ലെറ്റ് മീ ആസ്ക് യു എ ഫ്യൂ ക്വസ്റ്റ്യൻ ബിഫോർ വി ആർ ജമ്പിംഗ് ഇൻ ടു ദ റിയൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, വാട്ട് ഈസ് ദ മേജർ തീം ഓഫ് ദ പാരഗ്രാഫ്? ടെൽ മീ. റൈറ്റ്, Light Ray says no one to chat with me. Light Ray, people are here for study. No, people are here to study, so I don't want you to disturb them, right? So people, tell me, what is the major theme of this passage? What is the major theme of this passage? Or what are we talking about? What are we talking about? Yes, Agnes says it's an interesting innovation. Yes, it might be. Okay, since I'm not qualified enough to talk about sonar reflectors a lot, I'll just keep my mum. Okay, I'll keep my mouth shut. Yes, we are talking about ghost net. Okay, Nishan Nichu, the spelling of ghost is wrong. Okay, right? Sure. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. നമ്മൾ പതുക്കെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, I want you to interact with me. I want you to come along with me throughout the class. Okay, so നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? Yes, Hamad says it is about marine pollution. Yes, we are talking about marine pollution, but in particular we are talking about ghost nets. Right? Because there are a number of other variables, there are a number of other factors that influences or that cater to the process of marine pollution. But here, no, we are not talking about water pollution. We are not talking about water pollution. We are talking about fishing nets disposed in ocean in particular, right? I want you to be very specific about your answers, because ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇനി പറയാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തരും, ശരിയല്ലേടാ? നിങ്ങൾ കമന്റ് ബോക്സിൽ എന്റെ കൂടെ ഇന്ററാക്ട് ചെയ്യും. കൺസിഡർ ദിസ് ആസ് എ ലൈവ് ക്ലാസ്, okay, where I'm interacting directly to you. Okay, please do not consider me as a radio jockey where this man will keep on speaking. No, that is not going to happen here. I want you to interact with me. I want you to respond to my questions, right? Yes. So people, will you come along with me? നിങ്ങൾ ആൻസർ പറയുമല്ലോ കമന്റ് ബോക്സിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് യെസ് എന്ന് പറഞ്ഞേടാ. Yes.
No, a lot of students are answering to the question. I'm so happy about that. I'm so happy about the fact that it's already 9 o'clock. No, it's already 9:30. Still, almost 400 students are interacting with me, and that's a great sign. Okay, I will not disappoint you. I'll just take the class for the next 30 minutes or let's say 20 minutes. Okay, and we'll wind up the session. Okay, you don't have to worry about the timing. Okay, just come along with me. Yes, here comes the first question. ശ്രദ്ധിക്കണടാ, ഈ റീഡിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് it is not going to be a cakewalk for you. Okay, it is not going to be a very easy activity for you because ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർ they will make sure that നിങ്ങൾ എങ്ങനെയെങ്കിലും അവർ കൺഫ്യൂസ്ഡ് ആക്കും. അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് +2 CBSE പഠിക്കുന്ന കുട്ടികളോട് ചോദ്യം ചോദിക്കില്ല. ഓക്കെ, നിങ്ങളൊരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളായിരുന്നെങ്കിൽ the questions will be very easy. പക്ഷേ നിങ്ങളുടെ ലെവൽ ആലോചിക്കണം. നിങ്ങൾ +2 പഠിക്കുന്ന 17 വയസ്സുള്ള ഗംഭീരമായ കുട്ടികളാണ്. സോ they will be constructing questions based on your level of comprehension, right? Which I believe is a very good one. Okay, yes Aknay, thank you for the confirmation. Asiya, right? Nasser, ശരി, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പറ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക. 10 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് 10 ക്വസ്റ്റ്യൻ, അടുത്ത പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് അടുത്ത 10 ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, ശരി. Bad boy says it is interesting to hear to you, and bad boy, it is so exciting for me to talk with you because this is the first time we are interacting with each other, and I'm super excited to talk with you. Okay, right? I'm indeed super excited to talk with you. I'm not bluffing. Okay, this is a very genuine comment. Okay, sure. Complete the sentence by choosing an appropriate option. ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോഴേ നിങ്ങൾ പ്രതീക്ഷിക്കരുത് എല്ലാ ചോദ്യവും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും എന്നുള്ളത്. അങ്ങനെയല്ല. സോ ക്വസ്റ്റ്യൻസ് ആൾക്കാർ ആൻസർ ചെയ്യുന്നുണ്ട്. അവിടെയാണ് നോക്കൂ ഇപ്പൊ തന്നെ while analyzing your response I can clearly understand the fact that you are not on by anyone. Yes, ഒരുപാട് ആളുകൾ പല ഉത്തരം പറയുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ആൾക്കാർ പല ഉത്തരം പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു ആൻസറിലേക്ക് എല്ലാവരും വരുന്നുണ്ട്. നമുക്ക് നോക്കാം. Complete the sentence by choosing an appropriate option. Ghost nets have been named so because എന്തുകൊണ്ടാണ് ghost netsനെ ghost nets എന്ന് വിളിക്കുന്നത്? Why ghost nets are called so? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. There is a problem. There is a big problem. You cannot find the answer of this question from the passage because nowhere in the passage it is directly mentioned. Okay, nowhere in the passage it is directly stated that ghost nets are called ghost nets because of this. No, അങ്ങനെയല്ല. Okay, ഇവിടെ ഒരു ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത്. നമുക്ക് നോക്കാം ഏതൊക്കെ ഓപ്ഷൻസ്. Cause much harm to the marine life. Marine ലൈഫിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ അതൊന്ന് സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. ഓക്കെ, നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. ഈ മറൈൻ ലൈഫിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാത്തിനെയും ഗോസ്റ്റ് നെറ്റ്സ് എന്നോ അല്ലെങ്കിൽ ഗോസ്റ്റ് സംതിങ് ഗോസ്റ്റ് എക്സ് എന്നോ ഗോസ്റ്റ് വൈ എന്നൊന്നും വിളിക്കുന്നില്ല. അപ്പൊ മറൈൻ ലൈഫിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല നമ്മുടെ വിഷയം. യെസ്, അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടല്ല ഗോസ്റ്റ് നെറ്റ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാക്കണേ, എന്റെ കോംപ്രിഹെൻഷൻ എങ്ങനെയാ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളെ. ഇത് നോക്കൂ. Are functional though not in use by fishers. ഫിഷേഴ്സ് അത് യൂസ് ചെയ്യുന്നില്ലെങ്കിലും അത് ഫങ്ഷണൽ ആണ്. ശരി, അതൊരു ഗുഡ് ഇനഫ് ആൻസർ ആണ്. നമുക്ക് എന്നാൽ അടുത്ത ആൻസറിലേക്ക് പോയി നോക്കാം. They are not owned by anyone. They are not owned by anyone. Okay, anyone. അതായത് ഗോസ്റ്റ് നെറ്റ്സ് ആരും ഓൺ ചെയ്യുന്നില്ല. ഗോസ്റ്റ് നെറ്റ്സ് ആരും ഓൺ ചെയ്യാനില്ലാത്ത, ഒഴുകി നടക്കുന്ന, ആരോരും ചോദിക്കാനില്ലാത്തത് കൊണ്ടാണ് ഗോസ്റ്റ് നെറ്റ്സ് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത്. Act as a snare for all animals in ocean. സ്നെയർ എന്ന് പറഞ്ഞാൽ, സ്നെയറിന്റെ മീനിങ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സ്നെയർ എന്ന് പറഞ്ഞാൽ ട്രാപ്പ് എന്നാണ്. പക്ഷേ ഇവിടെ നിങ്ങളുടെ CBSE പറയുന്ന ഉത്തരം, ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആൻസർ കീഴിൽ കൊടുത്തിരിക്കുന്ന ഉത്തരം സി ആണ്. ഓക്കെ, ഇതുകൊണ്ടാണ്. ബിക്കോസ് ഗോസ്റ്റ് നെറ്റ്സ് ആർ നോട്ട് ഓൺ ബൈ എനിവൺ. ഗോസ്റ്റ് നെറ്റ്സ് ആർ നോട്ട് ഓൺ ബൈ എനിവൺ. അതുകൊണ്ടാണ് ഗോസ്റ്റ് നെറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ പീപ്പിൾ ഹിയർ, ഐ ഹാവ് എ വെരി important advice to you. I have a very important suggestion to you rather. Okay, the suggestion is please do not jump into conclusion. നിങ്ങൾ ആദ്യമേ കൺക്ലൂഷനിലേക്ക് എടുത്തു ചാടാതിരിക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് ഉത്തരം കണ്ടെത്താം എന്നുള്ളതാണ് ഇതിന്റെ ട്രിക്ക്. പക്ഷെ എന്ത് ചെയ്യരുത്, ആദ്യമേ കാണുമ്പോൾ തന്നെ നിങ്ങൾ അതിലേക്ക് വീഴരുത്.
എന്ത് ചെയ്യുക, വെയിറ്റ്, ഓക്കെ, ആൻഡ് തിങ്ക് ഫോർ എ വൈൽ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എല്ലാ ഓപ്ഷൻസിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ട്, എല്ലാ ഓപ്ഷൻസിന്റെയും സാധ്യതകളെ കുറിച്ച് നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ആൻസർ മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളൂ. യു ഡു നോട്ട് ഹാവ് ടു റഷ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, എന്ത് ഈ 4 ഓപ്ഷൻസ് അനലൈസ് ചെയ്യുക, എന്നിട്ട് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ എലിമിനേറ്റ് ചെയ്യുക. ദിസ് വോണ്ട് ടേക്ക് an year or this won't take 3 hours. This will take some 1 minute maximum, and that is something you can invest to get a 1 mark. ഒരു മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. Because believe that, always believe that the question, the people who made this question will always try to confuse you. Okay, they will always try to confuse you, and they will always try to make sure now these questions are not easily answered. Okay, questions easily answer ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ശ്രമിക്കും. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. Question number 2. Comment on the writer's reference to the ghost nets in paragraph 1 as a health problem for the ocean. Okay, ഒന്നാമത്തെ പാരഗ്രാഫില് നമ്മുടെ റൈറ്റർ പറയുന്നുണ്ട് ഈ ഗോസ്റ്റ് നെറ്റ്സ് എന്ന് പറയുന്നത് ഓഷ്യൻസിന് ഒരു ഹെൽത്ത് പ്രോബ്ലം ആണ്. നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്? യു ആർ ആസ്ക്ഡ് ടു കമന്റ് അബൌട്ട് ദാറ്റ്. സോ ഈവൻ ദോ വി ആർ ഡിസ്കസിംഗ് ദ റീഡിംഗ് സെക്ഷൻ, ദിസ് കംസ് അണ്ടർ റൈറ്റിംഗ് സെക്ഷൻ. കാരണം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമാണ് എന്ത് ചെയ്യേണ്ടത്, കമന്റ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂടാ. Sadak says D I kude sir. Sadak UAE says, and he asks a question. D I kude sir. D avam, but the most appropriate answer is C. The problem is it can be A, it can be B, it can be C, it can be D. It can be any question, it can be any answer, because this is not a science subject where there is only one answer. Okay, this is a very subjective topic. Okay, so ee 4 option endund sadhyadayunda, but the challenge is, the task is, you have to find the most appropriate answer. That is why I said in the beginning, this is not going to be a cakewalk for you. This is not going to be a walk in the park for you. You have to sweat. You have to put your heart and soul into it. Then only you will get the answer. So if you're trying to be confident, that is definitely going to harm you. നിങ്ങൾ ഭയങ്കര ഓവർ കോൺഫിഡന്റ് റീഡിംഗ് സെക്ഷൻ ആണ് ഞാൻ തകർത്തു കളയും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ that is definitely going to harm you. Okay, so I want you to be very alert. I want you to be very attentive while answering the question, because 80 marks, and out of the 80, 20 marks are from reading section. Yes, എളുപ്പമാണ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ പ്രശ്നം അത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടില്ല. ഓക്കെ, റെഡി? നിങ്ങൾ കോമന്റ് ചെയ്യുന്നുണ്ടോടാ? ഓക്കെ, ഞാൻ ഇതിനൊരു ആൻസർ പറയാം. ഇതുപോലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ഓക്കെ, യു മൈറ്റ് ബി വെരി ഫെമിലിയർ വിത്ത് ദിസ് വേർഡ്. The word is appropriate. The word is appropriate. So any appropriate answer will fetch you 1 mark. Okay, this is something you should keep in mind. You don't have to blindly believe my answers, or you don't have to blindly believe the answer that is provided in CBSE website. Any appropriate answer will fetch you 1 mark. That is a kind of confidence you should possess. Okay, you should believe in your language, you should believe in your vocabulary, and അവർ കോമന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ജസ്റ്റ് ഗീവ് എ കോമന്റ്. ഓക്കെ, അത് അപ്രോപ്രിയേറ്റ് ആയാൽ മതി. ഓക്കെ, affects the life of ocean living animal. Yes, all these answers are correct. Okay, make sure that appropriate ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് നമുക്ക് A ആണ് ആൻസർ, അല്ലെങ്കിൽ B ആണ് ആൻസർ, അല്ലെങ്കിൽ 1/2 ആൻസർ എന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അത് ആക്ച്വലി അതൊരു നല്ല കാര്യമാണ്, അതൊരു മോശം കാര്യമാണ്. നല്ല കാര്യം ഇൻ ദ സെൻസ്, നിങ്ങൾക്ക് പലതരത്തിലുള്ള ആൻസർ എഴുതി കഴിഞ്ഞാൽ യു വിൽ ഫെച്ച് 1 മാർക്ക്. മോശം കാര്യം ഇൻ ദ സെൻസ്, കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ശരി, നമ്മൾ മുന്നോട്ട് പോവാനടാ. ആൻസർ: the ghost nets are the reason the marine life is frequently sick. If not addressed, അത് കൃത്യമായി അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ, അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, this health issue would soon be chronic. This health issue would soon be chronic. മാരകമായിട്ട് മാറും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾ കീവേഡ്സ് എപ്പോഴും നോക്കുക. ഇവിടെ പറയുന്നത് ഈ ഗോസ്റ്റ് നെറ്റ്സിനെ എന്തായിട്ടാണ്, ഒരു ഹെൽത്ത് പ്രോബ്ലം ആയിട്ടാണ്. അപ്പൊ ഞാനത് എഴുതുന്ന സമയത്ത് ഞാൻ ഈ ഹെൽത്ത് പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ഫെച്ച് യു 1 mark for sure. Okay, yes. yes. Next question number 3. Okay, listen. List the 2 ways of being entangled in a ghost nets likely to impact walrus. Noku, walrus, are you familiar with the animal walrus? Walrus എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ?
കമന്റ് ബോക്സിൽ പറഞ്ഞാൽ എന്താണ് വാൽഡ്രസ് എന്ന് പറഞ്ഞാൽ. വാൽഡ്രസ് ഈസ് എൻ അക്വാറ്റിക് ആനിമൽ. വാൽഡ്രസ് ഈസ് എൻ അക്വാറ്റിക് ആനിമൽ വിച്ച് ഇൻ മലയാളം ഈസ് നീർക്കുതിര. ഓക്കെ, മലയാളത്തിൽ നീർക്കുതിര എന്ന് പറയുന്ന അക്വാറ്റിക് ആനിമലിനെയാണ് നമ്മൾ വാൽഡ്രസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ അപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നമ്മൾ വി ഹാവ് ഗോൺ ത്രൂ all the 5 paragraphs in the passage and nowhere in the passage we have came across walrus. ഈ പാസേജിൽ ഒരു പാരഗ്രാഫിൽ പോലും വാൽഡ്രസിനെ അവർ എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. they haven't mentioned walrus nowhere in the passage. so നിങ്ങൾ ചിലപ്പോൾ ഓടിക്കഴിച്ച് 5 പാരഗ്രാഫ് ഒക്കെ വായിക്കും, പക്ഷെ അതിൽ എന്തുണ്ടാവില്ല, വാൽഡ്രസ് ഉണ്ടാവില്ല. so this is a very general question based on your paragraph. okay, അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അല്ലാതെ നിങ്ങളൊരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലേക്ക് കിട്ടിയ പോലെ പശു നമുക്ക് പാല് തരുന്നു, പശു നമുക്ക് ഇന്ന കാര്യങ്ങൾ തരുന്നു, പശു നമുക്ക് എന്ത് തരുന്നു, ഓപ്ഷൻ എ പാല്, ഓപ്ഷൻ എ പിണ്ണാക്ക്. പ്ലീസ് ഡു നോട്ട് എക്സ്പെക്ട് ദോസ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻ. They consider you as grown up people, so act like one. okay, they consider you as grown up people, act like one. so ഇവിടെ വാൽഡ്രസ് എന്ന് പറഞ്ഞ ഒരു ആനിമൽ, വാൽഡ്രസ് എന്ന് പറഞ്ഞ യെസ് നീർനായ, എക്സാക്ട്ലി നീർക്കുതിര, നീർനായ. ഇറ്റ്സ് എ മാമൽ. ഓക്കെ, സ്മൃതി രാജേഷ് സേസ് ഇറ്റ്സ് എ മാമൽ. ഓക്കെ, മാമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എഗ് അല്ല, പ്രസവിച്ച് പാലൂട്ടുന്ന ജീവികളെയാണ് മാമൽ എന്ന് വിളിക്കുക. ലിസ്റ്റ് ദ 2 ways of being entangled in a ghost net is likely to impact മാമൽ. അതായത് entangled എന്ന് പറഞ്ഞാൽ ട്രാപ്ഡ് ആവുക എന്നാണ്. ഒരു ഗോസ്റ്റ് നെറ്റില് എൻടാങ്കിൾ ആവുക എന്നുള്ള പ്രശ്നം ഒരു വാൽഡ്രസിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, എങ്ങനെ ഏത് രീതിയിലാണ് അവർ ക്വസ്റ്റ്യൻ ഫോം ചെയ്ത് നോക്കൂ. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ഡയറക്റ്റ് ക്വസ്റ്റ്യനേ അല്ല. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ യെസ് അറ്റ് ഇറ്റ് സ്പീക്ക്. ഓക്കെ, സോ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അവർ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നത്. പക്ഷെ ആൻസർ വളരെ സിമ്പിൾ ആണ്. നോക്കൂ, ഞാൻ പറയാം ആൻസർ എന്താണെന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ആൻസർ entangle and cause injuries. വാൽഡ്രസിനെ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അത് വാൽഡ്രസിനെ എൻടാങ്കിൾ ചെയ്യുന്നു, അത് കുടുക്കുന്നു. ആൻഡ് കോസ് ഇൻജുറീസ്, അല്ലെ അതിന്റെ ശരീരത്തിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇൻജുറീസ് കോസ് ചെയ്യും. 2, പ്രിവെന്റ് റീസർഫേസിങ്. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഓഷന്റെ സർഫേസിൽ ഈ ഗോസ്റ്റ് നെറ്റ്സ് ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് it will be difficult for walrus and other mammals or other creatures to resurface. പുറത്തേക്ക് വരുന്ന റീസർഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ഡെത്ത് ബൈ ഡ്രൗണിങ്. അല്ലെ, അവർ ഡെത്ത് ബൈ ഡ്രൗണിങ്ങിന് അത് എന്ത് ചെയ്യും, അത് കാരണമാവും. ആ രീതിയിൽ അല്ലെ. യെസ്, നാസർ റഹി സേ സംതിങ്. നാസർ റഹി എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ദ വാൽറസ് ഈസ് എ ലാർജ് പിന്നിപ്പിഡ് മറൈൻ മാമൽ വിത്ത് യെസ് that is from Wikipedia, I know. okay, so I and Wikipedia were close friends back then. Yes, next question number 4. ഇത് എല്ലാവർക്കും പറയാൻ പറ്റുമല്ലോ. Select the option that conveys the opposite of negligible. Negligible is a very popular word. We say, നിങ്ങളുടെ ഫിസിക്സിൽ നിങ്ങൾ പറയാറുണ്ട് ദാറ്റ്സ് എ നെഗ്ലിജിബിൾ എറർ. നിങ്ങൾക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എറർ ആണ് എന്ന് നിങ്ങൾ പറയാറുണ്ട്. നെഗ്ലിജിബിൾ എറർ നിങ്ങൾ പറയാറുണ്ട്. സോ ഈ നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞ വേർഡിന്റെ എന്താണ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റണിം ആണ് നിങ്ങളോട് ചോദിച്ചത്. ഏത് വേർഡാണ്? പെട്ടെന്ന് പറഞ്ഞേ, കമന്റ് ബോക്സിൽ പറഞ്ഞേടാ പെട്ടെന്ന്. ഏത് വേർഡാണ്? അൺഇംപ്രസീവ് ആണോ, മോണ്യുമെന്റൽ ആണോ, എക്സ്പോസിംഗ് ആണോ, ത്രെറ്റ് ആണോ? നമുക്ക് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കണം. അൺഇംപ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഇംപ്രസീവ് എന്നാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സ്വാഭാവികമായിട്ടും ഇംപ്രസീവ് എന്നായിരിക്കും. എന്തായിരിക്കും? ഇംപ്രസീവ് എന്നായിരിക്കും. നെക്സ്റ്റ്, എക്സ്പോസിംഗ് മീൻസ് റിവീലിംഗ്. സോ എക്സ്പോസിംഗിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കൺസീലിംഗ് എന്നുള്ള അർത്ഥമാണ്. ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീഷണി എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ നമുക്ക് ബാക്കിയുള്ള വേർഡ് ഏതാണ്? മോണ്യുമെന്റൽ എന്ന് പറഞ്ഞാൽ വെരി ലാർജ് എന്നാണ്, അല്ലെങ്കിൽ ബിഗ് എന്നാണ്. സോ അത് എന്തിന്റെ ഓപ്പോസിറ്റ് ആണ്? നെഗ്ലിജിബിളിന്റെ ഓപ്പോസിറ്റ് ആണ്. ദ ആൻസർ ഇസ് ബി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി കാര്യം മനസ്സിലായി. ഒരു പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദ 10 ക്വസ്റ്റ്യൻസ് ലെറ്റ്സ് സേ 3 or 4 questions will be very easy. okay, cake walk. നിങ്ങൾക്ക് ചുമ്മാ പോയിട്ട് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആർ നോട്ട് ഗോയിങ് ടു ബി ഈസി. ദാറ്റ് ഈസ് വേർ ഐ വോണ്ട് യു ടു കോൺസെൻട്രേറ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചോളെ. The writer would agree with the given statements based on paragraph 3 except. ശ്രദ്ധിക്കണേ, you have to be very conscious about the construction or the wordings of the question. You have to be very conscious about the wordings of the question. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? Okay, I'll try to explain this in Malayalam. Okay, I'll try to translate this into Malayalam.
The writer would agree with the given statement based on paragraph. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളോട് റൈറ്റർ എഗ്രി ചെയ്യും, യോജിക്കും. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളോട് റൈറ്റർ യോജിക്കും, ഒരു കാര്യത്തോട് റൈറ്റർ യോജിക്കില്ല. ഏത് കാര്യത്തോടാണ് റൈറ്റർ ഡിസഗ്രി ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. Question number 5. I want you to be fast, okay, because we need to wind up this session by 10 o'clock because you have a beautiful session waiting tomorrow by Anwara Miss and JD sir. Yes, I want you to respond. Answer പറഞ്ഞേക്കടാ. ഏതാണ് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റിനോടാണ് റൈറ്റർ ഡിസഗ്രി ചെയ്യുക? സി ആണോ, ബി ആണോ? Yes, most of you are saying C. Let's see. നോക്കൂ. Most ghost nets take a few years to completely disintegrate. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഗോസ്റ്റ് നെറ്റ്സ് ഇപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആ ചോദിക്കുന്നത്, അല്ലെ? അതായത് ഗോസ്റ്റ് നെറ്റ്സ് കംപ്ലീറ്റ്ലി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് വർഷങ്ങൾ എടുക്കും. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. അവർ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യില്ല. ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ പ്രോബ്ലം. നെക്സ്റ്റ് വൺ, ghost nets contribute to the Great Pacific Garbage Patch. അത് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. There is nothing wrong about it. മൂന്നാമത്തത്, most ghost nets provide nutrition, right? That's a blender. Most ghost nets provide nutrition to marine animals. അപ്പോൾ നമുക്ക് മനസ്സിലായി that is not true, that is wrong, okay? As നിങ്ങളുടെ ബാല പറഞ്ഞ പോലെ it is wrong. എന്താണ്? ഗോസ്റ്റ് നെറ്റ്സ് എന്ത് ചെയ്യുന്നില്ല, ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് വൺ among those easy questions, okay? പക്ഷേ ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, മൂന്നാമത്തെ നിങ്ങൾക്ക് ആൻസർ ആണ്, okay? Assume that you understood that the answer is option C, but however I just want you to read the last option as well, okay, just to confirm things, okay? നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. Ghost nets can curtail freedom of marine animals. ഗോസ്റ്റ് നെറ്റ്സിന് മറൈൻ ആനിമൽസിന്റെ ഫ്രീഡം കേർട്ടേൽ ചെയ്യാൻ പറ്റും, ഹിൻഡർ ചെയ്യാൻ പറ്റും, തടസ്സപ്പെടുത്താൻ പറ്റും. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഇതില് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റർ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഓപ്ഷൻ സി ആണ്. ശരിയാണല്ലോടാ? Okay, so before continuing further, I just need a confirmation. മക്കളെ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. I was asked to take writing part, അല്ലെങ്കിൽ റൈറ്റിംഗ് പാർട്ടാണ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ റൈറ്റിംഗ് പാർട്ടിൽ നമ്മൾ ഇത്തരം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷെ അവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള മണ്ടത്തരങ്ങളെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? Am I clear to you people? Because this is the first time we are interacting with each other. So I was kind of in a dilemma whether how should I speak, how should I interact with you, or how should I convey things with you. So I'm still confused, okay? So I want you to confirm that, okay? I just want to know whether you can follow me, whether you can follow my instructions, right? Whether I should speak in English more, or whether I should speak in Malayalam more, or whether I should mix both the languages, okay? I want you to write your comments in the comment box. Yes? Ashwin Manoj says, yes sir. Ashwin Manoj, hi Ashwin Manoj. I have a best friend whose name is Ashwin Manoj, okay? Asiya says your class is excellent. Asiya, thank you for the confirmation. Right, so itrayum karyangal clear aanu. Yes, Singi says crystal clear. So thank you people for the kind of love and care you are showing towards me. Right, I appreciate that, and I'll make sure that we'll wind up this session at the earliest, okay? Yes. Right, so we have a lot of queries in the comment box, right? We have a number of queries, but let them stay there because I don't want them to disturb the other people. Okay, let them stay there, right? Manglish sir, yes, ഞാൻ മംഗ്ലീഷ് തന്നെയാണ് പറയുന്നത്. ഞാൻ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, ചുമ്മയാണ്. ഓക്കെ, ഷോ ആണ്. ഓക്കെ, നെക്സ്റ്റ് question number 6. Some records share that fishing nets used to be made of common drop using natural fibers prior to 1960s. ഞാനൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. Let me ask you a very simple question. ഞാനിപ്പോ ഹൈലൈറ്റ് ചെയ്ത ആ സാധനം ഉണ്ടല്ലോ, ആ സെന്റൻസ് ഉണ്ടല്ലോ, ആ സെന്റൻസ് നിങ്ങൾക്ക് വായിക്കാനുള്ള പാസേജിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ? യെസ് ഓർ നോ? Okay, ആ സെന്റൻസ്, ഈ ഹൈലൈറ്റ് ചെയ്ത സെന്റൻസ്, whether it was there in your passage or not, please say yes or no. Yes, Nasser, yes, I got you man. മലയാളത്തിൽ ഇംഗ്ലീഷിൽ മിക്സ് ചെയ്ത് പറയണം, യെസ് ഓർ നോ? Deslin Deji,
Shuparano. Am I not your best friend, sir? Akne Shanga, yes, you are my best friend, Akne. Maybe you can contact me after the class, but I'll not give you my number, but somehow you will reach me, I know that. Right, Akne? I am expecting a message from you, right? Kodi Safir. Did you just call me Kodi? Oh, that is Safir, right. Yes, no. That's a big no. നോക്കൂ ഈ സെന്റൻസ് നിങ്ങൾക്ക് തന്ന പാസേജിൽ ഉണ്ടായിരുന്നില്ല. സോ നിങ്ങൾ ഇത് ആലോചിക്കുക, ഈ സെന്റൻസ് എവിടുന്നാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഹൗ ദേ കൺസ്ട്രക്ടിങ് ക്വസ്റ്റ്യൻസ്, ദിസ് ഈസ് ഹൗ ദേ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. നോക്കി, ഈ സെന്റൻസ് എവിടെ ഇല്ല, നിങ്ങളുടെ പാസേജിൽ ഇല്ല. അവരെന്താ പറയുന്നത്? സം റെക്കോർഡ് ഷെയർ ദാറ്റ്, ചില രേഖകൾ കാണിക്കുന്നു. എന്താ? ഫിഷിംഗ് നെറ്റ്സ് യൂസ്ഡ് ടു ബി മെയ്ഡ് ഓഫ് കോമൺ റോപ്പ്. പണ്ട് കോമൺ റോപ്പ് കൊണ്ട്, സാധാരണ റോപ്പ് കൊണ്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു. യൂസ്ഡ് ടു ബി എന്നാ പറയുന്നത്. യൂസിങ് നാച്ചുറൽ ഫൈബേഴ്സ് പ്രയർ ടു 1960s, 1960കളുടെ മുമ്പിൽ നാച്ചുറൽ റോപ്പ് കൊണ്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഫിഷിംഗ് റോപ്പ് ഉണ്ടാകുമായിരുന്നു. അതിന്റെ ഗുണം എന്താ? നാച്ചുറൽ റോപ്പ് ആവുന്ന സമയത്ത് അത് എന്ത് ചെയ്യപ്പെടും? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും, ഡീകമ്പോസ് ചെയ്യപ്പെടും. ബേസ്ഡ് ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പാരഗ്രാഫ് 3, പാരഗ്രാഫ് 3 നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് ലിസ്റ്റ് വൺ മേജർ അഡ്വാൻറ്റേജ് ദാറ്റ് ദീസ് ഹാഡ് ഓവർ ദ ഫിഷിംഗ് നെറ്റ്സ് യൂസ്ഡ് ഇൻ പ്രസന്റ് ടൈം. സോ ഇതിക്ക് 2 ഫിഷിംഗ് നെറ്റ്സ് ആണുള്ളത്. ഒന്നെന്താണ്? നാച്ചുറൽ ഫൈബേഴ്സ് കൊണ്ടുള്ളതാണ്. രണ്ടെന്താണ്? ഫിഷിംഗ് നെറ്റ്സ് ബീങ് യൂസ്ഡ് ഇൻ പ്രസന്റ് ടൈംസ്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഇതിനോടുള്ള എക്ക് ബിയുടെ മുകളിലുള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്തെങ്കിലും ഒരു ആൻസർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, ഇഫ് യു ഹാവ് ആൻ ആൻസർ പ്ലീസ് ഡു റൈറ്റ് ദാറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ, എന്തെങ്കിലും ആൻസർ തോന്നുന്നു? നിങ്ങൾക്ക് വീണ്ടും മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഡയറക്ട്ലി ആ പാസേജ് നല്ല ചോദിച്ചത്. ദാറ്റ് പാസേജ് ഇസ് that's a skeleton, or that is an idea you should understand in the beginning, and based on your understanding they will ask a number of questions. Direct questions വളരെ കുറവായിരിക്കും. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ശരി, നോക്കിക്കോളാം, ഞാനിതൊരു ആൻസർ പറയുകയാണ്. എന്താണ് ആ നെറ്റ്സിന്, ഏത് നെറ്റ്സിന്? ഈ നാച്ചുറൽ ഫൈബേഴ്സ് കൊണ്ടുള്ള നെറ്റ്സിന് ഇതിന്റെ മുകളിൽ അഡ്വാൻറ്റേജ്. നോക്കൂ, it will disintegrate. Exactly, Shreya Biju, you're absolutely spot on. Krishna Priya says biodegradable, can be used. Yes, present time fishing nets integrate. Smriti Rajesh, ippathe alla pandathe fishing nets inde advantage ആ ചോദിച്ചത്. Yes, Devi Nandana says biodegradable. Yes. Hello bro. Yes, some other conversations are going on. It's okay. Let them say that. Yes, നോക്കൂ, ഞാൻ ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. These are biodegradable. അതെന്താണ്? ഈ ഫിഷിംഗ് നെറ്റ്സ് എന്താണ്? ബയോഡിഗ്രേഡബിൾ ആണ്. അല്ലെങ്കിൽ or it will be easily disintegrated as compared to the artificial fiber nets that do not disintegrate. So നിങ്ങൾ ഇത് തമ്മിൽ ഒരു കമ്പാരിസൺ നടക്കുന്നു, എന്നിട്ട് ഇതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നു. 1 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ അത് ധാരാളമാണ്. ഓക്കെ, ശരി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, why is it fair to say that commitment and innovation have to go hand in hand to get rid of the ocean ghost nets? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ പതുക്കെ വായിക്കുകയാണ്. ഓക്കെ, നമുക്ക് I'll break it down for you. Why is it fair to say that? എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ശരി, why it is fair to say that? എന്ത്? Commitment and innovation go hand in hand to get rid of the ocean ghost nets. Ocean ghost nets ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് കമ്മിറ്റ്മെന്റ്, ഇന്നോവേഷൻ, ഈ 2 വേർഡ്സും while you are writing an answer, കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ വേർഡും ഇന്നോവേഷൻ എന്ന് പറഞ്ഞ വേർഡും നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം? മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. കൃത്യമായിട്ട് 2 വേർഡ് എന്ത് ചെയ്തിട്ടുണ്ടാവണം? മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫുൾ ക്രെഡിറ്റ് കിട്ടില്ല. അപ്പൊ നോക്കിക്കോളെ, എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് ഈ ഓഷ്യൻ ഗോസ്റ്റ് നെറ്റ്സ് റിമൂവ് ചെയ്യുന്നതിൽ കമ്മിറ്റ്മെന്റും ഇന്നോവേഷനും ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ ഉത്തരം എഴുതാണ്. ഞാൻ ആദ്യം വളരെ കൃത്യമായിട്ട് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നു. എന്നിട്ട് എന്താണ്? This task will require perseverance. Okay, this is something that you cannot solve in an overnight. ഒരു ഓവർനൈറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ ഒന്നും അല്ല. അപ്പൊ എന്താണ്? ദിസ് ടാസ്ക് വിൽ റിക്വയർ പെർസിവറൻസ് ഓർ എ ലോങ് ടൈം ടു അക്കംപ്ലിഷ്. 2, ഇന്നോവേഷൻ എന്തുകൊണ്ട് ഞാൻ 2 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ, ഒരു ഫുൾ ക്രെഡിറ്റ് കിട്ടുള്ളൂ. ക്രിയേറ്റീവ് ഐഡിയാസ് ആൻഡ് സ്ട്രാറ്റജീസ് വുഡ് ബി നീഡഡ് ടു അഡ്രസ് ദിസ് പ്രോബ്ലം. ഇന്നോവേഷൻ, എങ്ങനെയാണ് ഇന്നോവേഷൻ വേണ്ടത്? ഇതിന് പരമ്പരാഗതമായിട്ടുള്ള പഴയ രീതികൾ കൊണ്ട് you cannot solve this problem all at once. Rather, you need innovative ideas or creative techniques to solve this issue. So, ആ കാര്യങ്ങൾ സോർട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Question number 8.
complete the given sentence with an appropriate inference. Inference എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? With respect to the following. നിങ്ങൾ ഒരു ഇൻഫറൻസിൽ എത്തണം, നിങ്ങളൊരു അനുമാനത്തിൽ എത്തണം. ഓക്കെ, നിങ്ങളൊരു തീരുമാനം, നിങ്ങളൊരു അനുമാനത്തിൽ എത്തണം. എന്താണ്? The writer quotes the example of the WWF led mission in the Baltic Sea in order to. എന്തിനാണ് ഈ പാസേജിൽ WWF വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ ബാൾട്ടിക് സീയിൽ നടത്തിയ മിഷനെ റൈറ്റർ കോട്ട് ചെയ്തത്? ചുമ്മാ കോട്ട് ചെയ്തായിരിക്കോ? ഓർ ഇസ് ദർ an intention behind that? സോ ഈ സെയിം പാസേജ് തന്നെ ബോർഡ് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ടോ? I hardly think so. Okay, sorry to disappoint you, but I hardly think so, because they will not ask the same question in your board examination. If you're expecting that, that is going to be a blunder, but you can expect question like this. Okay, ഈ മെത്തേഡ് സെയിം ആണ്. ഓക്കെ, നിങ്ങൾ എങ്ങനെ മീൻ പിടിക്കാൻ പഠിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. മീൻ പിടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, സോ ഈ പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യു കനോട്ട് എക്സ്പെക്ട് ദ സെയിം ക്വസ്റ്റ്യൻ ഇൻ എക്സാമിനേഷൻ. I mean, if you're expecting that is going to be a real blunder. Do not expect that. Okay, പക്ഷേ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഈ ഫോർമാറ്റിലുള്ളത്, ബിക്കോസ് ഇത് അവർ തന്ന മോഡൽ ഫോർമാറ്റ് ആണ്. അപ്പം ഞാൻ ഇതിന് ആൻസർ കൊടുക്കുവാണ്. എന്തുകൊണ്ടാണ് ഇത് മെൻഷൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, it indicate that government should need to collaborate with such groups for addressing the problem of ghosts. എന്തിനാണ് ഇതൊരു അപ്രോപ്രിയേറ്റ് ആയാൽ മതി കേട്ടോ. ഗവൺമെന്റ്സ് എന്ത് ചെയ്യണം? ഇത്തരം ഗ്രൂപ്പുകളുമായിട്ട്, വേൾഡ് വൈൽഡ് ഫണ്ട് പോലുള്ള NGOസുമായിട്ട് എന്ത് ചെയ്യണം? കൊളാബറേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? കൊളാബറേറ്റ് ചെയ്യണം. എന്തിനാ? ഇത്തരം പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഏതെങ്കിലും ഒരു അപ്രോപ്രിയേറ്റ് ആൻസർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 മാർക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, ശരി. 9ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. How can the solution suggested in paragraph 5 best be described? In the last paragraph, the writer is suggesting a few solutions, or writer is presenting a few solutions that has been suggested by other people. So ആ സൊല്യൂഷൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ പറഞ്ഞേടാ. പ്രാക്ടിക്കൽ ആണോ, പ്രസന്റബിൾ ആണോ, പോപ്പുലർ ആണോ, പ്രെജുഡൈസ്ഡ് ആണോ? ചിലപ്പോൾ നിങ്ങൾക്ക് വേർഡിന്റെ മീനിങ് അറിയണ്ടാവില്ല. പ്രെജുഡൈസ്ഡ് എന്ന് പറഞ്ഞാൽ ബയാസ്ഡ് ആണ്, അതായത് വൺ സൈഡഡ് എന്നാണ്. അതായത് എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യാതെ ഒരു സൈഡിൽ നിന്ന് മാത്രം ആലോചിച്ച് എടുക്കുന്ന തീരുമാനങ്ങളെയാണ് നമ്മൾ പ്രെജുഡൈസ്ഡ് എന്ന് പറയുക. അപ്പൊ പറ നിങ്ങൾ ഇതിൽ ഏതാണ്? സിമ്പിൾ ആണ്, ഇതിൽ പ്രാക്ടിക്കൽ ആണ്. എന്താണ്? പ്രാക്ടിക്കൽ ആണ്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കൽ ആണ്. അതിന് എക്സാമ്പിൾ ആണ് ആര് തന്നത്? വേൾഡ് വൈൽഡ് ഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ ബാൾട്ടിക് സീയിൽ നടത്തിയ ആ മിഷൻ എന്ന് പറയുന്നത് ഇത് പ്രാക്ടിക്കൽ ആണ് എന്ന് തെളിയിക്കാനുള്ള ഒരു കാര്യമാണ്. യെസ്, നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ബ്രിങ്സ് us to the last question of today. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതുകൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ തരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ സ്ലൈഡ് കിട്ടൂല അല്ലേ? ഈ ക്ലാസ് കഴിയുമ്പോൾ ആ സ്ലൈഡ് the officials, the staffs will provide to you. Okay, select the most suitable title for the above passage. പറഞ്ഞു നിങ്ങൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രസമുള്ളൊരു ചോദ്യമാണ്. ദിസ് ഇസ് ഫൺ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കാരണം ഇതിനെല്ലാം നമുക്ക് ടൈറ്റിൽ ആയിട്ട് കൊടുക്കാൻ തോന്നും. പക്ഷെ ഇവരെന്താ പറയുന്നത്? സിലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ എബവ് പാസേജ്. സിലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടൈറ്റിൽ. എന്തൊക്കെയാണ്? ദ സ്കേറി സൈഡ്സ് ഓഫ് ഗോസ്റ്റ്നെറ്റ്സ്. ഗോസ്റ്റ്നെറ്റ്സിന്റെ സ്കേറി സൈഡ്സ്, ഭീകരമായ സൈഡ്. ഗോസ്റ്റ്നെറ്റ്സ് എ റിസൾട്ട് ഓഫ് ഹ്യൂമൻ ഡോമിനൻസ്. ഗോസ്റ്റ്നെറ്റ്സ് എ മെനേസ് ടു മറൈൻ ലൈഫ്. വേസ് ടു ടാക്കിൾ ദ പ്രോബ്ലംസ് ഓഫ് ഗോസ്റ്റ്നെറ്റ്സ്. ഓക്കെ, എനിക്കറിയാം വൈ യു ഗോയിങ് ത്രൂ ദ ആൻസേഴ്സ് നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് തോന്നും. എ ശരിയാണോ, ബിയും ശരിയാണല്ലോ, സിയും ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇതിലൊരു ഉത്തരം മാത്രമാണ് ശരിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വേർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ട്രിക്കി. നിങ്ങൾ കൃത്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ കാണുമ്പോൾ ഇതാണ് ആൻസർ എന്നൊക്കെ തോന്നും. പക്ഷേ ഇതിലെ ആൻസർ എന്താണെന്നോ, ഗോസ്റ്റ്നെറ്റ്സ് എ മെനേസ് ടു മറൈൻ ലൈഫ് എന്നാണ്. മെനേസ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ എന്നാണ്. മെനേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേഞ്ചർ എന്നാണ്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി യുവർ നിങ്ങളുടെ ആൻസർ കീയിൽ ആൻസർ ഈസ് ഗോയിങ് ടു ബി ഗോസ്റ്റ്നെറ്റ്സ് ആൻഡ് മെനേസ് ടു മറൈൻ ലൈഫ്. ശരി. ഓക്കെ, സോ ദ ടൈം ഈസ് ഓൾമോസ്റ്റ് 10 o'clock. നോ, ഇറ്റ് ഈസ് എക്സാക്ട്ലി 10 o'clock. ഓക്കെ, നമ്മൾ വി ആർ ഗോയിങ് ടു വൈൻഡ് ദിസ് class. We are going to call it a day. And before that, I would like to remind you something very serious. Today, you have a very important session waiting for you, in which your favorite Anvara Miss and Jamshad Sir will discuss about the remaining literature parts. Okay, they will discuss about the remaining literature part, and they will make sure that, as you all know, നിങ്ങൾക്ക് ഏറ്റവും കൺസൈസ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നാളത്തെ ക്ലാസ്സിൽ അവർ പറഞ്ഞു തരിക. So I want you to attend this class
religiously. Okay, I want you to attend this class for sure. നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. ഈ രണ്ടു പേരും നാളെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ലിറ്ററേച്ചറിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ അവർ കംപ്ലീറ്റ് ചെയ്ത് തരും. സോ ഈ നാളത്തെ ക്ലാസ്സിന്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ ഏതെങ്കിലും ഒരു ദിവസം വേറെ ഏതെങ്കിലും ഒരു സമയം നമുക്ക് വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. സോ പീപ്പിൾ, ഷാൽ വി കോൾ ഇറ്റ് എ ഡേ? Are you satisfied? Are you happy? So if you're happy and if you're okay, if you could follow my instructions, നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ലവ്, ഒരു റെഡ് ഹാർട്ട് ഇട്ട് തരാം. ഓക്കെ, those are wondering what my name is. Okay, this is my name. My name is Nasser Faruddin K. Okay, this is my name because I saw a few people were very curious about my name, so I thought I will just mention my name here. Okay, this is my name. So that's all for today. നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യം, മേക്ക് ഷുവർ ദാറ്റ് ഇന്നത്തെ ഈ ലൈവിന്റെ സ്ലൈഡ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. കാരണം ഈ സ്ലൈഡിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആൻഡ് യെസ്, ഓക്കെ, ശരി. അപ്പൊ ബാക്കിയൊന്നുമില്ല, എല്ലാം പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും ഗംഭീരമായിട്ട് പരീക്ഷ എഴുതുമെന്ന് വിചാരിക്കുന്നു. Your class was very much interactive class, right? That is exactly what I want, because before winding up the class, I would like to tell you a few things, right? And I would like to speak that in English, right? The things are, while you're approaching the writing section, while you're approaching the reading section, you might find it very easy in the beginning, but while you're going through the question, you can definitely understand this is not going to be that easy. Okay, you have to put your heart and soul into it. You have to be very careful, very attentive while answering the question, because it is very easy to lose 1 mark, because a moment of distraction might lose you 1 mark. So I don't want you to be distracted while you are answering these questions. So I want you to be very careful, very attentive throughout the session, and don't jump into conclusion. പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എന്ത് ചെയ്യാതിരിക്കുക, ജമ്പ് ചെയ്യാതിരിക്കുക. ഉത്തരത്തിലേക്ക് ഇതാണ് ഉത്തരം എന്ന് അപ്പോഴേ ഉറപ്പിക്കാതിരിക്കുക. Before you are finalizing an answer, make sure that you have gone through all the options and you have logically deleted or you are logically avoided all the other options. That is where you have to play with the intelligence. And while you are answering to the sentence question, 1 mark in a sentence question എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ആൻസർ മനസ്സിൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് അത് എഴുതുക, because any appropriate answer will fetch you 1 mark. That's where the trick lies. Okay, any appropriate answer will fetch you 1 mark. There is no clear-cut watertight compartment answer for that. Any appropriate answer will fetch you 1 mark. So with that note, let me wind up today's class. I'll see you some other day if God permits. Alright? സാർ പ്രാർത്ഥനയിൽ ഓർക്കണം, ഞങ്ങളെ ബെസ്റ്റ് മരിയ. ഓക്കെ, നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും നിങ്ങൾ എല്ലാവരും എൻ്റെ കുട്ടികളാണ്. സോ ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഗംഭീരമായിട്ട് പരീക്ഷ എഴുതുക, ഗംഭീരമായിട്ട് പഠിക്കുക. നിങ്ങളുടെ ഈ വെഞ്ചറിൽ മുഴുവനും സൈലത്തിലെ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ലൈവ് കഴിഞ്ഞിട്ട് ഈ ലൈവിന്റെ കമന്റ് ബോക്സിൽ, നിങ്ങൾക്കറിയാം ഈ ലൈവിന്റെ കമന്റ് ബോക്സിൽ എങ്ങനെയാ കമന്റ് ചെയ്യുക എന്നുള്ളത്, ഇവിടെയല്ല, ഈ ലൈവിന്റെ കമന്റ് ബോക്സിലാണ് നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതുക. സോ വൺസ് അഗൈൻ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു എവരിബഡി, ആൻഡ് ഐ വിഷ് യു എ ഗുഡ് നൈറ്റ് ഫോർ എവരിബഡി. സീ യു, ബൈ ബൈ, ടാറ്റ.